സന്തോഷമുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ വൈദേശിക ശക്തികളായ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയ ഷഹീദുക്കളായ കോട്ടിക്കുളം ശുഹദാക്കളുടെയും പരിശുദ്ധമായ ഈ പള്ളി പരിസരങ്ങളിൽ മൺമറഞ്ഞു കിടക്കുന്ന ഉലമാക്കളുടെയും പേരിൽ 3 വർഷത്തിലൊരിക്കൽ നടത്തുന്ന റൂസിനെയും സ്വലാത്ത് വാർഷികത്തിനും രാപ്പകൽ വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്ന മഹലിലെ എല്ലാ ദീനീ സ്നേഹികൾക്കും, പ്രത്യേകിച്ച് ഉറൂസിൻ്റെ കീഴിലുള്ള 1200ഓളം കുടുംബങ്ങൾക്കും ദേശവാസികൾക്കും എല്ലാം നാഥൻ തക്കതായ പ്രതിഫലവും അനുഗ്രഹമൊക്കെ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധമായ ഈ മഖാം ഉറൂസ് 2024 സ്വാഗത പ്രഭാഷണം നടത്തിയ പ്രിയങ്കരനായ അൻസാരി കരിപ്പോടി പ്രോഗ്രാം മീഡിയ കമ്മിറ്റി, അധ്യക്ഷം അലങ്കരിച്ച പ്രിയപ്പെട്ട വിജീഷ് ജനറൽ സെക്രട്ടറി, ഉദ്ഘാടനം നിർവഹിച്ച ഇതിൻ്റെ പ്രിയങ്കരനായ അമരക്കാരൻ കാപ്പിൽ മുഹമ്മദ് പാഷ ഹാജി, വേദിയിൽ സന്നിധരായിരിക്കുന്ന പ്രിയപ്പെട്ട റഷീദ് കാപ്പിൽ ജനറൽ കൺവീനർ, പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് അഷറഫ് മഹലിൻ്റെ ഖത്തീബ്, പ്രിയപ്പെട്ട ഇസ്മയിൽ പള്ളിക്കാൽ പ്രോഗ്രാം ചെയർമാൻ, അതിൽ പ്രിയപ്പെട്ട സൈദലവി മുദരീസ്, പ്രിയപ്പെട്ട ഖാദർ കോട്ടപ്പുറം, അതേപോലെ പ്രകാശം പരത്തുന്ന യുവത്വങ്ങൾ എന്ന് പറയുന്ന ഈ പരിപാടിയിൽ കാണാനും കേൾക്കാനും വന്നിരിക്കുന്ന ദേശവാസികളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദിയും സ്നേഹം അർപ്പിക്കുകയാണ്. നമുക്ക് ഒരു 6:35 നമുക്ക് മഗ്‌രിബ് നിസ്കാരമുണ്ട്. ഈ പ്രോഗ്രാമിനിടയ്ക്കൊരു ബ്രേക്ക് നമ്മൾ നേരിടേണ്ടി വരും. അത് വിശ്വാസത്തിലെ ഏറ്റവും മഹത്തരമായ ഒരു കർമ്മത്തിന് വേണ്ടി മാറ്റിവയ്ക്കപ്പെടും. ശേഷം നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്ന് വീണ്ടും നമ്മളത് കണ്ടിന്യൂ ചെയ്യും. അപ്പം ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ ബോറടിപ്പിക്കില്ല. ഒരു 1.5 മണിക്കൂർ വരുന്ന ഒരു വർത്തമാനം പറച്ചിലാണ്. ആ വർത്തമാനം പറച്ചിൽ ഒരുപക്ഷെ വർത്തമാനം പറയുന്ന എനിക്കും മകേഷിനും ഒരുപക്ഷെ ഞങ്ങളുടെ കണ്ണുകൾ നിറയാം, ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണ് നിറയാം. കാസർഗോഡിൻ്റെ ഇങ്ങേ തലക്കിലേക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് രാവിലെ വണ്ടിയിൽ കയറി ഇങ്ങോട്ട് വരുമ്പോൾ ചരിത്രപ്രസിദ്ധമായ കോട്ടിക്കുളം മഖാം ഉറൂസിനെ കുറിച്ചും ഇവിടുത്തെ വിശ്വാസികളെക്കുറിച്ചും ഇവിടുത്തെ സ്നേഹത്തെക്കുറിച്ചും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരുപാട് മഹാരഥന്മാരുടെ പാദപ്രശ്നം കൊണ്ട് പുണ്യമായ വിശ്വാസ സംഹിതകളെ ചേർത്ത് പിടിക്കാൻ, മത സഹിഷ്ണുതയെ ഹൃദയത്തിൽ താലോലിക്കാൻ വിശ്വാസ സമൂഹം ചെയ്ത കോട്ടിക്കുളത്തിൻ്റെ ധീരദേശാഭിമാനികളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിലാണ് ഞാനും മകേഷും നിൽക്കുന്നത്. വലിയ സന്തോഷത്തിലാണ് ഞങ്ങളുടെ പാർശ്വങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരിമാർ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നു, ഞങ്ങളുടെ മുമ്പിൽ പ്രിയപ്പെട്ട സഹോദരന്മാരിയ്ക്കുന്നു. ഞങ്ങൾക്ക് വലിയ വേദന തോന്നുന്നതിന് കാരണം ഒരുപക്ഷെ ഇവിടെ ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് കാണാനില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. പ്രകാശം പരത്തുന്ന യുവത്വങ്ങളിലേക്ക് എത്തിക്കാൻ കടന്നു വന്ന ഞങ്ങൾക്ക് മുമ്പിൽ എവിടെ യുവത്വങ്ങളെന്ന് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, ഈ അടുത്തിടയ്ക്ക് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ 201ഓളം മഹലുകളിൽ പോയിട്ട് പ്രഭാഷണം നടത്തിയ ഒരു എളിയ സബ് ഇൻസ്പെക്ടറായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. പക്ഷേ അവിടെ എവിടെയും എനിക്കും കാണാൻ കഴിഞ്ഞില്ല കൗമാരങ്ങളെയും യുവത്വങ്ങളെയും. എവിടെ പോയിരിക്കുന്നു യുവത്വങ്ങൾ, എവിടെ പോയിരിക്കുന്നു കൗമാരങ്ങൾ? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നേ ഈ ഞങ്ങളുടെ പരിപാടിക്ക് ഒരു പേര് ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നു. ഇവിടെ ലഹരി എന്ന വാക്ക് ഇവിടെ എവിടെയെങ്കിലും സംഘാടകർ എഴുതിയിട്ടുണ്ടാകുമോ എന്ന് ചെറിയ ഒരു സങ്കടം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ എവിടെയും എഴുതിയിട്ടൊന്നുമില്ല. ഇല്ലല്ലോ മകേഷേ, എഴുതിയിട്ടുണ്ടോ? ഇല്ല. സംഘാടകർ പ്രകാശം പരത്തുന്ന യുവത്വങ്ങൾ എന്ന തലക്കെട്ടിൽ വാക്കും വരയുമെന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ടാണ് അതിന് നോട്ടീസ് ഞങ്ങളുടെ പേരുകൾ നാമകരണം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ എവിടെയും ലഹരി എന്ന വാക്ക് ഉപയോഗിക്കാൻ സമ്മതിക്കാറില്ല. കാരണം ലഹരി എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് തരത്തിലെങ്കിലും അതുമായി അനുഭവം പുലർത്തുന്ന ഒരു വ്യക്തി പോലും ആ സദസ്സിലേക്ക് സാധാരണ കടന്നു വരാറില്ല. ലഹരി എന്ന് കേൾക്കുന്നത് തന്നെ ഒരുപക്ഷെ പലർക്കും ഇന്ന് അരോചകമാണ്. ലഹരിയുടെ സംസാരം കൂടിപ്പോയിട്ട് സെമിനാറുകളും കൺവെൻഷനുകളും ഒരുപക്ഷെ ബോധവൽക്കരണങ്ങളിൽ കൂടി പോയത് കൊണ്ടാണോ പ്രബുദ്ധ കേരളമേ യുവാക്കളെല്ലാം ലഹരിയിൽ നിന്ന് മുങ്ങി ശിരസ് കുനിഞ്ഞ് കണ്ണ് കുഴിഞ്ഞ് ചിത്തഭ്രമം ബാധിച്ച് ആയിരക്കണക്കിന് കൗമാരങ്ങൾ, ലക്ഷക്കണക്കിന് അമ്മമാരുടെ കണ്ണുനീരിനെ സമം ചാർത്തിക്കൊണ്ട് പല വീടുകളും ഇന്ന് സങ്കട പെരുമഴകളിലേക്ക് എത്തിക്കുന്ന ഒരു വൈകാരികമായ ഒരു ആധുനിക നവമാധ്യമ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. പക്ഷേ ആർക്കാണ് പിഴവ് പറ്റിപ്പോയത്? ഇവിടുത്തെ ഏത് സംവിധാനത്തിനാണ് പിഴവ് പറ്റിപ്പോയത്? ഇവിടുത്തെ ഏത് വിശ്വാസ സംഹിതയ്ക്കാണ് കോട്ടം തട്ടിപ്പോയത്? ഏതെങ്കിലും മഹലിന്റെ കാഴ്ചക്കുറവ് കൊണ്ടോ, ദിശാബോധത്തിന്റെ കുറവ് കൊണ്ടോ, വിശ്വാസ സംഹിതയുടെ കുറവ് കൊണ്ടോ ഇതൊക്കെയാണോ തലമുറകൾ ഇങ്ങനെ വഴിമാറിപ്പോയത്?
അതോ പോലീസ് സംവിധാനത്തിന് എന്തെങ്കിലും മികവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നാമമാത്രമായ എക്സൈസ് സംവിധാനത്തിന്റെ പ്രവൃത്തിയിലുള്ള കാര്യക്ഷമത കുറവാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ സംവിധാനത്തിന്റെ കാര്യക്ഷമത കുറവാണോ? ആരാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? ഹൂ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? ആരാണ് ഈ ലോകത്തിന്റെ ഇന്നത്തെ ഈ ചെയ്തിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവൻ ആരാണ്? അതൊരു ചോദ്യമാണ്. ആ ഒരു ചോദ്യം നിർത്തിക്കൊണ്ട് നമുക്ക് തുടരാം. ഒരുപക്ഷെ കോട്ടിക്കുളം എന്ന ദേശത്ത് ഉറൂസിന്റെ പരിപാടി പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരും തികഞ്ഞ സന്തോഷവാനും തികഞ്ഞ സന്തോഷവതികളുമാണെന്നാണോ വിശ്വസിക്കണേ? ഒരുപക്ഷെ നിങ്ങൾ വലിയ വീടുകളൊക്കെ ആയിരിക്കും. ആ വീടിന് നല്ല പൂട്ടൊക്കെ ഉണ്ടാവും. വലിയ വാതിലുകളാലും മുമ്പിലും പിൻപിലും അല്ല. വേണമെങ്കിൽ ക്രോസ് ബാർ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. വേണമെങ്കിൽ നല്ല CCTV ഒക്കെ ഉണ്ടാവും. ഒരുപക്ഷെ വീടിന് മുമ്പിലൂടെ ഒരു പൂച്ച ഓടിക്കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈലിനകത്ത് അതിന്റെ സെക്യൂരിറ്റി സംവിധാനം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ വിദേശത്തിരുന്നു കൊണ്ട് നിങ്ങളെ വീടിന്റെ മുമ്പിലൂടെ ഒരുപക്ഷെ മീൻകാരൻ പോകുന്നതും പൂച്ച പറക്കുന്നതല്ല, പൂച്ച ഓടുന്നതും ഒരു ഈച്ച പാറുന്നത് പോലും അവിടുന്ന് കാണാൻ പറ്റുന്ന സെക്യൂരിറ്റി സംവിധാനം ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ അതെല്ലാം നമ്മുടെ വീടിനകത്തെ ഇളകുന്നതും ഇളകാത്തതുമായ ജാഗര ജംഗമ വസ്തുക്കൾ മറ്റുള്ളവൻ അപഹരിച്ചു കൊണ്ടുപോകാതിരിക്കാനുള്ള ഉപാധി മാത്രമാണ്. പക്ഷെ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർ പോകുന്ന വഴികൾ, അവർ പോകുന്ന കലാലയ തിരുമുറ്റങ്ങൾ, അവർ പോകുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അവർ പോകുന്ന കഫ്റ്റീരകൾ, അവർ പോകുന്ന സദസ്സുകളൊന്നും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആധുനിക ലോകം ഇന്ന് ഒരു സുരക്ഷിതത്വം ഈ മക്കൾക്ക് ലഭിക്കുന്നില്ല എന്ന ഒരു സന്ദേശം നമ്മളെല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന ഒരു അർത്ഥവാക്യം കുറിച്ചുകൊണ്ട് വാക്കും വരയും ഇവിടെ തുടങ്ങുകയാണ്. വര ആരംഭിക്കുന്നിടത്തും അവസാനിക്കുന്നിടത്തും വാക്ക് തുടരും. റെഡി? അപ്പൊ ഇവിടെ മകേഷ് എന്ന് പറയുന്ന ഒരു കലാകാരൻ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ 17 വർഷമായി ഞങ്ങൾ ഒന്നിച്ചാണ് 13 രാജ്യങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തു. മകേഷ് KSB ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനാണ്. മകേഷ് പല വീടുകളിലും പോകുന്ന എന്തിനാണെന്നറിയാമോ? കറണ്ട് ബില്ല് അടയ്ക്കാൻ നിർവാഹമില്ലാത്ത പല വീടുകളിലും KSB ഡിപ്പാർട്ട്മെന്റ് ഉത്തരവ് വാങ്ങിക്കൊണ്ട് അവസാനമടച്ച ബില്ലും എടുത്തുകൊണ്ട് അവസാനത്തെ റീഡിംഗ് റേറ്റ് എടുത്തുകൊണ്ട് ആ വീടുകളിൽ പോയി അവിടുത്തെ എന്നേക്കുമായ കറണ്ട് വിച്ഛേദിക്കാൻ പോകുമ്പോൾ ആ വീടിന്റെ ഉമ്മറത്ത് ഒരു ഉമ്മയുണ്ടാവും, ആ വീടിന്റെ ഉമ്മറത്ത് ഒരു അമ്മയുണ്ടാകും. ഒരു പക്ഷേ 10 രൂപ പോലും എടുക്കാൻ പറ്റാത്ത ആ ഗാർഹിക മാനസിക അവസ്ഥ കണ്ടും കേട്ടും അനുഭവിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് മകേഷ്. മദ്യപാനത്തിന്റെ ദുരന്തം അനുഭവിച്ച, ലഹരിയുടെ ദുരന്തം അനുഭവിച്ച, മക്കൾക്കൊന്ന് പഠിക്കാൻ പറ്റാതെ, മക്കൾക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റാതെ, ഒരു അമ്മയ്ക്ക് ശരാശരി വീട്ടിലൊന്ന് സ്വസ്ഥമായിട്ട് സ്വൈരവിഹരം നടത്താൻ പറ്റാതെ ഗാർഹിക സാമൂഹ്യ അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോയ ലക്ഷക്കണക്കിന് അമ്മമാരുണ്ട് ഈ പ്രബുദ്ധ കേരളത്തിൽ. അത്തരമുള്ള ഒരുപാട് കുടുംബങ്ങളിൽ എന്നേക്കുമായി ആ ഫീസ് ഊരാൻ പോകുന്ന മകേഷ് കണ്ടത് തന്റെ സമ്പാദ്യത്തിൽ ഒരുപാട് വീടുകൾക്ക് ആ കറണ്ട് ബില്ല് സ്വമേധ അടച്ചു കൊടുത്ത ഒരു ഉദ്യോഗസ്ഥനാണ് മകേഷ് എന്ന് പറയുന്ന ഈ കലാകാരൻ. 3000-ഓളം വേദികളിൽ അദ്ദേഹം വരച്ച് നടന്നു കയറി. ഡൽഹി രാംലീല മൈതാനത്ത് 400 മീറ്റർ വരുന്ന ക്യാൻവാസിൽ മകേഷ് വരച്ച ചിത്രമാണ് തമിഴ്നാട് ഗവൺമെന്റ് മജാക്കോന പുരസ്കാരം മകേഷിനെ തേടിയെത്തിയത്. മകേഷ് ചിത്രലോകത്തേക്ക് കടന്നു വരുന്നത് രസകരമായ ഒരു സംഭവത്തിലൂടെയാണ്. അച്ഛൻ മദ്യപിച്ച് വീടിന് മുമ്പിൽ വന്ന് തുണിയില്ലാതെ നഗ്നനായി കിടക്കുമ്പോൾ അമ്മ ചാക്കും പറമ്പും പേപ്പർ കൊണ്ടൊക്കെ അച്ഛൻ്റെ നാണം മറിച്ചൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു മകേഷിന്. അങ്ങനെ മകേഷ് വലിയ സങ്കടമായിരുന്നു. മകേഷ് അടുപ്പിനകത്തെ കരിക്കട്ടയെടുത്ത് വീടിൻ്റെ ഉമ്മറത്തെ ഇലകളിൽ നിന്ന് ചെടികളിൽ നിന്ന് ഇലകൾ പറിച്ച് കയ്യിൽ വെച്ച് ചുരുട്ടി ആ വീടിൻ്റെ കുഞ്ഞു ചുവരുകളിൽ മകേഷ് ചിത്രം വരച്ചു. അച്ഛൻ കിടക്കുന്ന ചില രംഗങ്ങൾ ആ കുഞ്ഞു ചുവരുകളിൽ ഇങ്ങനെ മകേഷ് വരച്ചു വെച്ചു. രാവിലെ 6ാം ക്ലാസ്സുകാരൻ ഹൃദയം നുറുങ്ങിക്കൊണ്ട് അച്ഛനോട് പറയും, ഇന്നലെ അച്ഛൻ കടന്നത് ഇങ്ങനെയാണ് അച്ഛാ എന്ന് ആ ചിത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സങ്കടപ്പെടുന്ന ഒരു 6ാം ക്ലാസ്സുകാരന് മുമ്പിൽ എന്നേക്കുമായി പടിയൻ ശങ്കരൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ മദ്യപാനം നിർത്തി. അങ്ങനെ മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിനകത്ത് ഒരു 6ാം ക്ലാസ്സുകാരനെ വിളിച്ച് ഒരു ആദരവ് നൽകി, ഒരു മെമ്മന്റോ നൽകി. അങ്ങനെ ചെറുതും വലുതുമായ 3000 ചില്ലാൻ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മകേഷ് എന്ന് പറയുന്ന കലാകാരൻ കോട്ടിക്കുളം എന്ന് പറയുന്ന ഈ ദേശത്ത് ഒടുവിൽ കൊച്ചേസ് ചിറ്റപ്പള്ളിയുടെ അദ്ദേഹത്തിന് സോഷ്യൽ എക്സലന്റ് അവാർഡ് 2,01,000 രൂപ പുരസ്കാരവും, സംസ്ഥാന ഗവൺമെന്റ് പുരസ്കാരം, നാഷണൽ ഡ്രഗ് ആൻഡ് സൊസൈറ്റി പുരസ്കാരം, അക്ഷരമുറ്റ പുരസ്കാരം, ദേശാഭിമാനി പുരസ്കാരം, ഗ്ലോബൽ എന്റർപ്രൈസസ് ഏഷ്യാനെറ്റ് പുരസ്കാരങ്ങൾ അടങ്ങുന്ന ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് പുരസ്കാരം അടങ്ങുന്ന ഒരുപാട് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് 2023 സെപ്റ്റംബർ 7 ലോകത്തിലെ പരമോന്നതമായ ഗിന്നസ് ബുക്കിൽ
ഫിലിപ്പ് മമ്പാടിൻ്റെയും മകേഷ് ചിത്രത്തിൻ്റെ പേരുകൾ എഴുതി ചേർത്ത വലിയൊരു സന്തോഷം കൂടെ പങ്കുവെച്ചുകൊണ്ടാണ് ഞങ്ങൾ കോട്ടിക്കുളം എന്ന് പറയുന്ന ഈ ദേശത്ത് നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ മകേഷിൻ്റെ ചിത്രത്തിന് ഒരുപക്ഷെ ഒരു ജീവനുള്ള സന്ദേശം പകരാൻ പോവുകയാണ്. മകേഷ് വരയ്ക്കുന്ന ചിത്രത്തെ നോക്കിയിട്ടാണ് ഞാൻ ഈ വേദിയോട് സംസാരിക്കുന്നത്. മകേഷ് എന്താണോ ആ ചിത്രത്തിലൂടെ വരയ്ക്കുന്നത് അതാണ് ഈ വേദിയോട് സംസാരിക്കുന്നത്. ആ ചിത്രത്തിനായി ഈ വരയ്ക്കായി വേദി ഒരുങ്ങുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കണം, നല്ലൊരു കയ്യടി പ്ലീസ്. ഓക്കെ, താങ്ക് യു.
മകേഷ് ചിത്രവർണ്ണം വരയ്ക്കുന്ന 3050ാമത്തെ ചിത്രമാണ് ഇന്ന് കുട്ടിക്കുളം ദേശത്തിൽ. എക്സ്ക്യൂസ് മീ പ്ലീസ്. അപ്പോൾ ഒരുപക്ഷെ ഇന്ന് മകേഷിൻ്റെ ചിത്രം ഒരുപക്ഷെ ക്യാൻവാസിൻ്റെ ചില ന്യൂനതകൾ കലാകാരൻ അനുഭവപ്പെടുന്നുണ്ട്. വേദിയിൽ പെയിൻറ്റും ക്യാൻവാസും തമ്മിൽ പൊരുത്തപ്പെടാൻ കുറേ ബുദ്ധിമുട്ടുകൾ, ചില ബുദ്ധിമുട്ടുകളൊക്കെ നന്മയിലേക്ക് നയിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ മകേഷിൻ്റെ ചിത്രത്തിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പക്ഷേ ചില ചിത്രം ഇവിടെ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. മകേഷ് വരയ്ക്കുമ്പോൾ പലപ്പോഴും ആ ചിത്രത്തെ ഞാൻ നോക്കി ഇങ്ങനെ ആശങ്കപ്പെടാറുണ്ട്. എന്തായിരിക്കും ഈ കോട്ടിക്കുളത്തെ ദേശത്ത് മകേഷ് ഇന്ന് വരച്ച ഈ ചിത്രത്തിന് ആശയം എന്താണ്? ഒരുപക്ഷെ വേദിയിലിരിക്കുന്ന ഫൈനാൻസ് ചെയ്യുന്ന കുട്ടികൾ, ഒരുപക്ഷെ കലാകാരന്മാർ ഒരുപക്ഷെ വേദിയിലുണ്ടാവാം, ചിത്രകാരന്മാരുണ്ടാവാം. അവർക്കൊക്കെ മകേഷ് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഇവിടെ ഒരു സാധാരണക്കാരനായ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാര ഗൃഹനാഥന് നൽകുന്നൊരു സന്ദേശമുണ്ട്. ഈ സന്ദേശം എന്താണ്? ഈ സന്ദേശം എനിക്ക് സംസാരിക്കാനുള്ള 3 മണിക്കൂറിനെയാണ് മകേഷ് ഈ 12 മിനിറ്റുകൾ കൊണ്ട് ക്യാൻവാസിൽ കോറിയിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇതാണ് കോട്ടിക്കുളം ദേശത്തോട് സംസാരിക്കുന്നത്. മകേഷ് വരയ്ക്കുമ്പോൾ സാധാരണ ഞാൻ ആ ചിത്രം നോക്കിയിട്ട് സാധാരണ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എനിക്ക് ഒരുപാട് പദസമ്പത്തുകൾ ഈ ദേശക്കാരോട് സമ്പാദിക്കാൻ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ പദസമ്പത്തായിരിക്കാൻ തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. പിന്നെ സാധാരണ ഞങ്ങൾ ലഹരിയുടെ ക്ലാസ്സുകൾക്ക് ലൈവ് പോകാൻ ഞങ്ങൾ അനുവദിക്കാറില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ചില വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ ജീവസുറ്റ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന എക്സ്പീരിയൻസുകളാണ് ഞങ്ങൾ ഷെയർ ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ ലൈവിൽ പോകുമ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരുപക്ഷെ ഞങ്ങളുടെ ഔദ്യോഗിക ഡ്യൂട്ടിക്ക് ഒഫീഷ്യൽ ഒരുപാട് തടസ്സം നേരിടേണ്ടി വരുന്നുണ്ട്. സംഘാടകർ ഞങ്ങളുമായിട്ടുള്ള ആശയവിനിമയം നടത്താൻ മറന്നുപോയതുകൊണ്ടാവാം പക്ഷേ ലൈവ് പോകുന്നത്. ഇത് കട്ട് ചെയ്യണമെന്നില്ല. ഞങ്ങളുടെ സംസാരത്തിൽ ഞങ്ങളത് ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടരാം. കാരണം ഒരുപാട് വേദികളിൽ ഒരുപക്ഷെ എക്സ്പീരിയൻസ് ഒരുപാട് ഞങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടാവും. സാധാരണ ഞങ്ങളിത് ഷൂട്ട് ചെയ്ത ശേഷം ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ അനുവദിക്കാറുള്ളൂ. അതുപോലെ തന്നെ ക്യാമറകൾ എടുക്കുന്നവർ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കേട്ടാൽ വലിയ സന്തോഷമാണ്. ആരെങ്കിലും ഒരാൾ കേട്ടാൽ മതിയല്ലോ ഇവിടുന്ന്. ആ ക്യാമറക്കാർ നിങ്ങൾക്ക് തരും ആ വീഡിയോ. എല്ലാവരും ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് മൊബൈലുകളൊക്കെ സൈലൻറ്റ് മോഡിലിട്ട് ഒരു കുറച്ച് സമയം നമുക്ക് സംസാരിക്കാം. ആ നിസ്കാരം വരുന്ന സമയത്ത് നമുക്ക് പോയിട്ട് നമുക്ക് നിസ്കാരത്തിന് പോകാം. അപ്പോൾ അതുകൊണ്ട് മകേഷിൻ്റെ വര ഇവിടെ തീരുന്നില്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ്. കാരണം ഞങ്ങൾ എവിടെ പോയാലും ഒരു 10 പേര് ഞങ്ങളുടെ ശബ്ദം കേൾക്കാനുണ്ടെങ്കിൽ വലിയ സന്തോഷമാണ്. പക്ഷെ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് സഹോദരിമാരിരിക്കുന്നുണ്ട്, ഒരുപാട് സഹോദരന്മാരിരിക്കുന്നുണ്ട്, ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ വിഷ്വൽ മീഡിയാസ് അവർ ഈ വിഷ്വൽസ് ഇനി വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ ഇത് പ്രചരിക്കും. ഒരുപാട് കമൻറ്റുകൾ അതിനകത്ത് വരും. ആ കമൻറ്റ് വരുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയോ മറ്റ് അധികാര പദവിയിലിരിക്കുന്നവരൊക്കെ അവഹേളിക്കുന്ന കമൻറ്റുകളൊക്കെ വന്നാൽ അതിൻ്റെ അഡ്മിൻ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷയാണ്. കാരണം ഞങ്ങൾ ഒക്കെ രണ്ടുപേരും ജോലി ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് ശമ്പളം വാങ്ങി മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും നല്ല സന്തോഷത്തിൽ മുൻപോട്ടുള്ള ഈ ചർച്ചകൾക്ക് കൊണ്ടുപോകാം. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ മാത്രമല്ല സംസാരിക്കുന്നത്, ഞാനും നിങ്ങളും തമ്മിലൊരു ചർച്ചയാണ് നടക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് വർത്തമാനം പറച്ചിലിനാണ് ഇവിടെ നമ്മൾ പറയാൻ പോകണം. വർത്തമാനം പറച്ചിൽ കേട്ടോ. കുറേ പേര് കോഡ്ലെസ് മൈക്കുണ്ട്, മകേഷ് തരും. അങ്ങനെ ചില സംശയങ്ങൾ അങ്ങോട്ടും ചോദിച്ച് ചില അംശം അങ്ങോട്ടും പറഞ്ഞ് ചില വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി നമ്മുടെ ആശങ്കകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയിൽ പങ്കുവെച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം പ്രകാശം പരത്തുന്ന യുവത്വങ്ങൾ എന്ന് പറയുന്ന ക്യാപ്ഷൻ ഇവിടെ തുടങ്ങുകയാണ്. അപ്പം മകേഷിൻ്റെ വരയുടെ അവസാന നിമിഷമാണ്. ഇതിനകത്ത് മകേഷിൻ്റെ ചിത്രത്തെക്കുറിച്ച് ആശയം പങ്കുവയ്ക്കാൻ നിങ്ങൾക്കും അവസരമുണ്ട്. ഈ വേദിയിൽ വന്ന് മകേഷ് വരച്ച ചിത്രം എന്താണെന്ന് പറയാനുള്ള ഒരവസരം കൂടെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം വാക്കും വരയും ഒരിക്കലും അവസാനിക്കുന്നില്ല. ഞാനും മകേഷും ഒരു 17 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടക്കുന്ന് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ മകേഷ് അവിടെ ചിത്രപ്രദർശനം വന്നായിരുന്നു, അവിടെ ചിത്രം വരയ്ക്കാൻ. അങ്ങനെ ആ ചിത്രപ്രദർശനം കാണാൻ പോയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. അവിടെ എന്തുകൊണ്ട് എനിക്ക് തോന്നി, എന്തുകൊണ്ട് എൻ്റെ വാക്ക്, എൻ്റെ സംസാരവും മകേഷിൻ്റെ വരയും എന്തുകൊണ്ട് യോജിപ്പിച്ചുകൂടാ. അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ടാണ് 2 സർക്കാർ ഉദ്യോഗസ്ഥർ വാക്കും വരയും എന്ന് പറയുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിനകത്തും വിദേശത്തും ആയിട്ട് ഏകദേശം 3050ഓളം വേദികൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. 758 പേരെയാണ് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരികെ വരില്ല എന്ന് പറഞ്ഞ 758ഓളം പേരെയാണ് ജീവിതത്തിലേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത്. മഞ്ചേരിയിലെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കലാപതി എന്ന വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കോഴിക്കോടിലെ മഞ്ചേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവിടുത്തെ പല സൈക്കാട്രിസ്റ്റുകളും കൗൺസിൽ ഡോക്ടേഴ്സുമായിട്ടുള്ള നിരന്തര ഇടപെടലുകളും, മലപ്പുറം ജില്ലയിലെ ടോമോ കെയർ എന്ന് പറയുന്ന നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരുടെ സ്നേഹസമ്പന്നരുടെ ഇടപെടലൊക്കെ കൂടിക്കൊണ്ട് ഞങ്ങൾ മറ്റു പല ഭവനങ്ങളിലും ആശങ്കപ്പെടുന്ന മദ്യപാനത്തിൻ്റെ ലഹരി ദുരന്തങ്ങൾ അനുഭവപ്പെടുന്നവരുടെ വീടുകളിൽ അവിടെ പോയി അവരെ കൂട്ടിക്കൊണ്ടുപോയി സ്നേഹത്തോടെയും ബലമായിട്ടും ഒക്കെ കൂട്ടിക്കൊണ്ടുപോയി ലഹരിയിൽ നിന്ന് എന്നേക്കുമായി സ്വസ്ഥ ജീവിതത്തിലേക്ക് നയിക്കപ്പെടാൻ സാധിച്ചതിൻ്റെ ഒരു കണക്കാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്.
ആ കണക്കിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഗിന്നസ് ബുക്കിൽ എൻ്റെയും മകേഷിൻ്റെ പേരുകൾ 2023 എഴുതി ചേർത്തത്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കണക്കിനെ പെരുപ്പിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല. ഒരുപക്ഷെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ജീവിതത്തിൽ. ഒരുപക്ഷെ കോട്ടിക്കുളം എന്ന് പറയുന്ന ദേശത്തിനകത്ത് ഈ മൊഗാമുറൂസിൻ്റെ പരിപാടി നടക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം, ഈ ലോകം നേരിടുന്ന ദുരന്തം എന്ന് പറയപ്പെടുന്നത് 2 കാരണത്തിലാണ് ഈ ലോകം ഇന്ന് ദുരന്തം നേരിടുന്നത്. ഒന്ന് സൈബർ അഡിക്ഷൻ, മറ്റൊന്ന് ഡ്രഗ് അഡിക്ഷനുമാണ്. സൈബർ അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷനുമാണ് ഈ ലോകം നേരിടുന്ന 2 ദുരന്തങ്ങൾ. ഈ ദുരന്തത്തിനെതിരെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പം ഒരുപക്ഷെ ഇതുവരെയും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാൽ ഇനി മുതൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതാണ് ഒരു ചർച്ച. അപ്പം അതുകൊണ്ട് ലഹരിക്കെതിരെ ഞാൻ ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം നമുക്കെല്ലാവർക്കും മനസ്സിൽ സൂക്ഷിക്കാം. അല്ലെങ്കിൽ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വാട്ട് ക്യാൻ ബി ഡൺ നൗ? ഈ ഒരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിലിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, എന്താണ് ലഹരി എന്ന വാക്യം ചോദിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ചർച്ച തുടങ്ങാൻ പോകുന്നത്. സത്യത്തിൽ എന്താ ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ് ലഹരി? ഞാൻ പറഞ്ഞു, ഇതൊരു വർത്തമാനം പറച്ചിലാണ്. ഇത് മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്താനം പറയണം. ശരിക്കും എന്താണ് ലഹരി? മേഷ്മ, വളരെ സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ. ചരിത്രപ്രസിദ്ധമായ കോട്ടിക്കുളം മഖാം ഉറുസ് വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം എൻ്റെ പ്രിയപ്പെട്ടവർ. കാരണം ലഹരിക്കെതിരെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതൊരു വലിയ ലഹരിയാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ ലഹരിക്കെതിരെയാണ് എനിക്കും എൻ്റെ പ്രിയ സുഹൃത്തിനും നിങ്ങളോട് പറയാനുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് പുറത്തുമായി, രാജ്യത്തിന് പുറത്തുമായി ഞങ്ങളാൽ കഴിയുന്നത് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മണ്ണിൽ വരാൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ട്. 3035ാമത്തെ ചിത്രമാണ് കോട്ടിക്കുളത്തിൻ്റെ മണ്ണിൽ ഇന്ന് വരയ്ക്കുന്നത്. ഇങ്ങനെയൊരു പരിപാടിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച സംഘാടകരെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല. കാരണം ലഹരിക്കെതിരെയുള്ളൊരു പരിപാടി ഈ ഒരു സെക്ഷനിൽ നടത്താൻ മനസ്സ് കാണിച്ചതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് അഭിനന്ദനങ്ങൾ, നന്ദി അർപ്പിക്കുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് മുഴുവനും എൻ്റെ ചിത്രങ്ങളിലൂടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ലഹരിയുടെ ദുരന്തത്തിന് എതിരെയാണ് ഞാൻ ഇന്നത്തെ ചിന്തയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ക്യാൻവാസിലൂടെ രേഖപ്പെടുത്തിയത്. ഇനി ലഹരിയുടെ ദുരന്തത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫിലിപ്പ് മമ്പാട് നിങ്ങളോട് ആഴത്തിൽ സംസാരിക്കും. വാക്കും വരയും എന്ന പരിപാടി ഞങ്ങൾ നടത്തി പോരുന്നുണ്ട്. ഒരുപാട് അംഗീകാരങ്ങളും അവാർഡുകളൊക്കെ ഞങ്ങൾക്ക് തേടി എത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾക്ക് വളരെ വലിയ സന്തോഷം തന്നെയാണ്. ഒരു 754ഓളം പേരെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും വലിയ അവാർഡും ഗിന്നസും. ആരെങ്കിലും ഒരാളെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാനുള്ള യാത്രയിലാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ. നിങ്ങൾക്കും ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, കലയിലൂടെ ആവാം, ചിത്രത്തിലൂടെയാകാം, വാക്കിലൂടെയാകാം, വരയിലൂടെയാകാം. എന്താണോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം ചെയ്തിരിക്കണം. കല സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ആവണം. എന്നാൽ കഴിയുന്നത് ഞാൻ എൻ്റെ ചിത്രങ്ങളിലൂടെ ചെയ്തു പോരുന്നു. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വരച്ചും പറഞ്ഞും പോരുന്നത്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടാകണമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകിയ സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് നന്ദി, അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ലഹരിയില്ലാത്ത ഒരു സമൂഹത്തിനു വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ഇത്രയും മാത്രം എൻ്റെ ഈ എളിയ വാക്ക് ഇവിടെ ഞാൻ
പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. സ്റ്റോപ്പ് ഡ്രഗ്സ്, സേവ് ലൈഫ്. മകേഷ് എന്ന കലാകാരന് തൻ്റെ തൂലിക കൊണ്ടാണ് ഈ സന്ദേശങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അപ്പം വര ഇവിടെ തുടരും, വാക്ക് ഇവിടെ തുടങ്ങുകയാണ്. നമുക്കിനി നിസ്കാരത്തിൻ്റെ സമയമായി. അപ്പം നമുക്കെല്ലാം ഒരുപക്ഷെ നിസ്കാരത്തിന് ശേഷം നിങ്ങളെല്ലാവരും പെട്ടെന്ന് കൂടി തിരിച്ചു വന്ന് ശേഷം വീണ്ടും നമ്മുടെ ഈ ചർച്ച തുടരും. അപ്പോൾ അതിന് ആയി നമുക്കെല്ലാവർക്കും നിസ്കാരത്തിന് പോകാൻ ശ്രമിക്കാം. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സെഷൻ നമുക്ക് ബ്രേക്ക് ചെയ്യാം. ശരിക്കും എന്താണ് ലഹരി? എന്താണ് ലഹരി? മകേഷേ, കോട്ടിക്കുളത്ത് ആർക്കും സംസാരിക്കാൻ പറ്റാത്തവരാന്ന് തോന്നണോ? ഇല്ലേ? ലൈവ് പോകുന്നുണ്ട് കേട്ടോ, ലൈവ് പോകുന്നുണ്ട്. എന്താ ലഹരി എന്നാ ചോദിച്ചത്? ആ, വികാരമാണ് ലഹരി. വെരി ഗുഡ്. വേറെന്താ? വെരി ഗുഡ്, നല്ലൊരു ആൻസറാണ്. വികാരമാണ് ലഹരി. വേറെ? ലഹരി എന്ന് പറഞ്ഞാൽ തെറ്റാണോ? ലഹരി എന്ന് പറഞ്ഞാൽ തെറ്റാണോ? തെറ്റാണോ? അല്ല. ലഹരി എന്ന് പറഞ്ഞാല് നല്ലതാണോ ചീത്തയാണോ? നല്ലതല്ല, ചീത്തല്ല, അടിമപ്പെടലാണ്. അടിമപ്പെടൽ. പേരെന്താ? നൗഷാദ്. ഒരു മുട്ടായി കൊടുക്കും, നല്ല ചോക്ലേറ്റ് കൊടുക്കും മകേഷേ, പ്ലീസ്. ദാ ഓടിവാ, അങ്ങോട്ട് ഓടിവാ. ഇത് കണ്ടാൽ ചെറിയ സമ്മാനം, പക്ഷെ നല്ല ക്യൂട്ടായിരുന്നു, നല്ല ചോക്ലേറ്റ് കേട്ടോ. ഞങ്ങൾ പൊതിഞ്ഞ് വൃത്തിയാക്കി ചെയ്യാണ്. കൊടുക്കൂ, ചോക്ലേറ്റ് കൊടുക്കും. ഇറ്റ്സ് ഓക്കെ, താങ്ക് യു. പേരെന്താ പറഞ്ഞേ? നൗഷാദ് പള്ളിക്കുന്നേര്. ഓ, ഒരുപാട് സന്തോഷം നൗഷാദ്, താങ്ക് യു. അപ്പോൾ ലഹരി എന്ന് പറഞ്ഞാൽ നൗഷാദ് പറഞ്ഞത് അടിമപ്പെടല, നല്ലതുമല്ല ചീത്തയല്ല, അല്ലേ? എന്നാൽ അദ്ദേഹം പറഞ്ഞ അവസാനം അടിമപ്പെടല എന്നാ പറഞ്ഞത്. ഞങ്ങൾ പാലക്കാട് ക്ലാസ് എടുത്തപ്പോൾ ഒരു കുഞ്ഞു പയ്യൻ ഇങ്ങനെ ഈ ആദ്യ സമ്മാനം കൊടുത്തു, രണ്ടാമത് സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തെങ്കിലും പറയണമെന്ന് വെച്ചിട്ട് അവൻ ആ നിക്കറൊക്കെ കൊണ്ട് പൊക്കി. ഒരു കോളനിയിലാണ് ക്ലാസ് എടുക്കണേ, ആ മൂക്കൊക്കെ തുടച്ചിട്ട് പറഞ്ഞു പൂസായി വരുന്നതാണ് ലഹരി പറഞ്ഞു. പൂസായി വരുന്നതാണ് ലഹരി എന്ന്. അപ്പോൾ അടുത്തൊരു അമ്മ കേട്ടിട്ട് പറയാണ്, അമ്മ എന്താ ലഹരി ചോദിച്ചപ്പോൾ അമ്മ പറയാ, എൻ്റെ പൊന്നു മക്കളെ, അതൊക്കെ കാണണമെങ്കിൽ വൈകുന്നേരം വീട്ടിൽ കൊന്നു വന്നാൽ മതി, അപ്പോൾ കാണാൻ എന്താ ലഹരിയെന്ന്. നമ്മുടെ മൂത്ത മകനുണ്ട് ഗോപാലൻ, വെള്ളം ഒഴിച്ച് വന്നിട്ട് എൻ്റെ പറഞ്ഞ് വഴക്കുണ്ടാക്കണ അമ്മയ്ക്ക് ലഹരി, അല്ലേ? അപ്പോൾ എന്താണ് ലഹരി? ശരിക്കും എന്താ ലഹരി? ഈ ലഹരി എന്ന് പറയുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ കേൾക്കേണ്ട ഒരൊറ്റ മനുഷ്യനും ഇവിടില്ല. ഇവിടെ എല്ലാം ബോധമുള്ളവരാണ്, ഇവിടെ എല്ലാം ബോധ്യമുള്ളവരെ എന്തൊരു ലഹരിയെക്കുറിച്ച് ഞങ്ങൾ ഇവിടെ സംസാരിക്കണം. പക്ഷേ ഇതൊക്കെ കേൾക്കേണ്ട ആളുകളൊക്കെ അവിടെയൊക്കെ ഏതെങ്കിലും ഈ സമയത്ത് തെങ്ങും തോട്ടത്തിലും ബീവറേജിന്റെ വരിയിലും ഒഴിഞ്ഞ ബിൽഡിങ്ങിനകത്തും, അല്ലേ, പുഴയുടെ കരയത്തും പൊന്തക്കകത്ത് അച്ചാറൊക്കെ ല്ലേ ഓരോ ക്ലാസ്, പിന്നെ ഞങ്ങൾ കുറെ കേട്ട ക്ലാസ്, അല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നൊരിടത്ത് പോയിട്ടാ ഞങ്ങൾ സംസാരിക്കേണ്ടത്. ഇവിടെ എല്ലാം സുബോധമുള്ള, നല്ല ദീനി സ്വഭാവമുള്ള, ഒരുപാട് മതവിശ്വാസ സംഹിതകളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന പവിത്രമായ കോട്ടിക്കുളത്തെ ദേശക്കാരാ മുൻപിലും ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരൊക്കെ. ഇവിടെയൊക്കെ ഞങ്ങൾ എന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, ഒരുപാട് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അധ്യാപകരുണ്ട്, ഒരുപാട് മതവിശ്വാസ സംഹിതയെ കൊണ്ട് നടക്കുന്ന മേലധ്യക്ഷന്മാരുണ്ട്, ഒരുപാട് ടീച്ചേഴ്സുണ്ട്, നല്ല വീട്ടമ്മമാരുണ്ട്, ഒരുപാട് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകൾ പ്രവർത്തിയെടുക്കുന്ന ആളുകളെല്ലാം ഉണ്ട് ഇവിടെ. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ലഹരിക്കെതിരെ. ഒരുപക്ഷെ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തിയല്ല ഇവിടെ സംസാരിക്കുന്നത്, മകേഷ് ചിത്രം എന്ന വ്യക്തിയല്ല ഇവിടെ സംസാരിക്കുന്നത്. നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റിയുടെ 850ഓളം പേര് വരുന്ന ട്രെയിൻ കിട്ടിയ, അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ സ്വായത്തമാക്കിയ കുറച്ച് ആളുകളിൽ ഒരുവനാണ് ഞാനും മകേഷും ഒക്കെ. ഈ ലഹരി പദാർത്ഥങ്ങൾ, ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിനെ കുറിച്ച് പൊതുവേദിയിൽ സംസാരിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്താണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നത്. ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ച് പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളുണ്ട്. കാരണം കുട്ടികൾ ഇത് കേൾക്കും. കുട്ടികൾ നിഷ്കളങ്കരാണ്, അവർ അത്ഭുതങ്ങൾ ഇതിഹാസങ്ങളൊക്കെ തേടി പോകുന്നവരാണ് കുട്ടികൾ. ഒരുപക്ഷെ പല കുട്ടികളും കൗൺസിലും അത് പറയുന്നുണ്ട്, എങ്ങനെയാണ് മോനെ നീ ഇതിന് അടിമപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയാറുണ്ട്, ഞാനൊരു ക്ലാസ്സിൽ ഇങ്ങനെ കേട്ടതാണ്, എ എന്ന ഗുളികയും ബി എന്ന ഗുളികയും കയ്യിൽ വെച്ചിട്ട് ചെറുനാരങ്ങയുടെ നീരിങ്ങോട്ട് ഉറ്റിച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് നക്കിയ ഏറ്റവും വലിയ ഡ്രഗാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതൊരാൾ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ കേട്ടതാ സാറേ എന്നാ പറഞ്ഞു. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ ഞങ്ങളോട് ചോദിക്കുകയാണ്, ഒരു കുട്ടി, സാറേ ആ എ എന്ന് പറഞ്ഞ ഗുളിക ഏതാണ്, ആ ബി എന്ന് പറഞ്ഞ ഗുളിക ഏതാണെന്ന്.
എ എന്ന് പറഞ്ഞ ഗുളികയും ബി എന്ന് പറയുന്ന ഗുളികയും ഏതാണെന്ന്. കാരണം അവനിലൊരു അന്വേഷണ തുരത ആ കുഞ്ഞിന് ഉള്ളിലുണ്ട്. പറഞ്ഞു വരുന്നത് കുട്ടികളെല്ലാം അവരുടെ റോൾ മോഡൽ, അവരുടെ ബ്രാൻഡ് അംബാസഡർമാരുടെ പ്രവൃത്തികളെ അവർ സ്വീകരിക്കും. ആ കുഞ്ഞിന്റെ റോൾ മോഡൽ ആരാണ്? ഒരു മകൻ വളർന്നു വരുമ്പോൾ അവന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അവന്റെ അച്ഛനാണ്, ഉപ്പയാണ്, അവന്റെ ഏട്ടനാണ്, അവന്റെ അടുത്തുള്ള ഒരു അയൽവാസിയാണ്, ഇന്റെ കുഞ്ഞാക്കയാണ്, ഇന്റെ കാക്കുവാണ്, ഇന്റെ മൂത്താപ്പാന്റെ മോനാണ്. പലരും പറയും അവന്റെ ഏട്ടനെ പോലെ അവന് അതേപോലെ വൃത്തിയാ, അതേപോലെ അവന്റെ ബെഡ്റൂമൊക്കെ വൃത്തിയാക്കി വെക്കും. എല്ലാം ഓനെ കണ്ട് അവൻ പഠിക്കണേ. ഓന്റെ ഉപ്പനെ പോലെ അവനെ, ഓന്റെ ഉപ്പാന്റെ സ്നേഹം അവന്, ഓന്റെ ഉപ്പാന്റെ ദേഷ്യം അവന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഉപ്പയുടെ കയ്യിൽ സിഗരറ്റ് എരിഞ്ഞാൽ മകന്റെ കയ്യിൽ സിഗരറ്റ് എരിയും. ആ മകനെ നേർവഴിക്ക് നയിക്കാൻ ആ ഉപ്പയ്ക്ക് അവകാശമില്ല. ആ ഉപ്പയുടെ കയ്യിൽ വെറ്റില വെച്ച് ചുണ്ണാമ്പ് തേച്ചാൽ ആ മുറുക്കുന്ന മകനെ തിരുത്താൻ ഉപ്പയ്ക്ക് അവകാശമില്ല. ഒരുപക്ഷെ ഉപ്പയുടെ കയ്യിൽ 2 GB 4 GB ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഉപ്പയെ മക്കൾക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ, മകളെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഭാര്യയുടെ ശബ്ദം കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഉപ്പയ്ക്ക് ഫോൺ വെക്കടാ നിലത്തൊന്ന് പറയാനുള്ള അവകാശമില്ല. വീട്ടിനകത്ത് വരുമ്പോ ആ ഫോൺ കുറച്ച് സമയത്തിന് മാത്രം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉപ്പയാണ് നിങ്ങളെങ്കിൽ, ഒരു അച്ഛനാണ് ഞാനെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ആയിട്ട് സമ്പാദിക്കാനാണ് വലിയ ഇഷ്ടം. കാരണം കുട്ടികൾ നാളെയുടെ വരദാനങ്ങളാണ്. മക്കളെ എന്ന് വിളിച്ചാൽ എത്ര പേര് വിളിവെക്കാനുള്ള മക്കളുണ്ടെന്ന് അറിയില്ല. എന്നിരുന്നാലും ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഈ തെങ്ങ് എന്ന് പറയുന്ന വൃക്ഷമുണ്ടല്ലോ, തെങ്ങ്, ഈ തെങ്ങ് ആടുന്നത് എന്തുകൊണ്ടാണ് ശരിക്കും? കാറ്റുള്ളത് കൊണ്ടാണ് തെങ്ങ് ആടുന്നത്. അപ്പം ഞങ്ങൾ കൊച്ചിയിലൊരു പ്രോഗ്രാം നടന്നപ്പം, അവിടെ വൈപ്പിലൊരു പ്രോഗ്രാം നടന്നപ്പോൾ അവിടെ ചോദിച്ചു, തെങ്ങ് എന്തുകൊണ്ടാണ് മോനെ ആടുന്നത്? അപ്പോൾ ചെറിയ ഒരു കുഞ്ഞ് പറഞ്ഞു, കള്ളുള്ളതുകൊണ്ടാണ്. കള്ള് ഉള്ളത് കൊണ്ടാണ് തെങ്ങ് ഇങ്ങനെ ആടണേ ഇങ്ങനെ അല്ലേ? കുട്ടികളെപ്പോഴും അങ്ങനെയാണല്ലോ, കുഞ്ഞുങ്ങൾ. അപ്പോൾ തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ലഹരി ഉള്ള പാനീയമുണ്ട്. എന്ന് നമ്മൾ പറഞ്ഞ പാനീയം ഏതാ? അത് കുടിച്ചാൽ പൂസാവും, കള്ള്. എന്നാൽ തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ലഹരി ഇല്ലാത്തൊരു പാനീയമുണ്ട്. എന്നറിയുമോ? തെങ്ങുള്ളോ? കരിക്കുള്ളോ? അല്ല. ഈ തെങ്ങിൻ്റെ കൂമ്പ് ചെത്തുന്നത് പോലെ ചെത്തിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ദ്രാവകമാണ്, അതിന് ലഹരിയില്ല. അത് ലഹരിയില്ലാത്തൊരു പദാർത്ഥമാണ്. നിർഭാഗ്യവശാൽ നമ്മളാരും അത് ഉപയോഗിക്കുന്നില്ല. വിദേശത്തേക്ക് കയറ്റിവിടുന്ന ഒരു ധാതുസമ്പുഷ്ടമായ ഒരു പാനീയമാണ്. എന്താണ് അതിൻ്റെ ശാസ്ത്രീയ നാമം? എന്താണ്? സമ്മാനം കൊടുക്കല്ലേ? സമ്മാനം തരും. കരിക്കുമ്പോൾ എന്ന് പറഞ്ഞു. തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്നത് ചക്കര ഉണ്ടാക്കുന്നല്ല. അല്ല. നിളയോ മീരയോ? ശരിക്കണ്ട് പറയണം. മീരയല്ല, നിളയുമല്ല. ആരാ പറഞ്ഞേ? ഇവിടെ ആരാ പറഞ്ഞത്? നീര. ഉത്തരം ശരിയാണ്. ശരിയാ, നീര. ഓക്കെ, ഒരു സമ്മാനം തരാം. ബാ, ഓടിവാ. നീര. തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ധാതു സമ്പുഷ്ടമായ ഒരു പാനീയമാണ്. ലഹരിയില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ആ ചോദ്യം ചോദിച്ച ശേഷം വീണ്ടും നമുക്ക് കാര്യത്തേക്ക് വെറുതെ ആളുകൾ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തുറന്നു. പോലീസ് ഉദ്യോഗസ്ഥരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും വാഹന പരിശോധനയൊക്കെ നടത്തുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തി മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ ഉച്ഛ്വാസവായു, നമ്മുടെ ബ്രീത്തിൻ്റെ അനലൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്ന 2 ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഈ ഇലക്ട്രോണിക്സ് ഡിവൈസിൻ്റെ ശാസ്ത്രീയ നാമം? എന്താണ്? PSC ചോദിക്കുന്ന ചോദ്യം കൂടിയാണ് കേട്ടോ. സൗണ്ട് ഇല്ലല്ലോ മൈക്ക്. സഹോദരിമാർക്ക് ഉത്തരം പറയാം. മക്കളെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ മതി, കുഞ്ഞുങ്ങളെ.
എന്താണ് പോലീസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്ന മദ്യപിച്ചിട്ടുണ്ടോ ഡ്രൈവർ എന്ന് പരിശോധിക്കുന്ന ആ യന്ത്രത്തിന്റെ പേരെന്താ? ഈ ഡിവൈസിന്റെ പേരെന്താ? AI ക്യാമറ. എൻ്റെ പൊന്നുമോൻ്റെ പേരെന്താ? അഹ്മാൻ അർമാൻ മുഹമ്മദ്. ഡോക്ടർ അർമാൻ മുഹമ്മദ്. വെരി ഗുഡ്. നല്ല മറുപടി പറയുന്നുണ്ട് അല്ലേ മകേഷേ? അതെ അതെ. അവന് തെറ്റുമെന്ന പേടിയൊന്നുമില്ല. അതാണല്ലേ അവനിങ്ങനെ ചിന്തിക്കുക, കുഞ്ഞ് മസ്തിഷ്കം ഇങ്ങനെ ചിന്തിക്കുക. അപ്പൊ ചിന്തിക്കുന്നതിന് ഉത്തരം ഇങ്ങനെ പറയുക അവിടെ ഇരുന്നുകൊണ്ട്. അത് നല്ലൊരു ചിന്തയാണ് കേട്ടോ. ക്യാമറ അല്ല മോൻ, എന്നാലും മോൻ പറഞ്ഞതൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുമോനെ അഭിനന്ദിക്കുന്നുണ്ട്. ഒന്നും കൂടെ നമുക്കിനി വരുമ്പോൾ കേൾക്കാം. ഈ പറഞ്ഞ ചോദ്യത്തിൽ തന്നെ ഒരു ഉത്തരവുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഈ ക്ലാസ്സിനകത്തില്ലാതെ കുറച്ച് കൂടെ ക്രൗഡ് ആയിക്കോട്ടെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. ശരിക്കും എന്താണ് ഈ ഇലക്ട്രോണിക്സ് ഡിവൈസിന്റെ പേരെന്താണ്? ഏത്? ബ്രീത്ത് അനലൈസർ. ആരാ പറഞ്ഞേ? ഊതിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഉത്തരം ശരിയാണ്. കണ്ടാ അറിയാം മനുഷ്യനെ. അതൊന്നും ഉപയോഗിക്കാത്ത ആളാണ്. സുന്ദരനായ ആളാണ്. താടിയൊക്കെ വെച്ചു. അങ്ങോട്ട് വാ, സമ്മാനം തരാം. വാ. ഇത് സമ്മാനം ചെറുതൊന്നുമല്ല കേട്ടോ. ഇത് വില കൂടിയ ചോക്ലേറ്റ് ആണത്. കാഡ്ബറിയുടെ ചോക്ലേറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. പൊതിഞ്ഞ് തരികയാണ് കേട്ടോ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ബ്രീത്ത് അനലൈസർ അത് ഊതുന്ന ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ്. ഇത്രയും വലിപ്പമുള്ള മെഷീനാണ്. അതിനകത്ത് തന്നെ പ്രിൻ്ററുണ്ട്, ഒരു ചെറിയ കുഴലുണ്ട്. ഓരോരുത്തർ ഊതുമ്പോൾ കുഴലെടുത്ത് മാറ്റും. പേരെന്താ? അഹമ്മദ്. എന്ത് ചെയ്യുന്നു? ഞാൻ ദുബായിൽ. എന്താ ബിസിനസ്? എന്താ ബിസിനസ്? സൂപ്പർ മാർക്കറ്റ്. അവിടെ എത്ര വർഷമായിട്ട് ദുബായിൽ? 7 വർഷം. ദുബായിൽ എവിടെയാ? ഷാർജയിൽ എവിടെ? കാസ്മിയ തന്നെയാണ് തങ്ങണേ. ഞങ്ങൾ അജ്മാനിലും കാശ്മീരിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട് 17-ന്. ഓക്കെ. അപ്പോൾ ഇപ്പം തങ്ങുന്നയുടെ റൂമിൽ എത്ര പേരുണ്ട്? റൂമിൽ എത്ര പേരുണ്ട്? റൂമിൽ 12 പേര്. എത്ര പേര് വിവാഹിതരാണ് അതിനകത്ത്? അറിയില്ല, വേണ്ട. മോൻ്റെ പേര് പറഞ്ഞത്? അഹമ്മദ്. എത്ര വയസ്സുണ്ട്? 26 വയസ്സ്. വിവാഹം കഴിക്കാനൊക്കെ താല്പര്യമുണ്ടോ? കഴിച്ചോ? മതി. ഓക്കെ. മക്കള്? ഇല്ല. ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്? വീട്ടില്. ഓക്കെ. ഇത്തിരി നല്ലൊരു പരിപാടിയാണ്. അപ്പോ കണ്ടാൽ ആ മുഖത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് സത്യസന്ധ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. സമ്മാനം ആരാ കൊടുക്കണേ? കൊടുത്തു. ഓക്കെ, താങ്ക് യു. ഒരു കയ്യടി കൊടുക്കട്ടോ. നല്ല കയ്യടി കൊടുക്കണേ. അപ്പോൾ നമുക്കിനി കാര്യത്തിലോട്ട് കിടക്കാം. അതിനു മുമ്പ് വേണം ഒരു ചോദ്യം കൂടെ ചോദിക്കാമല്ലോ മകേഷേ? ഒന്നുകൂടി ചോദിക്കാം. ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മകേഷ് തരുണമാണ്. അദ്ദേഹത്തിൻ്റെയാണ് ഈ ചോദ്യ സെക്ഷന്. മകേഷിനെ ചോദിക്കുന്നത് ചോദ്യം ചോദിക്കും. മദ്യപാനം നമ്മുടെ ശരീരത്തെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? മദ്യപാനം നമ്മുടെ ആദ്യം ഇവിടെ പറഞ്ഞത്. എന്നാലും ഒരു സമ്മാനം കൊടുത്തതല്ലേ? കൊടുക്കാം. ഒരു കയ്യടി കൊടുത്തോ ഒഴിവാക്കി. അതെ. അവൻ നൗഷാക്ക് ഒരു കയ്യടി തന്നിട്ട് ഒരു കയ്യടി കൊടുക്കാം. എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് പാസിംഗ് ഉത്തരം. ഇനി ഉത്തരം ശരിയാണ്. പുകവലി അല്ലേ? അത് ചോദിച്ച പക്ഷേ പുകവലി നമ്മുടെ ശരീരത്തെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? സ്പോഞ്ച് പോലെയാണ് ഒരു ശരാശരി പുകവലിക്കാരന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പൂക്ക. എന്നാൽ പുകവലി മൂലമുണ്ടാകുന്ന മാരക രോഗവേദ? അതെ, ക്യാൻസർ. ഏത് തരം ക്യാൻസർ? അതാണ് പറയണ്ടേ. ഏത് തരം ക്യാൻസർ? ആരാ പറഞ്ഞേ? വെരി ഗുഡ്. ആ ചുമന്ന ടീഷർട്ട് സുന്ദരക്കുട്ട അങ്ങോട്ട് ഓടിവാ. ശ്വാസകോശ സംബന്ധമായ ക്യാൻസർ. ശ്വാസകോശം സ്പോഞ്ച്. അതാണ് നമുക്ക് പുകവലി തരുന്നത്. പേരെന്താ? മൈക്ക് കൊടുത്തേ. ഡോക്ടർ ഇഷാൻ. ഡോക്ടർ മുകളിലൊക്കെ പോകുന്ന ആളാ കേട്ടോ. ഇതൊരു IAS ലുക്കൊക്കെ ഉണ്ട് ഇവനെ കണ്ടിട്ട് കേട്ടോ. ഉപ്പയുടെ പേരെന്താ? ആരിഫ്. ഉമ്മയുടെ പേരോ? ആരിഫിന്റെയും സൂറയുടെയും സീമന്തപുത്രൻ. എത്ര മക്കളാ നിനക്ക്? എത്ര മക്കളാ? നിനക്കില്ല മക്കളാണോ? ശരി, വേണ്ട. നിങ്ങൾ എത്ര മക്കളാ? 4 മക്കളില് ഏറ്റവും ചെറിയ കുഞ്ഞാണ്. മിടുക്കൻ അല്ലേ? മിടുക്കനാണ്. ഈ ക്ലാസ് കേൾക്കാനായിട്ട് അവനോട് ഒന്ന് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഉത്തരം പറഞ്ഞത് കണ്ടോ? പുകവലി, ലങ്സ് ക്യാൻസർ. ലങ്സിനകത്ത് ക്യാൻസർ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ മകന് സമ്മാനം കൊടുക്കുന്നത് ആരാന്നറിയാമോ? ഫിലിപ്പമ്പാടും മകേഷ് ഉത്തരണം കൂടെ കൂടിയിട്ടാണ് കൊടുക്കാൻ പോണേ അല്ലേ? താങ്ക് യു. മോൻ എന്തെങ്കിലും പറയാനുണ്ടോ? മോനെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ഈ പരിപാടിയെ കുറിച്ചോ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു വാക്ക് പറയും. മിടുക്കനാ. ഈ സംഘാടകർക്ക്, റൂസിന്റെ സംഘാടകരോട് എന്താ പറയാനുള്ളത്? പറഞ്ഞോ. വരട്ടെ.
വേണ്ട, നമുക്ക് പരിപാടി തുറന്ന സമയത്തിന് ഈ മോനെ പോലെ 5 പേര്, ഇവന്റെ ഒപ്പമുള്ള കൂട്ടുകാർക്ക് 5 പേർ കൊണ്ട് ഓടി വരാം. സമ്മാനം തരാം, വെറുതെ സമ്മാനം തരും. ഓടിവാ 5 പേര്. ഈ ശ്വാസകോശത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം നോക്കാൻ 5 പേര്, കുറച്ച് വലിയ ആൾക്കാർ വന്നാലും മതി. 1 2 മോനെ വാ, ഓടി 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 വാ. 5 പേര്, 1 2 3 4 5 പേര് വേണം. 6 ആളായോ? എന്നാ മോനെ വാ, ഓടി വാ. ഇങ്ങനെ വരിക്കുന്നത് പെട്ടെന്ന് നിന്നേ നോക്കട്ടെ. ഒരു അടുത്ത പൊക്കമുള്ള ആൾ ഇവിടെ നിന്നേ. ആ പച്ച ഇപ്പുറത്ത് വന്നേ, പച്ച ഗ്രീൻ ഇപ്പുറത്ത്. ദെൻ ഫസ്റ്റ് റെഡ്, ദെൻ സെക്കൻഡ് ഗ്രീൻ, ദെൻ ഓൾ ഓഫ് യു. ഓക്കെ, വൈറ്റ്. ഓക്കെ ഓക്കെ. മോൻ്റെ പേരെന്താ? ഫസ്റ്റ് നെയിം ഇഷാൻ കുട്ടി. ഇവിടെ മൈക്ക് മഹേഷ്, മൈക്ക് കൊടുക്കും കുട്ടിക്ക്, മൈക്ക് കൊടുക്കും. അർമാൻ മുഹമ്മദ്. അപ്പുറത്ത് ഹസൻ, മുഹമ്മദ് ആദിൽ, അബ്ദുള്ള, ഹുസൈൻ. ഈ നിൽക്കണൊക്കെ ബുദ്ധിജീവികളാട്ടോ, ബുദ്ധിസ്റ്റുകളാണ്. ഇവരൊക്കെ തലയും ചെവിയൊക്കെ കണ്ടറിയാം. മിടുക്കന്മാര്. നല്ല കൈയെടുത്ത കുഞ്ഞുമൊക്കെ, നല്ല കൈയടി. ഇവരെ ശ്വാസകോശത്തിന് എത്ര ശക്തി ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റ് എടുത്താൻ പോവാണ്. അപ്പോൾ നമുക്ക് ശ്വാസം പിടിച്ചുകൊണ്ട് നമ്മളത് എണ്ണണം. ശ്വാസം നമ്മൾ വീട്ടിലെ അയലോക്കത്തൊക്കെ വല്യപ്പന്മാരെ കണ്ടിട്ടുണ്ടോ? ഈ പുക വലിക്കുന്ന വല്യപ്പന്മാരെ കണ്ടിട്ടുണ്ടോ? ആശുപത്രി കണ്ടിട്ടുണ്ടോ? വയസ്സായ വല്യപ്പന്മാർ വലിച്ചിട്ട് അവസാനം ആശുപത്രിയൊക്കെ പോയിട്ട് ഇങ്ങനെ ആക്കണം കണ്ടിട്ടുണ്ടോ? പുക വലിച്ചിട്ട് ലെൻസ് പോയിട്ട് ശ്വാസം എടുക്കാൻ പറ്റില്ല. അവരോട് നമ്മൾ ഒന്ന് എണ്ണിക്കേ വല്യപ്പാന്ന് പറഞ്ഞാൽ എണ്ണുവോ? 1 2 അല്ലേ? അപ്പോൾ അവർക്ക് ശ്വാസകോശത്തിന് ബലമില്ലാത്തത് കൊണ്ടാണ് അല്ലേ? നിങ്ങൾക്കൊക്കെ നല്ല ബലമാണ് ശ്വാസകോശത്തിന്. ആ ബലം ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുന്നത്. ഇനി നമ്മൾ കുറേയൊക്കെ കഴിഞ്ഞിട്ട് സിഗരറ്റ് വലിയൊക്കെ അറിയാതെ തുടങ്ങിയ നമ്മളും ഇങ്ങനെ. അപ്പോൾ നല്ല ബലമുള്ള മക്കളാണ്. ഇവരുടെയൊക്കെ ശ്വാസകോശത്തിൻ്റെ ആ ശക്തിയെ ഒന്ന് നമുക്ക് കാണാൻ പോവാണ്. ശ്വാസം വിടാതെ എണ്ണണം. എങ്ങനെയെന്നറിയോ? നല്ല സ്ഫുടത ഉണ്ടാവണം, ആളുകൾക്ക് മനസ്സിലാവണം. മാക്സിമം എണ്ണം, നമ്പേഴ്സ് എണ്ണണം. നോക്കി ഇങ്ങനെ മൈക്ക് അടുത്ത് പിടിക്കണം, ശ്വാസം ഇങ്ങനെ സംഭരിച്ച് വെക്കണം. എന്നിട്ട് ശ്വാസം ബ്രീത്ത് വിടാതെ 1 2 3 4 5 1 2 3 4 5 6 7 8 9 10 11 12 15 16 17 18 19 20 ഇങ്ങനെ എണ്ണണം. മാക്സിമം എത്തിക്കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന 6 പേരിൽ ഒരാൾക്കൊരു ബെമ്പർ സമ്മാനം കൊടുക്കുന്നതാണ്. റൈറ്റ്? നൗ സ്റ്റാർട്ട്. ഓക്കെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അയ്യോടാ, എൻ്റെ മോന് 16 എത്തി നിൽക്കുകയാണ്. അടുത്താ കൊടുത്തേ. 1 2 3 4 5 6 7 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. അടുത്താ കൊടുത്തേ. 5 6 7 9 10 11 5 6 7 8 10 21 അയ്യോടാ, കുഴപ്പമില്ല, കയ്യടിക്കേ, നമ്മളെ മക്കളല്ലേ, കയ്യടി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23. അവിടെ നിർത്തിക്കോ. 23. 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33. അപ്പൊ ആരാ ഹയ്യസ്റ്റ് ആരപ്പോ പറഞ്ഞേക്കണേ? 33. അയ്യോ, എൻ്റെ മുഖം കണ്ടോ മുട്ടുക്കൻ ആടുത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 24 25 26 27 28 29 30 31 32 33 44 45 46 47 48 49 40 41 42 43 44 45 46 47 48 49 50 51. എത്രയാണ്? 51. 41. അതിനിടയ്ക്ക് ശ്വാസം പോയോ? ഇടയ്ക്ക് പോയോ? ഒരു വട്ടം കൂടെ എണ്ണണം. 45 പോയി. റൈറ്റ് ആണോ? അപ്പൊ ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് മഹേഷേ, ഈ വന്നവരെ ഒന്നും നിരുത്സാഹപ്പെടുത്തി വിടാൻ പാടില്ല. തീർച്ചയായിട്ടും അവർക്ക് മുഴുവൻ സമ്മാനം കൊടുക്കണം. എടാ കൊടുത്തോ. ഓക്കെ. അപ്പോ നമ്മളെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി സജീഷ് ജിന്ന അവർ ഇവിടെ അടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് കൂടെ വാങ്ങിക്കോളൂ. നിങ്ങളെ ഫണ്ട് തന്നെ എടുത്താൽ മതി കേട്ടോ. അർമാൻ മുഹമ്മദ്. മോന്റെ പേര് ഹസൻ ഷരീഫ്. കൊടുത്തോളൂ. മോന്റെ പേരെന്താ? മുഹമ്മദ് ആദിൽ. താങ്ക് യു. മോന്റെ പേരെന്താ? അബ്ദുള്ള ഷരീഫ്. താങ്ക് യു. അബ്ദുള്ള ഷരീഫ്. ഹുസൈൻ ഷരീഫ്. ഓക്കെ, താങ്ക് യു. ഇവരുടെയൊക്കെ ഉപ്പമാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഏറ്റവും മിടുക്കരായ മക്കളാണ്. ഇവരൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മക്കളുടെ നല്ല നിമിഷത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. ചെറിയൊരു ടെസ്റ്റ് വേണ്ടി വിളിച്ചത് മാത്രമേ ഉള്ളൂ. കുട്ടികളാണ്, അവർ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കാനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ മക്കളെ, താങ്ക് യു. താങ്ക് യു. പ്ലീസ് ടേക്ക് എ സീറ്റ്. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഇനി നമ്മൾ തുടങ്ങാൻ പോവാണ്.
കൃത്യമായിട്ട് 3 മണിക്കൂർ വരുന്നൊരു ചർച്ച നമ്മൾ 1 മണിക്കൂർ ഒതുക്കാൻ പോവാണ്. ഇനി അടുത്ത പരിപാടി ഇവിടെ നടക്കണം. മനോഹരമായ ദഫ്മുട്ട് ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളുടെ, അതെല്ലാം കാണണം. ഈ പരിപാടിക്ക് വലിയ രസമൊന്നും കാണത്തൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ, ഈ ഉപദേശം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വലിയ അരോചകമാണേ. ഇവിടെ സ്ത്രീകളെല്ലാം എഴുതിട്ട് പോയിട്ട് വന്നിട്ടില്ല ആരും. അല്ലെ കടലിൽ അവിടെ പോയി ഇരിക്കുകയാണ്. നിങ്ങൾ വരാൻ പറ, പെട്ടെന്ന് വിളിച്ചിട്ട് ഇവിടെ നല്ല പരിപാടി നടക്കണമെന്ന് പറ. അപ്പോൾ നമ്മൾ ഈ കേൾക്കാൻ ഏറ്റവും അരോചകമെന്ന് പറയപ്പെടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഉപദേശങ്ങളും ഇത്തരത്തെ സാധനങ്ങൾ അരുതെന്ന് കേൾക്കാൻ എല്ലാവർക്കും ദേഷ്യം അല്ലേ. നമ്മൾ ട്രാഫിക്ക് നിൽക്കുകയാണെങ്കിൽ തന്നെ എവിടെയെങ്കിലും നിങ്ങൾ പാർക്കിങ്ങിന് ബോർഡ് കണ്ടിട്ടുണ്ടോ? പാർക്കിങ്ങിന് വിദേശത്ത് പോലെ കാണാൻ പറ്റുള്ളൂ. പാർക്കിങ് ഇവിടെ പാർക്ക് ചെയ്തോളൂ അല്ലേ. നമ്മുടെ കേരളത്തിന് മണ്ണിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നോ പാർക്കിംഗ് ആണ്. പാർക്ക് ചെയ്യാൻ പാടില്ല ചെയ്തപ്പോൾ നമ്മൾ ആരും നമ്മളെ അവസ്ഥകൾ അങ്ങനെ ഭൂപ്രതികൾ ആരും ഡിപ്പാർട്ട്മെൻറ്റ് കുറ്റം പറഞ്ഞതല്ല, മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവർ. അപ്പോൾ നമുക്ക് ഈ ഉപദേശം എന്ന് അഡ്വൈസ് എന്ന് പറയപ്പെടുന്നത് കുറച്ച് അരോചകമാണ്. നമ്മുടെയൊക്കെ സഞ്ചാരത്തിൽ കയറി ഒരാൾ ഇടപെട്ടാൽ ഒരു അരോചകമാണ്. നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ ഹെൽമെറ്റ് ഇടണമെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ ആർക്കൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നവരാണ് പലരും. ഇപ്പം ഈ മോൻ പറഞ്ഞ പോലെ AI ക്യാമറകളൊക്കെ വന്നപ്പോൾ പലരും കുറേ കാര്യങ്ങളൊക്കെ സ്വസ്ഥ ജീവിതത്തിനകത്ത് കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനാ? നമ്മുടെ കയ്യിൽ നിന്ന് സംഭവം ചിക്കിരി പോവും. എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് 3 പ്രാവശ്യം ഓവർ സ്പീഡിന് കേട്ടോ, പോയിട്ടുണ്ട്. കാര്യം പ്രോഗ്രാമിന് വന്നപ്പോൾ എറണാകുളത്ത് വഴി പോകുന്നപ്പോൾ സ്പീഡിൽ ക്യാമറ വന്നു, ഞാൻ അടയ്ക്കേണ്ടി വന്നു. പോലീസുകാർ സബ് ഇൻസ്പെക്ടർ പറഞ്ഞ കാര്യമൊന്നുമില്ല, അടയ്ക്കേണ്ടി വന്നു. ഞാൻ പെരിന്തൽമണ്ണ ജോലി ചെയ്യുന്നത് കേരളത്തിലെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയൽ ഏരിയ ഉള്ള ഏരിയയാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ദേശം. അവിടെ 13 ഹോസ്പിറ്റലുകളുണ്ട്, 10-65 പേര് ജോലി ചെയ്യുന്ന ഏരിയ ഉണ്ട്. ഹൈടെക് ഹോസ്പിറ്റൽ സ്ഥലമാണ് അവിടെ ഈ അടുത്തിടയ്ക്ക് അവിടുത്തെ സ്വകാര്യമായ 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനകത്ത് ഒരുപാട് ഡോക്ടറുമായിട്ട് അഭിവാജ്യ ബന്ധപ്പെടുത്ത ഒരു പോലീസുകാരനാണ് ഞാൻ. ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്. AI ക്യാമറകൾ വന്നപ്പോൾ കാഷ്വാലിറ്റികൾക്കകത്ത് പേഷ്യൻറ്റിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ആക്സിഡൻറ്റുമായിട്ട് വരുന്ന മസ്തിഷ്ക മരണം, ക്ഷതം സംഭവിക്കുന്നവരും നട്ടൽ ക്ഷതം സംഭവിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു ഹോസ്പിറ്റലല്ല പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നാഷണൽ ഈ പറയുന്ന റോഡ് സേഫ്റ്റി കൗൺസിലുകളും അതുപോലെ DCRB ഡിസ്ട്രിക്ട് ക്രൈം ബ്യൂറോകളുടെ സ്റ്റാറ്റസ് ഇങ്ങനെ പരിശോധിച്ചപ്പം 2023-24 വർഷത്തിനകത്ത് സീറ്റ് ബെൽറ്റുകൾ ഉപയോഗിച്ചവരിലും ഹെൽമെറ്റ് ഉപയോഗിച്ചവരിലും അപകടം പറ്റിയവർക്കകത്ത് ഈ പറയുന്ന ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസുകൾ കുറഞ്ഞിരിക്കുന്നു. അത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ പല സംവിധാനത്തിനെയൊക്കെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞോട്ടെ. നമ്മൾ വിദേശത്തൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ എല്ലാം കൃത്യമായിട്ട് ഇതെല്ലാം നമ്മൾ പാലിക്കും. അപ്പോൾ നമ്മൾ ഇതിവിടെ പറഞ്ഞ് അവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം, ഇവിടെ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഞാൻ എൻ്റെ നാട്ടിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വാഹന പരിശോധനയൊക്കെ നടക്കുമ്പോൾ ചിലർ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ. ഇവിടെ ഉണ്ടോ? കാസർഗോഡ് പരിപാടി ഉണ്ടോ? എൻ്റെ നാട്ടിൽ കൂടുതലാണ് മലപ്പുറത്ത്. ജന്മം ഞാൻ മലപ്പുറമല്ല, കർമ്മമാണ് ഞാൻ മലപ്പുറം ജില്ല. പക്ഷേ ഈ കാഴ്ച കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമൊക്കെ തോന്നുമെങ്കിലും ഇടയ്ക്ക് സങ്കടവും തോന്നും. ഞാൻ ഈ സന്തോഷം തോന്നുന്ന എന്താ കാരണം അറിയാമോ? പോലീസുകാരനാണ് ഞാൻ. എനിക്ക് ലൈറ്റ് ഇട്ട് തരും, കുട്ടി ഏതുണ്ട് അവിടെ നോക്കിപ്പോയിക്ക ചങ്ങായി നിന്നോട്. അപ്പോൾ സംഭവം എന്താ? ഊരും പേരും അറിയാത്ത ഒരുത്ത് ലൈറ്റ് ഇട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. പോലീസ് അവിടെ ചെക്ക് ചെയ്യേണ്ടി പോയി കൊടുക്കേണ്ട പൈസ പോകേണ്ട ചങ്ങായി എന്നാണ് ഈ യാത്രക്കാരൻ മറ്റു യാത്രക്കാരോട് പറയുകയാണ്. പക്ഷേ ഈ വ്യക്തിക്ക് അറിയുമോ എനിക്ക് ലൈറ്റ് ഇട്ടുന്നപ്പോൾ ഞാൻ വല്ല ഈ പറയുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൊണ്ടുപോകുന്നവരാണോ, കഞ്ചാവ് വിൽപ്പനക്കാരനാണോ, ഏതെങ്കിലും MDMA കടത്തുന്നവരാണോ, ബൈക്കിനകത്ത് MDMA ഉണ്ടോ അറിയുമോ? അവിടെ 69 വയസ്സ് ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഒരു കടലാസ് കൊടുത്തിട്ട് പുലർച്ചെ 9 മണിക്ക് ഉമ്മ അത് ഈ അഡ്രസ്സ് ഇതൊന്ന് പറഞ്ഞു തരുമോ ചോദിച്ചപ്പോൾ മക്കളേക്ക് കണ്ണു കാണിച്ചേട്ടനെ വായിച്ചോ പറഞ്ഞു. അവർ സലാം പുത്തമ്പുരയ്ക്ക് ആരാ എൻ്റെ മക്കളെ പറഞ്ഞു. ഉമ്മ ഇങ്ങനെ പറഞ്ഞു ഒറ്റപ്പെടുത്തും. ഉമ്മയുടെ മാല 8 പവൻ്റെ മാല ഒട്ട് ചറ്റോട്ടോ എൻ്റെ മാല ഉമ്മ നിലത്തോട്ടിരുന്നിങ്ങനെ. മക്കളൊക്കെ ഓടി വന്നു. ആരോ ചോദിച്ചു നീല ഷട്ടിട്ട പറഞ്ഞു ഉമ്മ പേടിച്ചിട്ട്. അങ്ങനെ മെസ്സേജ് അടുത്ത സ്റ്റേഷനിലേക്ക് 100-ലേക്ക് വിളിച്ചു. ഒരു നീല ഷട്ടിട്ടുള്ള ബൈക്കിലാന്ന് അറിഞ്ഞു സാറേ, വേറൊന്നും അറിഞ്ഞിട്ടില്ല, ആ വഴിക്കാ പോയേറുന്നു. പോലീസ് വയർലെസ് മെസ്സേജ് കൊടുത്ത് നീല ഷട്ടിട്ടുള്ള ബൈക്കിൽ വരുന്നുണ്ട്, 8 പവൻ്റെ മാലയാന്ന് പറഞ്ഞു. ലക്ഷങ്ങളുടെ മാല പോയി. ആ പാവം പിടിച്ച മകൻ ഉമ്മായിക്ക് അങ്ങ് മണലിൽ പണിയെടുത്ത് ഉണ്ടാക്കി കൊടുത്താ. പക്ഷേ പോലീസൊക്കെ അപ്പത്തിന് വയർലെസ് മെസ്സേജ് വന്നു, ഒരു മാല സ്നാച്ച് ചെയ്ത് വരുന്ന ആളാണ്ട് രാവിലെ. അപ്പോൾ ഹൈവേ പെട്രോളിംഗ് അല്ലാതെ രാവിലെ ഒന്ന് പെട്ടെന്ന് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നുള്ള അവൈലബിൾ സംഗീതമൊക്കെ എടുത്ത് റോഡിലൊക്കെ ഇങ്ങോട്ട് വാഹനപ്പിച്ച് 2-3 സ്റ്റേഷനിലൊക്കെ മെസ്സേജ് കൊടുത്തു. എവിടെ കിട്ടാനാണ്? അതെന്താ? അപ്പത്തിന് പോലീസിനെ കണ്ടപ്പോൾ തന്നെ നമ്മളെ സ്നേഹിതലായിട്ട് ഇട്ട് കൊടുത്തു. എടാ പോലീസ് ഉണ്ട് അവിടെ, അതിൽ പോണ്ട, ചെക്കിംഗ് ഉണ്ട്, 2 ലൈറ്റ്. അപ്പം ഈ ലൈറ്റ് ഇടലുകൾ ഒരുപക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഉപകാരമല്ല. ഈ രാജ്യത്തിന് പ്രത്യേകിച്ച് നമ്മുടെ സമസ്ത കോടി ചരാചരങ്ങൾക്ക് ദോഷം ഭവിക്കപ്പെടുന്ന ഒരു വലിയ പ്രോസസ്സിങ് നമ്മൾ ഇടപെടുന്നു. ഓരോ പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റിലും പിടിക്കപ്പെടുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകൾ ആകാശം വഴി വരുന്നല്ല.
എല്ലാ റോഡ് മാർഗം വഴി വരുന്ന സാധനങ്ങളെ വാഹന പരിശോധനയ്ക്കകത്ത് പോലീസ് ഉദ്യോഗസ്ഥർ 20 കഞ്ചാവ് പിടികൂടി, 150 കഞ്ചാവ് പിടികൂടി, 1.2 ഗ്രാം MDMA പിടികൂടി, 600 ഗ്രാം ആഷിക്കോയിൽ ഹെറോയിൻ പിടികൂടി എന്ന് പറയുന്ന വാർത്തകളൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കും. അതെല്ലാം വാഹന പരിശോധനയ്ക്കകത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ വാഹനത്തെ എടുത്തു പോയാൽ അതിനകത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിക്കറിയാം അതിൽ ഏതെങ്കിലും കുറ്റകൃത്യമുണ്ടെങ്കിൽ, ലൈസൻസ് ഇല്ലെങ്കിൽ, സീറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ ആ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജിൽ പെട്ടെന്ന് ഒരു ട്രെയിൻ കിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും വലിയൊരു കുറ്റകൃത്യം വാഹനത്തിനകത്തുണ്ട്. എവിടെയാ വീട്, എവിടെയാ പേരും ചോദിക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പെട്ടെന്ന് വണ്ടി ഒന്ന് ഗിയറിലിട്ട് എടുക്കാൻ നോക്കും, പിന്തുടരും, ഒരുപക്ഷെ ഓവർടേക്ക് ചെയ്ത് പിടിക്കും, ക്രോസ് ഇട്ട് പിടിക്കും, മെസ്സേജ് ഇട്ട് പിടിക്കും. വാഹനം പരിശോധിക്കും, വാഹനത്തിന് അടുത്തോ സീറ്റിനടിയിലൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വില വരുന്ന നമ്മുടെ ദേശത്തൊക്കെ കൊണ്ടുവന്ന് മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും ദേശക്കാർക്കും കൊടുക്കാൻ വരുന്ന കടുത്ത വീരം കൂടിയ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് കൊണ്ടുവരുന്ന ഒരു ഡ്രഗ് പെഡലേഴ്സ് ആകുമ്പോൾ അവരെയാണ് നമ്മൾ നേരിടേണ്ടത്. അവർക്കാണ് ഒരുപക്ഷെ നമ്മൾ ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, വാഹന പരിശോധനയൊക്കെ നടത്തുമ്പോൾ പോലീസ് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ അങ്ങോട്ട് പറഞ്ഞു വിടണം. കാര്യം എന്താ, 30 വർഷമായിട്ട് ലൈസൻസ് എടുക്കാത്തൊരു മനുഷ്യനെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് അപകടം പറ്റിയ മനുഷ്യന് അപകടം പറ്റിയപ്പോൾ എന്താ ഉണ്ടായതറിയോ? അപകടം പറ്റിയപ്പോൾ ഈ മനുഷ്യന് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ 2 മാസങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യന് അപകടം പറ്റി. ആർക്ക് അപകടം പറ്റിയത്? ഒരു LLBക്ക് ഫൈനലിൽ പഠിക്കുന്ന കുട്ടിക്ക് അപകടം പറ്റി, ലോ കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ അപകടം പറ്റിയ സമയത്ത് കാര്യങ്ങളെല്ലാം സീസർ മാസ്റ്റർ, സംഭവസ്ഥല മാസ്റ്റർക്ക് എഴുതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഇന്റിമേഷൻ പോയി, മൊഴിയെടുത്തു, FIR രജിസ്റ്റർ ചെയ്തു, 330 സെക്ഷൻ വെച്ചിട്ട് എല്ല് പൊട്ടി സെക്ഷൻ വെച്ച് കേസ് രജിസ്റ്റർ ചെയ്തു. അതിനകത്ത് പ്രതിയും വാദിയുമുണ്ട്. പ്രതി എന്ന് പറയപ്പെടുന്ന വ്യക്തി 10, 28, 30 വർഷം ലൈസൻസില്ല വണ്ടി ഓടിച്ചൊരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് പ്രതി. പക്ഷേ ഈ വാഹനം ഇടിച്ച സമയത്ത് ആ വ്യക്തിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു. കാരണം എന്താ, ആ വ്യക്തിയെ 2023 ജനുവരി മാസം 12-ാം തീയതി പെരിന്തൽമണ്ണ പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ വാഹന പരിശോധന, അദ്ദേഹത്തിന്റെ വാഹനവും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. നോക്കുമ്പോൾ അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞു. സാറേ ഞാൻ വണ്ടി ഇവിടുന്ന് മാത്രം ഇങ്ങോട്ട് എന്നും എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. നല്ലൊരു മനുഷ്യൻ വാഹനം സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. അങ്ങനെ ആ മനുഷ്യനെ ലൈസൻസ് ഇല്ലാത്ത കേസ് രജിസ്റ്റർ ചെയ്തു. ആ മനുഷ്യൻ പറഞ്ഞു, വണ്ടി നിങ്ങൾക്ക് തരണമെങ്കിൽ, അവിടുത്തെ ഇൻസ്പെക്ടർ ആയിരുന്നു, അവിടെ സുനിൽ പുളിക്കൽ എന്ന് പറയുന്ന ഇൻസ്പെക്ടർ, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വണ്ടി തരണമെങ്കിൽ നിങ്ങൾ ലൈസൻസിന് അപേക്ഷ കൊടുക്കണം, ലൈസൻസ് എടുക്കണം, നിങ്ങൾ ഏറ്റവും ഇത്രയും വർഷം വണ്ടി ഓടിക്കാൻ നിങ്ങൾക്ക് സുഖമായിട്ട് ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു ഇട്ടിടാനൊക്കെ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി 1.5 മാസം ആ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കിടന്നു. ആ വണ്ടി അദ്ദേഹം അപ്ലൈ ചെയ്തു, ലൈസൻസ് എടുത്ത് കൊണ്ടുവന്നു. ഏകദേശം 2023 ഡിസംബറിൽ ഒരു അപകടം നടക്കുകയാണ്. അപകടം നടന്നത് ഒരു ലോ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് തട്ടിയത്, ഫൈനലിൽ പഠിക്കുന്നത്. അതിനകത്ത് ഇൻഷൂർ ക്ലെയിം ചെയ്തപ്പോൾ ആ കുട്ടിക്ക് 21 ലക്ഷം രൂപ ഇൻഷൂർ ക്ലെയിം ചെയ്തു. നട്ടെല്ലാം ക്ഷതമേറ്റു. 21 ലക്ഷം രൂപ ഇൻഷൂർ കിട്ടി ആ കുട്ടിക്ക്. ഒരുപക്ഷെ ലൈസൻസ് ഇല്ലായിരുന്നെങ്കിൽ ഈ വ്യക്തിയാണ് ആ 21 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരിക. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെ പലരും തങ്ങളുടെ വീട് വിറ്റിട്ടും പലതും റവന്യൂ റിക്കവറി നടത്തിയിട്ടും ജംഗമ വസ്തുക്കൾ അത് സീസ് ചെയ്തിട്ടൊക്കെ ഈ അപകടം പറ്റിയ ആളുകൾക്ക് പല രീതിയിലും കോടതികൾ കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ കാരണം, നമ്മളൊക്കെ ദേശത്തൊക്കെ മക്കളൊക്കെ ചെറിയ കുട്ടികളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. അമ്മമാരൊക്കെ ചോദിക്കും, അമ്മമാർ പറയുന്നത്, പല അമ്മമാർ പറയും, സാറേ നടാടെ വണ്ടി എടുത്ത എൻ്റെ കുട്ടി സാറേ ഓളെ ഒന്ന് അങ്ങോട്ട് ട്യൂഷൻ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്, ആ റോട്ടിൽ ഒന്ന് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്, പാലൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്, മല്ലിപ്പൊടി വാങ്ങാൻ വേണ്ടി ഞാൻ കൊടുക്കലില്ല, നടാടെ എടുത്താണ് സാർ, ഒന്ന് ഒഴിവാക്കി തരും. അവൻ്റെ വാപ്പ പറഞ്ഞാൽ തച്ചു കൊല്ലി ഞാൻ സ്വയം തരും, ഒന്ന് ഒഴിവാക്കി തരും എന്ന് പറയും. ഇനി വണ്ടി എടുക്കൂല എന്ന് പറയും. ഇങ്ങനെയാണ് പല അമ്മമാരും പറയുന്നത്. പക്ഷേ ഓർക്കണം, ഒരു കുട്ടി 18 വയസ്സ് താഴെയുള്ള ആൺകുട്ടി വണ്ടി എടുത്ത് പുറത്തു പോയി പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ മൈനർ ഡ്രൈവിന് കേസ് രജിസ്റ്റർ ചെയ്യും. 35,000 രൂപ ഫൈൻ വരും. 18 വയസ്സുകളായ കുട്ടിയുടെ ഓടിച്ച വണ്ടി 1 വർഷം കരിമ്പെട്ടിയിൽ ഉപയോഗപ്പെടുത്തി പുറത്തിറക്കാൻ പറ്റൂല. ആ കുട്ടിക്ക് പിന്നെ ലൈസൻസ് കിട്ടുന്ന എപ്പോഴാണെന്നറിയാമോ? 25 വയസ്സാകണം. 18 വയസ്സാകാൻ കാത്തു നിൽക്കുന്ന നമ്മുടെ പൊന്നോമൻ, അവൻ ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്ന അവന് പിന്നെ ലൈസൻസ് കിട്ടണമെങ്കിൽ 25 വയസ്സാകണം. ആര് കാരണം? ബോധമുള്ള നമ്മള് ആ കുഞ്ഞിന് വണ്ടി കൊടുത്തു. നമ്മളെക്കാളും അവൻ വണ്ടി ഓടിക്കും, മിടുക്കനവൻ. അപ്പോൾ വലിയ തെറ്റൊന്നും വല്ലല്ലോ, വണ്ടി ഓടിച്ച് അവിടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുമല്ലോ, എടുത്തോട്ടെ, അങ്ങനെ പിടിക്കുമൊന്നുമില്ലല്ലോ. ഈ അമിതമായ അതിസൂക്ഷ്മത, അമിതമായ കോൺഫിഡൻസ് ആണ് നമ്മുടെയൊക്കെ മക്കളുടെ പലരുടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ തടസ്സപ്പെടുത്തി കളഞ്ഞിട്ട്. ഞാൻ സാന്ദർഭമായിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിഷയം എന്ന് പറയപ്പെടുന്നത് കുറച്ച് മാറിപ്പോയി, ക്ഷമിക്കുക. നമ്മുടെ വിഷയം എന്ന് പറയപ്പെടുന്ന തിരിച്ചറിവിനെ കുറിച്ചായി, പ്രകാശം വരുത്തുന്ന യുവത്വങ്ങൾ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സഹോദരിമാരൊക്കെ. ഞങ്ങളുടെ ഒരു പവർ പോയിന്റ് നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനിക്കാം.
എങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ അധ്യാപകരുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞു മദ്രസ അധ്യാപകരുണ്ട്, അതുപോലെ സ്കൂളുകൾ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, പ്രത്യേകിച്ച് നല്ല യങ്സ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നവരുണ്ട്. ഇനി അതൊന്നുമല്ല, നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്, നല്ല വ്ളോഗ് ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ലഹരിയെക്കുറിച്ചും വ്യവസ്ഥാപിതമായ കാലഘട്ടത്തിലെ ദുരന്തത്തെക്കുറിച്ചൊക്കെ സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ അതിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരാം, അതിൻ്റെ പവർ പോയിന്റ് ഞങ്ങൾ നിങ്ങൾക്ക് തരാം. ഒന്നും വേണ്ട, ഒരു ആൻഡ്രോയിഡ് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഏകദേശം ഒരു 40ഓളം വരുന്ന നമ്മളെ സ്ലൈഡുകൾ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്ലൈഡും നമ്മൾ വെറുതെ ഒന്ന് നമ്മൾ കണ്ണു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ് ലഹരി എന്നൊരു സ്ലൈഡ് കണ്ടാൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാവനാത്മകതയും ശാസ്ത്രീയമായിട്ടുള്ള കുറേ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ സമൂഹത്തോട് സംവാദിക്കാൻ പറ്റും. കിളിപ്പമ്പാട് മകേഷ് തുറന്നോ അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു 125ഓളം വരുന്ന കേരളത്തിലെ മുന്നിൽ നിൽക്കുന്ന ഈ പറയുന്ന ആൻറ്റി സോഷ്യൽ ഡ്രഗ് ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകൾ മാത്രം എടുക്കേണ്ട ഒരു സെക്ഷൻ അല്ല ഇത്. നമ്മുടെ ഓരോ ദേശക്കാർക്കും ഓരോ ദേശത്തും നമ്മൾ പറയുന്നതൊക്കെ സമൂഹത്തിലേക്ക് എത്താൻ നമ്മളെല്ലാം പ്രതിജ്ഞാബദ്ധരാണ്. അപ്പോൾ അതിൻ്റെ മൊഡ്യൂൾ വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. നിങ്ങൾ വാട്സപ്പ് നമ്പർ മെയിൽ ID തന്നാൽ മതി, ഞങ്ങൾ അതേ ക്ലാരിറ്റിയുള്ള ഫയൽ നിങ്ങൾക്ക് സമ്മാനിക്കാം. പിന്നെ ഞാൻ എവിടെ പോയാലും അങ്ങനെ, ഞാനൊരു ഉസ്താദിൻ്റെ ക്ലാസ് ബഹലൊക്കെ കിട്ടി കഴിഞ്ഞാൽ വാൾ കിട്ടാൻ ഞാൻ അവിടെ വണ്ടി നിർത്തും, ഞാൻ പേപ്പർ പേന എടുക്കും, ആ ഉസ്താദ് ആ ഗത്തീബ് സംസാരിക്കുന്നതൊക്കെ പെട്ടെന്ന് ഞാൻ കുറിച്ചെടുക്കും. ഇങ്ങനെ ഒരുപക്ഷെ അത് മറ്റൊരു സദസ്സിൽ പോകുമ്പോൾ സംസാരിക്കാനുള്ള പദസമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു ടെക്നോളജി മാത്രമാണ്. നമ്മളിപ്പോഴും പലപ്പോഴും നമ്മുടെ അറിവെന്ന് പറയപ്പെടുന്നത് നമ്മൾ ഒന്നിൽ നിന്ന് മാത്രം നമുക്ക് നിൽക്കുന്ന ഒന്നല്ല അറിവ്. ഒരു മഹാപ്രപഞ്ചത്തിനകത്ത് സമസ്ത കോടിക്കണക്കിന് ജരാചരങ്ങളും കോടിക്കണക്കിന് ജാലങ്ങളൊക്കെ വസിക്കുന്ന ഈ മഹാപ്രപഞ്ചം എത്രമേൽ അറിവ് സാംശീകരിച്ചാലും എത്രമേൽ നമ്മൾ സ്വായത്തമാക്കിയാലും അറിവിൻ്റെ ശതകോടിക്കണക്കിൻ്റെ അംശത്തിലേക്ക് പോലും നമുക്ക് തന്മാത്രയിലേക്ക് പോലും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അത് സത്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എത്രമേൽ ഞാനൊരു 2200ഓളം വരുന്ന പുസ്തകങ്ങൾ വായിച്ചു തീർത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പുസ്തകങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമാണ്. ഇന്നെൻ്റെ യാത്രയിൽ തന്നെ ഒരു പുസ്തകം ഞാൻ ഇവിടെ വായിച്ചു തീർന്നു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്കൊക്കെ വായിക്കുമ്പോൾ വല്ലാത്തൊരു അരോചകം നമുക്കൊക്കെ തോന്നാം. വായന ഏറ്റവും നന്നായിട്ട് ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധിക്കില്ല, നിങ്ങളെ തോൽപ്പിക്കാൻ. അപ്പോൾ അതുകൊണ്ട് വായനാശീലം എൻ്റെ മക്കൾ ഹൃദ്യസ്ഥമാക്കുക. വായനയിലൂടെയാണ് നമുക്ക് ഏറ്റവും മുൻപന്തിലേക്ക് നടന്നു വരാൻ നമുക്ക് പറ്റുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് വായനാശീലം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് റീൽസിനെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കാലഘട്ടമാണ്. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണും കാര്യമെല്ലാം ഉണ്ട്. ഒന്ന് വിരലൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ സന്ദേശം ഒരു മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടി മനോഹരമായ നല്ല ശബ്ദവും നല്ല പ്രകാശത്തോടു കൂടി നമ്മുടെ മുമ്പിൽ ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം അതിനെ ഒന്ന് കണ്ട് വായിച്ച് പെട്ടെന്ന് നമ്മുടെ മനസ്സ് അതിലേക്കൊന്ന് ഉടക്കി പെട്ടെന്ന് തന്നെ അവനെ നമ്മൾ വിട്ടുകളയും. പിന്നെ അടുത്ത റീൽസിലേക്ക് നമ്മൾ കയറും. അതിനെ ഒന്ന് നമ്മൾ വിലയിരുത്തി അതിനും ഒരു മുകളിൽ ഒരു ലെവലിന് ഇവിടെ ലൈക്ക് കൊടുത്ത് പെട്ടെന്ന് തന്നെ സ്ക്രോൾ ചെയ്യും. പക്ഷെ എൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നും പോകാൻ നമുക്കൊന്നും സമയമില്ലെന്ന്, അല്ലേ? നമുക്കൊന്നും സമയമില്ല. കാര്യം എന്താ? എല്ലാവരും ധൃതിയുള്ളവരാണ്. എല്ലാവർക്കും ഇന്ന് സമയമെന്ന് പറയുന്ന സാധനമില്ല. പക്ഷെ എന്തിനാണ് സമയം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നിനുമല്ല. എങ്ങോട്ടാ മനുഷ്യൻ പോകുന്നത്? എങ്ങോട്ടുമല്ല. ആരെയാ മനുഷ്യൻ കേൾക്കുന്നത്? ആരെയും കേൾക്കുന്നില്ല. എന്താ മനുഷ്യൻ കാണുന്നത്? ഒന്നും മനുഷ്യൻ കാണുന്നില്ല. എന്താ മനുഷ്യൻ സ്വീകരിക്കുന്നത്? ഒന്നിനെയും മനുഷ്യൻ സ്വീകരിക്കുന്നില്ല. എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ ജീവിക്കുകയാണ്. എല്ലാവരും കുളിച്ച് ഒരുങ്ങി രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്നുണ്ട്, അവരവരുടെ തൊഴിലുകളൊക്കെ ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, കയ്യിൽ വലിയൊരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഒരുപാട് പേരോട് സംസാരിക്കുന്നുണ്ട്. വൈകുന്നേരം വീട്ടിലോട്ട് വരുന്നുണ്ട്. വരുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? വഴിവെക്കിൽ വണ്ടി ഒന്ന് നിർത്തും, കാറ് നിർത്തും. നമുക്ക് വന്ന കോളും കാര്യങ്ങളെല്ലാം അല്ലേ 10 പേരിൽ 3 പേര് വണ്ടി നിർത്തിയിട്ട് എല്ലാം കുത്തി ഒക്കെ ഡിലീറ്റ് ചെയ്യും. കാര്യം എന്താ? ഓള് വിളിച്ചതിന് ഇതൊക്കെ ഇങ്ങനെ ഭാര്യ വീട്ടിൽ കണ്ടിട്ട് ഓളെ ഇനി സ്വിപ്പാക്കണ്ടാറുണ്ട്, എല്ലാം ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി എല്ലാം ഒന്ന് കുത്തി ഒക്കെ ഡിലീറ്റ് ചെയ്ത് സമാധാനമായിട്ട് കാറിൻ്റെ സീറ്റിൽ ആ മൊബൈൽ വെച്ചിട്ട് വീട്ടിലോട്ട് ആ പ്രിയതമ്മൻ കയറി ചെല്ലുകയാണ്. കാര്യം എന്താ? എല്ലാം കണ്ടുപിടിക്കുന്ന ഒരു കുരുത്തം കെട്ടുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അത് മതി കുടുംബം കലകാൻ. അതേ സമയത്ത് ആ വീട്ടിനകത്ത് ഒരു കുരുത്തം കെട്ടുകൾ ഇരിക്കുന്നുണ്ട്. അതെന്താ? ഇനി എൻ്റെ മാപ്പിള വരാറായി, ഓൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് ഇനി അയാൾ ഇനി കച്ചറ ഉണ്ടാക്കണ്ടാറിട്ട് അടുക്കള ഇരുന്നുകൊണ്ട് മൊത്തം ഇങ്ങനെ കുത്തി ഒക്കെ ഡിലീറ്റ് ചെയ്യും അവളും. അപ്പോൾ അവനും അവളും പരസ്പര പൂരകങ്ങളായി ഡിലീറ്റ് ചെയ്യുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എല്ലാവരും അങ്ങനെ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തിനൊക്കെയോ വേണ്ടി നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ്, അല്ലേ? ഉത്തരാഖണ്ഡ് സ്വദേശിയായ 26 വയസ്സുകാരൻ ലോകത്തോട് പറഞ്ഞു, യുനെസ്കോയിൽ നടന്ന സമ്മേളനത്തിൽ ലോകത്തോട് പറഞ്ഞ എന്താണ്? ലോകം നേരിടുന്ന 2 ദുരന്തങ്ങളാണ്. ഒന്ന് സൈബർ അഡിക്ഷൻ, മറ്റൊന്ന് ഡ്രഗ് അഡിക്ഷൻ. ഇത് രണ്ടും ആ മനുഷ്യൻ നേരിടുന്നു. സൈബർ ദുരന്തവും ലഹരിയുടെ ദുരന്തവുമാണ് ഈ ലോകം ഇന്ന് നേരിടുന്ന ദുരന്തം. ഒരു പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഥമ വിവരമുണ്ട്, അതിനകത്ത് ബ്രീഫുണ്ട്. ആ ബ്രീഫ് വായിച്ചാൽ ആ 10 FIR എടുത്തിട്ട് 10 FIR ഡിഫറൻ്റ് ആയ കേസായിരിക്കും. അതിൻ്റെ 10ൻ്റെയും ബ്രീഫ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു സൈബർ അലൈൻമെന്റ് ഉണ്ടാവും, ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാകും ആ കേസിനകത്ത്.
ഗാർഹിക ഡൊമസ്റ്റിക് വയലൻസിനകത്ത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ഒരു ഭർത്താവിന് ദുരന്തമുണ്ടാവും. ഭാര്യ കൊടുത്ത കേസിനകത്ത്, ഒരു കുഞ്ഞു കൊടുത്ത പീഡനത്തിനകത്ത് അവളെ ഇൻസ്റ്റഗ്രാമിലൂടെ നഗ്നചിത്രം പ്രചരിപ്പിച്ചതിനും അതിലൂടെ അശ്ലീലം പറഞ്ഞതിനും ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചതിനും ഇല്ലേ, പ്രണയം നിരാകരിച്ച ഫലമായിട്ട് അവളെ ദേഹോദരം ചെയ്തതിന് ഫലമായിട്ട് അവളെ മുഖത്ത് ആസിഡ് ഒഴിച്ചതും അവളെ ഉദരത്തിൽ കത്തി കുത്തിക്കയറ്റതും അവളെ വാഹനം ഇടിച്ച് തെറിപ്പിച്ചതും എല്ലാത്തിനും പിന്നിലും ഒരു സൈബർ ദുരന്തമുണ്ട്. അങ്ങനെ സകല മേഖലകളിലും സൈബർ ദുരന്തം അനുഭവിക്കുന്നുണ്ട് തലമുറകൾ. ഇതാ നമ്മൾ ദുരന്തം. ആ ദുരന്തത്തിനെയാണ് നമ്മൾ കാണേണ്ടത്. ആ ദുരന്തത്തിന് നമ്മൾ കാണേണ്ടത്. നമ്മളിവിടെ ചർച്ച തുടങ്ങി വെച്ചപ്പോൾ നൗഷാദ് പറഞ്ഞത് ലഹരി എന്താണെന്ന് ചോദിച്ചപ്പോൾ നല്ലതുമല്ല ചീത്തയല്ല, എന്നാൽ അഡിക്ഷൻ അല്ലേ, അടിമപ്പെടൽ, അഡിക്ഷൻ. അപ്പൊ ഒരു കുഞ്ഞ് ചോദിച്ചപ്പോൾ പാലക്കാട്ടിലെ കുഞ്ഞ് പറഞ്ഞു പൂസായി വരെ ലഹരി. അമ്മ പറഞ്ഞു വൈകുന്നേരം വീട്ടിൽ വന്നാൽ മതി, അപ്പം കാണാൻ ലഹരി. ക്ലാസ് എടുത്ത ശേഷം അമ്മ കൈകൂപ്പി കരഞ്ഞു പറഞ്ഞു, എൻ്റെ ഗോപാലുണ്ട് മോനെ, എൻ്റെ കൈ നോക്കി എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ആക്കിയതാണെന്ന് പറഞ്ഞു. ഇല്ലേ, ലൈവ് പോകുന്നുണ്ടോ? ലൈവ് പോവുകയാണ് അല്ലേ? ആ, അപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞു. ഗോപാലൻ എന്താ വേറെന്താ പേരാ പറഞ്ഞല്ലേ മകേഷേ? ആ, ഒരു സനീഷ് എന്താ ഒരു പേരായിരുന്നു, ഞങ്ങൾ കൊല്ലത്ത് ക്ലാസ് എടുത്തിട്ട് അമ്മ പറഞ്ഞതാ അത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം ദുരന്തങ്ങളാണ് പ്രിയപ്പെട്ടവർ, ചില ദുരന്തങ്ങളാണ്. അപ്പോൾ ശരിക്കും ലഹരി എന്ന് പറഞ്ഞപ്പോൾ നാളെ ഇനി നമ്മളുടെ ഏതെങ്കിലും കുട്ടി ചോദിക്കുകയാണ്, ഇവിടെ മകാബ് റൂംസിൽ വലിയ പരിപാടിയൊക്കെ നടന്ന് ഫിലിപ്പമ്പാട് മകേശ്വരനൊക്കെ നമ്മുടെ ക്ലാസ് എടുത്തു. അപ്പോൾ എനിക്കൊന്ന് ഒരു എസ്സേ റൈറ്റിംഗ് എഴുതണമെങ്കിൽ ലോക ലഹരി വിരുദ്ധ ദിനം വരാൻ പോവുകയാണ്. എന്നോട് ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു, ഒരു അര പേജിൽ കുറയാത്ത ലഹരിയെക്കുറിച്ച് എനിക്കൊരു റൈറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക? എന്താ ലഹരി എന്ന് ചോദിച്ചാൽ ഏത് സഹോദരിക്കാണ് മകനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്താ ലഹരി എന്ന്? ഈ കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് എവിടെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC അടങ്ങുന്ന മത്സര പരീക്ഷകളിലും അതുപോലെ നമ്മുടെ സ്കൂളുകളിലും എല്ലാം ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കാരണം എന്താ, സമൂഹം അത്രമേൽ ലഹരിയുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആണ്. ഇന്ന് തലമുറകൾ എവിടെയും ലഹരിയുടെ ദുരന്തം അനുഭവിക്കുന്നുണ്ട്. ഏത് മേഖലകളിൽ 10 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ 2 കുട്ടികൾ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ടും അല്ലാതെയും അവർ ദുരന്തം അനുഭവിക്കുന്നുണ്ട്. ഒരു വീടിനെ എടുത്തു കഴിഞ്ഞാൽ വീടിനകത്ത് സ്വന്തത്തിലോ ബന്ധത്തിലോ ഉറ്റവിലോ ഉടയവിലോ അയൽപക്കങ്ങളിലോ ലഹരിയുമായി ദുരന്തം അനുഭവിക്കുന്നുണ്ട്. ഒരു വീട്ടിനകത്ത് ഒരു ഉമ്മയും ഉപ്പയും വിളിച്ചിട്ട് മക്കളെയും വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിനകത്ത് ലഹരി ഉണ്ടാവില്ല, പക്ഷേ ആ വീട്ടമ്മയ്ക്ക് പറയാൻ പറ്റും, എൻ്റെ അനിയത്തിയുടെ മകൻ ലഹരിക്ക് അടിമപ്പെട്ടവനാ സാറേ, എനിക്ക് ഉറക്കമില്ല, അങ്ങനെയാണ് എൻ്റെ അനിയത്തി ഞാൻ കഴിഞ്ഞത്, അവളൊന്നും ഉറങ്ങുന്നില്ല, അതാ എൻ്റെ വേദന, എൻ്റെ വീട്ടിൽ വലിയ കുഴപ്പമില്ല. ഒരുമ പറഞ്ഞെന്താ, എൻ്റെ അയൽവക്കത്തെ താമസിക്കുന്ന ശാരദേച്ചിയും കുടുംബവും, അവൾ പാവമാണ് സാറേ, എന്നും കുടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ അയാൾ വഴക്കുണ്ടാക്കും, ഒരു നല്ല തുണിയില്ല അവൾക്ക്, നല്ല ഭക്ഷണമില്ല വീട്ടിൽ, 2 കുട്ടികൾക്ക് പഠിക്കാൻ പറ്റണില്ല, ഒരു വാതിലും ജനലുമില്ല വീട്ടിനകത്ത്, നിലമൊന്നും ടൈൽസ് ഇട്ടിട്ടില്ല. എത്ര സുന്ദരിയായിരുന്നു അവള്, അവളുടെ രൂപം തന്നെ മാറിപ്പോയി. സഹിച്ച് ആ മക്കളെ ഓർത്ത് ജീവിക്കുകയാണ് സാറേ. ഒന്ന് ഇടപെടണം, ആ വീട്ടിൽ ഒന്ന് ഇടപെടണം. ഞങ്ങളുടെയൊക്കെ കരുണ കൊണ്ടാണ് കുടുംബം അങ്ങനെ കഴിയണത്, ഞങ്ങൾ സംസാരിച്ച് അങ്ങോട്ട് തെറി പറയും ഞങ്ങളെ എന്നാണ് ഒരു വീട്ടമ്മ പറയുന്നത്. ആ വീട്ടമ്മ അനുഭവിക്കുന്ന മാനസിക വേദന എന്താ? തൻ്റെ അയൽപക്കത്തെ, തൻ്റെ വിശ്വാസ സംഹിതയിലല്ലാത്ത മറ്റ് ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു സഹോദരിയുടെ കുടുംബ പശ്ചാത്തലം കണ്ട് ഹൃദയമൊരുങ്ങി ഉറങ്ങാൻ പറ്റാത്ത ഒരു വീട്ടമ്മ അല്ലേ? നമുക്ക് വേദനിക്കും. അയൽപക്കത്ത് ദുരന്തം സംഭവിച്ചാൽ വേദനിക്കുന്നവനാണ് യഥാർത്ഥമായൊരു ദീനി സ്വഭാവത്തിലുള്ള വിശ്വാസി. ഒരു വീട്ടമ്മൻ്റെ അടുത്ത് വന്നിരുന്നു, കരിവാര കൊണ്ടുവന്ന് പറഞ്ഞത് എന്താ, സാറേ എൻ്റെ മോന് ബനേട്ട ഞാൻ വന്നിക്കണം, അപ്പോൾ വണ്ടിയിലിരിക്കുകയാണ്, ഓൻ വരുമ്പോൾ നന്നായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു അവന് മനസ്സാക്കി കൊടുക്കണം സാറേ. എന്നെ നെഞ്ച് പൊളിഞ്ഞു പറയുമ്പോൾ തന്നെ. ഭർത്താവ് സാറേ അങ്ങനെ ജോലി ചെയ്തെന്ന് വിദേശത്ത് 18 വർഷം അവിടെ ജോലി ചെയ്തിൻ്റെ ഭർത്താവ് സാർ ഒക്കെ നിർത്തി പോകും നിൽക്കണം. എൻ്റെ കുട്ടി 5 നേരം നിസ്കാരമോ സുബഹി നിസ്കാരമൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കണം കുട്ടിയെന്ന് എൻ്റെ കുട്ടി സാർ. ഇപ്പം ഞങ്ങൾ ആ കിട്ടിയ വിലക്ക വീട് സാധനങ്ങൾ വിറ്റിങ്ങിട്ട് പോന്നു. വേറൊന്നുമില്ല, അടുത്തടുത്ത് കള്ളൂടിനുണ്ടെങ്കിൽ സാറേ അവൻ കുടിച്ചിട്ട് വന്നിട്ട് അവിടെ എങ്ങനെ തോന്നിയാസം പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണി വന്ന് കഴിഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് വർത്താനം പറഞ്ഞ് അവസാനം അവൻ്റെ കുപ്പി ഒരു 7-8 മണിയാകുമ്പോൾ കൂടെ കുടിച്ച് പിന്നെ പറ്റ തോന്നിയാസം പറയും. അപ്പം ഞങ്ങൾ ആ അടുക്കള വാതിലൊക്കെ അടച്ചിട്ട് കുറ്റിട്ട് TV-ൻ്റെ ഓളിയാണ്ട് വെക്കും. എൻ്റെ മാപ്പിള പറയും, അവിടെ സാറേ TV-ൻ്റെ ഓളിയാണ്ട് ഉറക്കം വെച്ചാൽ അങ്ങോട്ട് വാതിൽ തുറക്കണ്ടാവും. അങ്ങനെ ഞങ്ങൾ ആ വാതിൽ തുറക്കലില്ല, ആ ഭാഗത്താണ് കാട് പിടിച്ചിങ്ങനെ കിടക്കുക സാറേ, ഒരു കാര്യത്തിൽ അങ്ങോട്ട് പോകലില്ല. അവിടെ 3-4 കുട്ടികളുണ്ട്, അവിടെ അച്ചറയും അടിയും പിടിയും വഴക്കും ഒക്കെ ആയിട്ട് അങ്ങോട്ട് തിരിഞ്ഞങ്ങൾ നോക്കൂലെന്ന്. അങ്ങനെ വളർത്തിയ എൻ്റെ കുട്ടികളെ 3 എണ്ണത്തിനെ അങ്ങനെ വളർത്തിയതാ. പക്ഷെ അവിടെ കിട്ടിയ വിലയ്ക്ക് സ്ഥലമൊക്കെ വിറ്റ് പോയി. പക്ഷേ 18 വർഷം കഴിഞ്ഞപ്പോൾ 19ാമത്തെ വർഷം സർവശക്തന് ഈ 19 വയസ്സായ മകനെ തെരഞ്ഞെടുത്തിട്ട് ഈ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരു സന്ദേശം കൊടുത്തു. എന്താ? 4 കാലിൽ ഇങ്ങനെ വന്നിരിക്കുക മോന്, തുറക്ക് വാതിൽ എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്ന മകൻ്റെ അടുത്ത് പോയപ്പം അവന്റെ ശരീരത്ത് മദ്യം മണക്കുന്നു. കാര്യം എന്താ? വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ മതവിശ്വാസ സംഹിതയിൽ നമ്മളോട് പല ഹദീസും ആയത്തിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നേരിട്ടും അല്ലാതെ പ്രവാചക സന്ദേശങ്ങൾ.
തന്നെ പോലെ തൻ്റെ അയൽവാസിയായ വീടിനകത്തുള്ള ദുരന്തത്തെ കാണാതെ പോകുന്നവൻ മൂഢസ്വഭാവത്തിൽ ജീവിക്കുന്നവനാണ്, വസിക്കുന്നവനാണ്. ഓത്യസ മനോഹരമായ ലേഖനത്തിൽ പറയുന്ന പരിശുദ്ധ ബൈബിൾ പറയുന്നു, പരിശുദ്ധ ഖുർആൻ പറയുന്നു, സമസ്ത ഗ്രന്ഥങ്ങളും അയൽവാസ സംഹിതമായ ജീവിതത്തെ എങ്ങനെ കാണണം, എങ്ങനെ കേൾക്കണമെന്ന് ദാർശനിക വിശ്വാസ ജീവിതത്തിൽ നയിക്കുന്ന ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ കണ്ടില്ല, കാണാതെ പോയി. 19 വർഷം കഴിഞ്ഞപ്പോഴാ സ്വപുത്രനെ തെരഞ്ഞെടുത്തു, എന്നൊരു സന്ദേശം കൊടുത്തു. എന്താ സന്ദേശം കൊടുത്തത്? എന്താ? അവനിലേക്ക് അതേ ലഹരിയുടെ ദുരന്തത്തെ സമ്മാനിച്ചു സർവശക്തൻ. അങ്ങനെ സംസാരത്തിനിടയിൽ ഞാനിതെല്ലാം മനസ്സിലാക്കി. അവസാനം ഞാൻ ചോദിച്ചിരുന്നു, ഈ അയൽപക്കത്തെ വീട്ടിലേക്ക് പോയിട്ട് ഒരു ഉള്ളിയും മുളകും ഒക്കെ കൊടുക്കാനോ വാങ്ങാനോ ഒന്നും പറ്റിയിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ കുടിക്കണ വീടാണേ, എന്തിനങ്ങോട്ട് പോകണം? അങ്ങനെ ഞങ്ങൾ കാത്തു സൂക്ഷിച്ച എൻ്റെ കുട്ടികളെ സാറേ പട്ടിക വെച്ചാണ്ട് അടച്ചങ്ങൾ അടുക്കള വാതിൽ അങ്ങോട്ട് ഇറങ്ങലല്ല, കാട് പിടിച്ച് അടക്കുന്നു അവിടെ. എന്നിട്ട് പിന്നെ കിട്ടി വിലക്കാണ്ട് അയൽവാസിക്ക് വേറെ അതിലേക്ക് കൊടുത്ത് ഞങ്ങളോട് പോകുന്നു സാറേ. പിന്നെ സമാധാനം കിട്ടി കുറേ കാലം. ഇപ്പോൾ നോക്കി ഓൻ എല്ലാ രീതിയിലും പഠിച്ചിങ്ങോട്ട് വന്നതാണ്. ഫസ്റ്റ് കഴിഞ്ഞ് കോളേജിലേക്ക് പോയപ്പോൾ ഇതാ കിടക്കുന്നത് സാറേ ഹോസ്റ്റലിൽ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ അയൽവാസിയായ ആ വീട്ടിൽ പോയിട്ട് ആ വീടിൻ്റെ ദുരന്തത്തെ കാണാനും കേൾക്കാനും അറിയാനും അവിടുത്തെ സങ്കടങ്ങളെ കാണാനും സാധിക്കാതെ പോയതിൻ്റെ ദുരന്തം 18 വർഷം കഴിഞ്ഞപ്പോൾ 19ാമത്തെ വർഷം ഈ മകനെ തിരഞ്ഞെടുത്തു സർവശക്തൻ. ഇങ്ങനെ നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ ചില സമ്മാനങ്ങൾ സർവശക്തനൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവാം. മേ ബി അതൊക്കെ കാണേണ്ടത് കാണാത്തത് കൊണ്ടും കേൾക്കേണ്ടത് കേൾക്കാത്തത് കൊണ്ടുമാണ്. ഓത്യാസ പറയുന്നുണ്ട്, കാണാത്ത കണ്ണുകളെ ചൂഴ്ന്നെറിയുവിൻ, കേൾക്കാത്ത കാതുകളെ അരിഞ്ഞു കളയുവിൻ. കാണാത്ത കണ്ണുകളാണ് ഈ ലോകത്തിൻ്റെ ദുരന്തം, കേൾക്കാത്ത കാതുകളാണ് ഈ ലോകത്തിൻ്റെ ദുരന്തം. ഒരുപക്ഷെ ഇന്ന് 2024 വർഷമാണ്. ഇന്ന് ഫെബ്രുവരി 3-ാം തീയതിയാണ്. ഈ പറയുന്ന 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മനോഹരമായ ഈ മഖാം ഒടയവർ വസിക്കുന്ന ഈ കർവിടത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധമായ ഒരുപാട് ആളുകളുടെ സുമനസ്സുകളുടെ പാദപ്രശ്നം കൊണ്ട് പുണ്യമായ ഈ പറയുന്ന പവിത്രമായ ഈ മസ്ജിദിൻ്റെ തൊട്ടടുത്ത് ഈ നടക്കുന്ന ഈ റൂസിൻ്റെ സംസാര വിഷയങ്ങളെല്ലാം കേൾക്കുന്നവർക്കൊക്കെ അറിയാം. ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിക്കുന്ന ഇതൊക്കെ ഒരുപക്ഷെ ഈ കലികാല യുഗത്തിലാണ്, ഏറ്റവും ദുരന്തപൂർണമായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഞാനിപ്പോൾ അടുത്തിടയ്ക്ക് പോയപ്പം നമ്മളെ കായംകുളത്തൊരു ക്ലാസ് നടക്കുമ്പോൾ ഞാൻ അവരുടെ കുട്ടികളോട് ചോദിച്ചു, എന്താ മക്കളെ ലഹരിയെന്ന്. മുതിർന്നവരോടും ചോദിച്ചു, എന്താ ലഹരിയെന്ന്. അതിൽ മുതിർന്ന ആളുകളൊക്കെ പറഞ്ഞു, ഓരോ ലഹരിയെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്താ ലഹരി ചോദിച്ചപ്പോൾ 65-70 വയസ്സ് ആളുകളൊക്കെ ഒരു ഉത്തരം പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രായമുള്ളവരുടെ സെക്ഷൻ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, കുട്ടികളൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. പ്രായമുള്ളവർ ചോദിച്ചു, എന്താ ലഹരിയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 75 വയസ്സ് കഴിഞ്ഞ ആളൊക്കെ പറയുകയാണ്, കള്ള്, ബീഡി, മുറുക്കാൻ, ചാരായം. കള്ള്, ബീഡി, മുറുക്കാൻ, ചാരായം. ഒരു 75-80 വയസ്സ് കഴിഞ്ഞ ആളുടെ ലഹരിയുടെ ആ സംസാര. ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങളുണ്ട് അവിടെ ഇരിക്കും. അവരോട് ചോദിച്ചു, എന്താ മക്കളെ ലഹരിയെന്ന്. MDMA. പിന്നെന്താ മക്കളെ പറയടാ? ആൻസ്, കഞ്ചാവ്, പത്തടി, ബ്രൗൺ ഷുഗർ. ഇതൊക്കെയാണ് മക്കൾ പറയണത്. അവരുപയോഗിച്ചുകൊണ്ടൊന്നുമല്ല പറയണത്. അവരുടെ കാലത്തിനകത്ത് അവർ കാണുന്ന സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ച് അവർ കേട്ടിരിക്കുക. 85-70 വയസ്സമായ കാരണവന്മാരൊക്കെ പത്രം വായിച്ചത് എങ്ങനെയാ പണ്ടത്തെ കാലത്ത്? 1980 മലയാള മനോരമ പത്രത്തിൻ്റെ ഹെഡിങ്, വൻ കഞ്ചാവ് വേട്ട. തിരുവനന്തപുരം നഗരത്തിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അന്യസംസ്ഥാന തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് തിരുവനന്തപുരം പോലീസ് 25 ഗ്രാം കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. എത്ര ഗ്രാമാ? 25 ഗ്രാം. ഏത് ന്യൂസാ ഇല്ലേ? സ്റ്റേറ്റ് ന്യൂസാണ് ഹെഡിങ്, വൻ കഞ്ചാവ് വേട്ട തലസ്ഥാന നഗരത്ത്. 25 ഗ്രാം. 1980 അച്ചടിച്ചിരിക്കുന്ന തിരുവനന്തപുരം എഡിഷൻ മലയാള മനോരമ ദിനപത്രം. പേപ്പർ ഉണ്ടോ? പേപ്പർ. അപ്പോൾ മാതൃഭൂമി ദിനപത്രത്തിനകത്ത് വാർത്ത എവിടെയാ? തൃശ്ശൂർ നഗരം. 1995 തൃശ്ശൂർ സിറ്റി പോലീസ് വൻ കഞ്ചാവ് വേട്ട നടത്തിയിരിക്കുന്നു. 185 ഗ്രാം കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. അത് അന്തകാലം. ഇന്തകാലം ഞാൻ ജോലി ചെയ്യുന്ന പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ മാനത്തുമംഗലം ബൈപ്പാസിൽ വെച്ചിട്ട് 165 കിലോഗ്രാം കഞ്ചാവ് 2 ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് ഒരു കറുത്ത സെറ്റിൽ പിടികൂടിയിരിക്കുന്നു. എങ്ങോട്ടാ കൊണ്ടുവന്ന? കാസർഗോഡ് കൊണ്ടുവന്നല്ല, പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിൽ അവിടുത്തെ യങ്സ്റ്റേഴ്സിന്, ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ നമ്മളെ പ്രിയപ്പെട്ട അൻസാരി കരിപ്പൊടി സംസാരിച്ചു. ഇവിടെ ലഹരി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഞാൻ പറയുന്നത് ഇവിടെ ലഹരി ഉണ്ട്, ഇവിടെ ഉണ്ട്. DSP ബാലേന്ദ്ര സാറുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു മനുഷ്യനാണ് ബാലേന്ദ്ര സാറ്, DYSP സാറ്.
അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ലഹരിയുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത ഒരു നല്ല സ്വാസ്ഥ്യനായ ഒരു മനുഷ്യനാണ്. കാക്കിയുടെ കർക്കശമില്ലാത്ത നല്ല മതസൗഹാർദ്ദം സൂക്ഷിക്കുന്ന പടന്നക്കാവ് മഹലിൽ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ അവിടെ പോയിരുന്നു. പടന്നക്കാവ് അവിടെ അന്നത്തെ കാസർഗോഡ് SP ശരശക്തൻ IPS അവറുകൾ സന്നിധാനമായി പങ്കെടുത്ത ഈ പറയുന്ന ബാലയൻ സാറ് പങ്കെടുത്ത പടന്നക്കാവ് മഹലിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ആ മഹൽ വലിയ തീരുമാനമൊക്കെ എടുത്തു. ലഹരി ഉപയോഗിക്കുന്ന വിൽപ്പന നടത്തുന്ന ആളുകളൊക്കെ 519 കുടുംബങ്ങളുള്ള ആ മഹല് പലരുടെയും പ്രാഥമിക അംഗത്വം എടുത്തുപേക്ഷിക്കുമെന്ന് പറഞ്ഞ വലിയ ഒരു പ്രതിജ്ഞയൊക്കെ എടുത്ത വലിയൊരു മഹലാണ് ആ മഹല്. ഞങ്ങൾക്ക് വലിയൊരു ഇതേപോലെ തന്നെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയൊരു മഹലാണ്. അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം ഇന്ന് വന്നപ്പോഴും സാറിനെ വിളിച്ച് വീട്ടിൽ വരാൻ പറഞ്ഞു. DSP സാറ് പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് കയറി പോകണം. ഒരുപാട് ക്ലാസ്സുകൾ എടുത്ത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ലഹരി ഉള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നേ നമ്മൾ വിചാരിക്കുന്നൊന്നും ഇല്ലയെന്ന്. പക്ഷേ നമ്മളെല്ലാം സൂക്ഷിക്കണം കേട്ടോ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നിഷ്കളങ്കരാണ്. ഏത് സമയത്തും നമ്മുടെ മക്കൾ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ സിഗരറ്റ് ഇങ്ങനെ വാങ്ങിയിട്ട് നമ്മുടെ മക്കളിങ്ങനെ കൈ പിടിക്കണ്ട. നമ്മുടെ മക്കൾക്ക് ബോധ്യവും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. മദ്രസ പഠന കാലം തൊട്ട് തന്നെ നമുക്ക് അവർക്ക് നല്ല ദീനി സ്വഭാവമുള്ള മക്കളെ നമ്മൾ സംരക്ഷിച്ച് കൊണ്ടുവരുന്നുണ്ട്. അവർക്കറിയാം ഇത് സിഗരറ്റാണ്, തീയുണ്ട്, പുകയുണ്ട്, അവസാനം ചാരമാകുമെന്ന് മക്കൾക്കറിയാം അല്ലേ. അതിനകത്ത് തീയുണ്ട്, പുകയുണ്ട്, ചാരമുണ്ടെന്ന് മക്കൾക്കറിയാം. അത് വലിച്ചു കഴിഞ്ഞാൽ ദുർഗന്ധമുണ്ട്, പല്ലിന് കറ പിടിക്കും, ശ്വാസകോശത്തിനകത്ത് ക്യാൻസർ ഉണ്ടാകും എന്നൊക്കെ മക്കൾക്കറിയാം. അത് വേണ്ടെന്നൊക്കെ അവർക്ക് പറയാൻ പറ്റും. നോ, എനിക്ക് വേണ്ട. മദ്യം കൊടുത്താലും പറയാൻ പറ്റും. അതിന് നിറമുണ്ട്, അതിന് ചഷകമുണ്ട്, അത് നമ്മുടെ സ്വാഭാവികമായ ചലനങ്ങളൊക്കെ മാറും, നമ്മുടെയൊക്കെ ചിന്തകളൊക്കെ മാറിപ്പോവും. മദ്യമാണ് വേണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്ന വീര്യം കൂടിയ സിന്തറ്റിക് ഡ്രഗ്സായ MDMA പോലുള്ള ഈ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ മകനോ മകൾക്കോ കൊടുക്കാൻ നിഷ്പ്രയാസം കൊടുക്കാൻ പറ്റും. അതെങ്ങനെ നിഷ്പ്രയാസം കൊടുക്കാൻ പറ്റുന്ന സഹോദരിമാരെ? അതെങ്ങനെ നിഷ്പ്രയാസം കൊടുക്കുന്ന സഹോദരന്മാരെ? നമ്മുടെ മക്കളൊക്കെ അന്യ സംസ്ഥാനത്തൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ മക്കൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു കഫ്റ്റേരിയയിൽ പോകുമ്പോൾ ഒരു പക്ഷേ ഒരു ഡാൻസ് ഈവൻ്റ്, ഒരു മെഗാ ഷോ കാണാൻ പോകുമ്പോൾ, ഒരു മ്യൂസിക് ഈവൻ്റ് കാണാൻ പോകുമ്പോഴൊക്കെ ഇപ്പോഴൊക്കെ ഒരു ട്രഡീഷണൽ ട്രെൻഡാണത്. അവിടെയൊക്കെ നമ്മുടെ മക്കൾ പോകുമ്പോൾ ഒരു പക്ഷേ അവിടെ വെച്ചിട്ട് നമ്മുടെ മക്കൾക്ക് മറ്റു സുഹൃത്ത് കൊടുക്കുന്ന ശീതള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാവും. ഒരുപക്ഷെ അവിടെ കൊടുക്കുന്ന ചില പെപ്സി, മിറണ്ട, കൊക്കക്കോള, പെപ്സി അതുപോലെ കോഫി, ചായയൊക്കെ ഈ മ്യൂസിക് ഇവൻ്റുകൾക്ക് ഇങ്ങനെ നൃത്തം ചെയ്യുന്ന സമയത്ത്, ഈ ഡാൻസ് ചെയ്യുന്ന സമയത്ത് അവർ സിപ്പ് ചെയ്ത് കുടിക്കുന്ന അവരുടെ അവർക്ക് കൊടുക്കുന്ന പാനീയത്തിനകത്ത് കൊടുക്കുന്ന വ്യക്തിയുടെ വിരൽ ഒരു 3 സെക്കൻഡ് ആ പാനീയത്തിനകത്ത് ഇങ്ങനെ താഴ്ന്നിരുന്നാൽ മതി വിരലൊന്ന്, എന്നിട്ട് കുടിക്കാനെന്ന് പറഞ്ഞാൽ മതി. ആ ഡാൻസ് ചെയ്യുന്ന സമയത്ത് വാങ്ങിയിട്ട് സിപ്പ് ചെയ്തിട്ട് അടുത്താക്ക് കൊടുക്കും, അവനും കുടിക്കും, അവളും കുടിക്കും, തൊട്ടടുത്ത് അവൾക്ക് കൊടുക്കും, അവളും കുടിക്കും. അപ്പോൾ അറിയുന്നുണ്ടോ അതിനകത്ത് എന്താണെന്ന്? തൻ്റെ നഖത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വീര്യം കൂടിയ ഈ പറയുന്ന മെത്തലിൻ ഡയോക്സൈൻ, മത്താംഫിറ്റമിൻ എന്നറിയപ്പെടുന്ന മാരകമായ ഈ MDMA കണ്ടന്റ് ഈ നഖത്തിനകത്ത് എത്രയുണ്ടോ അത് മതി ആ പാനീയത്തിനകത്ത് പെപ്സിലോ കൊക്കക്കോളയിലോ ഈ പറയുന്ന ജ്യൂസിലോ കോഫിയിലോ ഒന്ന് താഴ്ന്നിരുന്നാൽ മതി. ഒരു 3 സെക്കൻഡ് ഇരുന്നിട്ട് കുടിക്കാൻ കൊടുക്കുമ്പോൾ അതൊന്ന് ആന്തരിക അവയവത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മതി. ആ ചെല്ലുന്ന മാത്രയിൽ ഏകദേശം 6 മണിക്കൂറിനകത്ത് കുടിച്ച ആ പെൺകുഞ്ഞോ ആ കുട്ടിയോ നിഷ്കളങ്കായ നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന ഒരു ശാരീരികമായിട്ടൊരു മാറ്റമുണ്ട്, ഒരു വ്യതിചലനമുണ്ട്. അത് കേവലം മൈക്കിലൂടെ വിളിച്ചു പറയാൻ പറ്റില്ല. ആ അനുഭവിക്കുന്ന വ്യതിചലനമുണ്ടല്ലോ, ആ വ്യതിചലനം ഒരു പക്ഷേ 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അവസ്ഥ ഒന്ന് ഡീആക്ടിവേറ്റിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴാണോ ഇത് ഉപയോഗിച്ചത് അവിടെ സംഭവിച്ചത് എന്താണോ ആ സംഭവിച്ച ഒരു ആക്റ്റീവായ ഒരു സ്റ്റിമുലേഷൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ഡീആക്റ്റീവായി നിൽക്കുന്ന മാനസികാവസ്ഥ അതിലേക്ക് എത്താൻ ഒരു ശ്രമം നടത്തും. ആ ശ്രമം എങ്ങനെയാണ് നടത്തുന്നത്? തലേ ദിവസം പോയി പങ്കെടുത്ത മ്യൂസിക് ഈവൻറ്റുകൾ, ഡാൻസ് പരിപാടികൾ, യാത്രകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒന്നിച്ചുള്ള ബൈക്ക് യാത്രകൾ, ഒന്നിച്ചുള്ള കാർ യാത്രകൾ, ഒന്നിച്ചുള്ള ഹോട്ടലിലെ ഭക്ഷണങ്ങൾ, ഒന്നിച്ചുള്ള കൂൾ ഡ്രിങ്ക്സിൻ്റെ ഒരു കുടിച്ചൊരവസ്ഥയൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരുമ്പം അവിടേക്ക് പോകാനുള്ള ത്വരത മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തും. ആരാണോ കൊണ്ടുപോയത്, ആരാണോ ക്ഷണിച്ചത്, അവനെ ഒന്ന് വിളിക്കും, ഇവിടെ ബാടാ പോകണം, എനിക്ക് വലിയ തലവേനയാണ്, എനിക്ക് ആ ജ്യൂസ് ഒന്ന് കുടിക്കണം, അവിടെ പോയി നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാം, ഒന്ന് പോകാം പ്ലീസ് ബാ. പോകും. അവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അവിടുത്തെ ട്രഡീഷണൽ ട്രെൻഡ്, അവിടുത്തെ സെർവ് ചെയ്യുന്ന രീതി, അവിടെ കുടിച്ച അതേ ജ്യൂസ്, അവിടെ കുടിച്ച അതേ കോഫി, അവിടെ കുടിച്ച അതേപോലത്തെ ചില സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, അവിടുത്തെ മ്യൂസിക് ഈവൻറ്റുകൾ, അവിടുത്തെ മ്യൂസിക് സിസ്റ്റങ്ങൾ എല്ലാം അവസ്ഥകളെ അങ്ങോട്ട് സ്വീകരിക്കും. 1-2 പ്രാവശ്യം കഴിയുമ്പോഴായിരിക്കും മനസ്സിലാകുക എൻ്റെ സുഹൃത്ത് എനിക്ക് എന്തൊക്കെയോ തരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ രീതിയിലേക്ക് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്, എനിക്കിപ്പോൾ പഠിക്കാനൊന്നും പറ്റുന്നില്ല. ഇന്നലെ എൻ്റെ ഉമ്മ വിളിച്ചപ്പോൾ കുറേ ദേഷ്യപ്പെട്ടു, എൻ്റെ ഉപ്പ ഇന്നലെ വിളിച്ചപ്പോൾ എന്തിനാ വിളിക്കുക, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, ഞാൻ ഇങ്ങോട്ട് പോകാനാണ്, ഞാൻ എൻ്റെ കൂട്ടുകാരടുത്ത് പുറത്ത് പോയത് എപ്പോൾ വന്നോളൂ, ഞാൻ അങ്ങോട്ട് വിളിക്കാം.
അപ്പോൾ ഉപ്പയ്ക്കൊരു സങ്കടം, എന്താ എൻ്റെ മോൾ ഇങ്ങനെ പറയണത്, കുറച്ച് ദേഷ്യപ്പെട്ടല്ലോ അവള്. ഉമ്മ പറയും, എന്താ എൻ്റെ മോൾ ഇങ്ങനെ കുറച്ച് ദേഷ്യമൊക്കെ പെട്ടല്ലോ അവള്. അങ്ങനെ ചെറിയ ചെറിയ സംശയമൊക്കെ ഉപ്പയ്ക്കും തുടങ്ങി ഉമ്മയ്ക്കും തുടങ്ങി. അങ്ങനെ ഇത് കുടുംബത്തിലൊക്കെ ഒന്ന് പങ്കുവെച്ചു. ഇങ്ങനെയൊക്കെ അവൾ പറയുന്നത്, ദേഷ്യപ്പെടുന്നുണ്ട്, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവള്, എന്നും വൈകുന്നേരമൊക്കെ അവൾ ഇങ്ങോട്ട് വിളിക്കുന്നവള് ഇന്ന് പെട്ടെന്ന് ഫോൺ വെക്കുകയാണെങ്കിലോ, തലവേദനയാണെന്ന് പറഞ്ഞല്ലോ, ഇന്ന് അവൾ അവിടെ ഇല്ലല്ലോ, കൂട്ടുകാരെ വിളിച്ചപ്പോൾ അവൾക്ക് അറിയില്ല എന്ന് പറഞ്ഞല്ലോ, ചെറിയ കള്ളത്തരമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഉപ്പയുമായിട്ട് ഒരു ആശയവിനിമയമൊക്കെ നടത്തി നാട്ടിലുള്ള ബന്ധുവിനെ വിളിച്ചുകൊണ്ട് അങ്ങ് യാത്ര കയറി. അങ്ങ് എങ്ങോട്ടാണ് യാത്ര പോയത്? ഒറീസയിലേക്ക്. ആ യൂണിവേഴ്സിറ്റി അങ്ങോട്ട് ഒറീസയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ അന്ന് പണ്ട് ഒറീസയിൽ പോയിട്ട് അവിടെ റൂമൊക്കെ കൊടുത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത തിരിച്ചു വന്നതൊരു ഓർമ്മയുണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ ഇപ്പോൾ താമസിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു. 4 മാസങ്ങൾക്ക് മുമ്പ് അവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്താണ് തൻ്റെ മകൾ താമസിക്കുന്നത് തിരിച്ചറിഞ്ഞത്. അവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞിരിക്കുന്നു. മകളെ കണ്ടപ്പോഴാണ് വീഡിയോ കോൾ വിളിച്ചിട്ട് 3 മാസമായി മകൾ ഉമ്മയ്ക്ക്. പിന്നെ കണ്ടപ്പോൾ ആ കണ്ണും മൂക്കും ആ മുഖവും എല്ലാം കണ്ടപ്പോൾ ആ പ്രസരിപ്പൊക്കെ ഇങ്ങോട്ട് മാഞ്ഞു പോയിരിക്കണു. എവിടേക്കോ ചില ദുരന്തങ്ങൾ, സംസാരങ്ങൾക്കൊന്നും പൂർണ്ണതയില്ല. അധ്യാപകരെ പോയി കണ്ടപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് പിടുത്തം കിട്ടി. ക്ലാസ്സുകൾ അറ്റൻഡൻസ് ഒക്കെ കുറേ കുറഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളൊന്നും വ്യക്തമായിട്ട് മറുപടികൾ പറയുന്നില്ല. കൊടുത്തിരിക്കുന്നതിനകത്ത് കഴുത്തിൽ കിടക്കുന്ന മാലയ്ക്കും കാതിൽ കിടന്ന കുലിസുകളും ഒന്നും കാണാനില്ല. അതിനൊക്കെ വ്യക്തമായിട്ട് മറുപടി പറയുന്നില്ല. അപ്പോഴേക്കും ഭാരിച്ച ഒരു സംഖ്യയുടെ കണക്ക് പറഞ്ഞു അവിടുന്ന് പോകണമെങ്കിൽ. അങ്ങനെ 3.5 ലക്ഷം രൂപ ഒരു കണക്ക് വീട്ടിക്കൊണ്ട് എന്നേക്കുമായി തൻ്റെ 21 വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞിനുമായിട്ടും ആ ബന്ധുക്കൾ നാട്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് 2 സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റൊക്കെ കൊണ്ടുപോയി. 4-ാം സ്ഥലം ബാംഗ്ലൂർ ലിൻഗാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മെൻ്റൽ ഹെൽത്ത് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ 4.5 മാസത്തെ അന്തേവാസിയായി കുഞ്ഞ് കടന്നു. സ്വസ്ഥ ജീവിതത്തിലേക്ക് തിരികെ എത്തി. പ്രിയപ്പെട്ടവരെ, ലക്ഷക്കണക്കിന് ദുരന്തങ്ങളിൽ ഒരു ദുരന്തത്തിനെ മാത്രം എടുത്തു പറഞ്ഞെന്നുള്ളൂ ഞാൻ. ഈ ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ നമ്മുടെ ഈ മനോഹരമായ പവിത്രമായ നമ്മുടെ ഈ ദേശം, ഈ കോട്ടിക്കുളം എന്ന ദേശത്തിനകത്ത് എവിടെയെങ്കിലും ഒരു കുഞ്ഞിനെ എവിടെയെങ്കിലും പോലീസോ എക്സൈസ് അറസ്റ്റ് ചെയ്താൽ അറിഞ്ഞോ അറിയാതെ പോലും നമ്മൾ പരിഹസിക്കരുത്. ആൾക്കൂട്ടങ്ങളിൽ ആ കുടുംബത്തിനെയോ കുടുംബനാഥനെയോ കുട്ടിയോ നമ്മൾ ഒരിക്കലും അവരുടെ പരിഹസിച്ച് സംസാരിക്കരുത് എന്നെൻ്റെ അപേക്ഷയാണ്. ഒരുപക്ഷെ ആ ദുരന്തം ഒരിക്കലും ആ കുടുംബത്തിൽ നിന്ന് മാഞ്ഞു പോകില്ല. ഒരു മകനോ മകളോ, ഒരു 18 വയസ്സുകാരൻ മകൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടാൽ ആ മകൻ്റെ പിതാവ് അനുഭവിക്കുന്ന, ആ മകൻ്റെ മാതാവ് അനുഭവിക്കുന്ന ദുരന്തം കേവലം ഒരു വാക്കിൽ ഒതുക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ ദുരന്തമായിരിക്കും ഉമ്മ അനുഭവിക്കുന്നത്. പിന്നെ ഉമ്മയുടെ പ്രാർത്ഥനയൊന്നും ഉമ്മയ്ക്ക് വേണ്ടി ഉമ്മ പ്രാർത്ഥിക്കൂല. തൻ്റെ ദൂർത്തുപുത്രനായ മകനെ മാനസാന്തരപ്പെടുത്തണമേ പടച്ച റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കും ആ ഉമ്മയും ഉപ്പയും സമർപ്പിക്കുക സർവ്വനാഥൻ്റെ പക്കൽ. പക്ഷേ ഇങ്ങനെ ഒരുപാട് ഉമ്മമാരുടെ സങ്കടങ്ങളെ കാണുന്ന വ്യക്തിയാണ് ഞാനും മകേഷും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ മാത്രം എല്ലാം സേഫാണെന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് നാടിൻ്റെ ദുരന്തം നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ അയൽവാസത്തിൽ നടക്കുന്ന ദുരന്തം, നമ്മുടെ മഹലിൽ നടക്കുന്ന ദുരന്തം, നമ്മുടെ മഹല് വിശ്വാസ കൂട്ടായ്മ നടക്കുന്ന ദുരന്തം, അന്യമതസ്ഥയിൽ നടക്കുന്ന ദുരന്തം എല്ലാം നമ്മുടെ ദുരന്തമായി നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ യാത്രകളിൽ നമ്മുടെ ഏതെങ്കിലും നമ്മുടെ ദൂരദേശങ്ങളിലെ യാത്രകളൊക്കെ നമ്മൾ കാണുന്ന ചില ദുരന്തങ്ങൾ, ചില വഴിവക്കിൽ, ചില തെങ്ങിൻതോപ്പിൽ, ചില റോഡ് സൈഡുകളിൽ, ചില ഇതേപോലെ നമ്മളെ കടലിൻ്റെ തീരങ്ങളിൽ, പാറക്കെട്ടുകളിൽ, ഏതെങ്കിലും ബാത്റൂമിൻ്റെ പിന്നാമ്പുറത്തൊക്കെ ഒരുപക്ഷെ ചെറുപ്പക്കാരായ നമ്മളീ പറയുന്ന കുരുത്തം കെട്ടവൻ, തലതെറിച്ചവൻ, താന്തോന്നി, അധിക പ്രസംഗി, മണ്ടൻ, മടയൻ, പൊട്ടൻ, ഇല്ലെങ്കിൽ ഏത് നേരത്തെ കുരുത്തം കെട്ടവൻ ഉണ്ടായത് കണ്ടില്ലേ, തലതെറിച്ച വലിക്കണ കണ്ടില്ലേ, അവൻ്റെ കൈ കണ്ടില്ലേ, എന്ന് ചുരുട്ടണ കണ്ടില്ലേ എന്നൊക്കെ നമ്മൾ പറയും. ഒരുപക്ഷെ നമ്മുടെ അയൽപക്കങ്ങളിൽ, ഒരുപക്ഷെ നമ്മളിവിടെ വീട് ഇവിടെയാണെങ്കിൽ ഏതെങ്കിലും ദൂരദേശത്ത് വന്ന കുട്ടികൾ ഈ മനോഹരമായ ഈ കടൽ തീരത്തിൻ്റെ പാറക്കെട്ടിരുന്നു കൊണ്ട് ഒരുപക്ഷെ പുകവലിക്കുക, മദ്യപിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളൊന്ന് വെറുതെ നോക്കിയിട്ട് അങ്ങോട്ട് നോക്കണ്ട, കണ്ടില്ലേ കുരുത്തം കെട്ടാൻ അങ്ങോട്ട് പോകണ്ട, നമ്മൾ എന്തിനാണ് വയ്യാവലി എടുത്ത് തലയിൽ വെക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നതിൻ്റെ ദുരന്തമാണ് ഇന്ന് ഈ അക്ഷര കേരളം ഇന്ന് അനുഭവിക്കുന്ന ദുരന്തം. ഒരുപക്ഷെ നമ്മളത് കണ്ടിട്ടും കാണാതിരുന്ന കണ്ണുകളാണ് ഈ ലോകത്തിൻ്റെ ദുരന്തം. അത് കേട്ടിട്ടും കേൾക്കാതിരുന്ന കാതുകളാണ് ഇന്ന് ഈ ലോകത്തിൻ്റെ ദുരന്തം. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ, നമ്മളവിടെയൊക്കെ പോയി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കയ്യിലുള്ള സാധനം എടുത്ത് കുത്തുകയോ, ഈ പറയുന്ന കള്ളും കഞ്ചാവും ഈ സിന്തറ്റിക്കൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ, എന്താ ചെയ്യുമെന്ന് പറയാൻ പറ്റൂലല്ലോ, എന്തിനാ വയ്യാവേഴി നമ്മളെടുത്ത് തലയിൽ വെക്കണത്, അതിന് പോലീസില്ലേ, അതിന് എക്സൈസ് ഇല്ലേ, അവരൊക്കെ കൃത്യമായിട്ട് നോക്കിയാൽ പോരെ, ഈ ദുരന്തമൊക്കെ ഉണ്ടാവുമോ, ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് നിർത്തിയാൽ പോരെ, അത് ഉണ്ടാക്കണതിനെ പിടിച്ചകത്തിട്ടാൽ പോരെ എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. വ്യവസ്ഥാപിതമായ ഈ രാജ്യത്തിനകത്ത് ഇത് നിർത്തലാക്കാൻ രാജ്യ തലവന്മാർ അഹോരാത്രം പ്രയത്നിക്കുന്നില്ല എന്നല്ല, ഇതിൻ്റെ പരിണിതമെന്ന് പറയപ്പെടുന്ന ചെറിയൊരു സംഭവം അല്ലെന്നേ, വലിയ സംഭവമാണ്. EMS നമ്പൂതിരിപ്പാട് കേരളത്തിൽ അധികാരമേറ്റ ശേഷം എത്രയോ നല്ല ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. അതേപോലെ കോൺഗ്രസിൻ്റെ അനുഭവമായിട്ട് വന്ന AK ആൻ്റണി അധികാരത്തിലേറി. കേരളത്തിൽ ചാരവ് നിരൂപിച്ച മുഖ്യമന്ത്രി AK ആൻ്റണി.
എത്ര വിപ്ലവകരമായ ഒരു സതുദ്ദേശമാണ് എ കെ ആന്റണി അത് കേരളത്തിൽ നടപ്പിലാക്കിയത്. അതെല്ലാം ഓരോ രാഷ്ട്രീയത്തിനകത്ത് ഓരോ ഭരണാധികാരികളും ഇതിനെതിരെ നടക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ ഉണ്ടാക്കുന്ന ദുരന്തം എന്തൊക്കെയാണ്? വായ്പിൻ മദ്യദുരന്തം, കല്ലുവാതുക്കൽ മദ്യദുരന്തം. വായ്പിൻ മദ്യദുരന്തം സംഭവിച്ചു. എത്രയാ? 72 പേർ മരണപ്പെട്ടു, 62 പേരുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഏറ്റവും വലിയ മദ്യദുരന്തം, ഏഷ്യ നടന്ന മദ്യദുരന്തം കേരളത്തിൻ്റെ മണ്ണിൽ വായ്പിൽ മദ്യദുരന്തം നടന്നു. മദ്യം കിട്ടാതെ വന്നപ്പം അത് ഉണ്ടാക്കാൻ ശ്രമം നടത്തി. ഇതെല്ലാം ഒരു വ്യവസ്ഥായുത ലോകത്തിനകത്ത് വരുന്ന ഒരു കൃവിക്രയങ്ങൾ. ഇതിനെല്ലാം നേരിടണമെങ്കിൽ അതിൻ്റെ പിന്നിലെല്ലാം വലിയൊരു ശക്തിയുണ്ട്. അതിന് പിന്നിൽ വലിയ ദുരന്തം സംഭവിക്കുന്നുണ്ട്. ഇത് കിട്ടാതെ വരുമ്പോൾ കാണിക്കുന്ന ദുരന്തങ്ങൾ വേറെയുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ നേരം വെളുത്താലും തീരില്ല. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് എവിടെയാണ് പണി നടക്കുന്നത്? എവിടെയാ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട്? എവിടെയാ? എവിടെ? സൗദിയിലോ? റൈറ്റ്, ഓക്കെ, സൗദിയിൽ. ഇപ്പം ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയാ? അല്ലമീൻ എയർപോർട്ട്. എവിടെയാ പണി നടക്കണേ? എവിടെയാ? റിയാദിൽ പണി നടക്കുന്നുണ്ട് ഇല്ലേ? ആണോ? ഓ ഈ അല്ലമീൻ എയർപോർട്ട് സൗദിയിലാണോ റിയാദിലാണോ? ഇപ്പൊ പണി നടക്കുന്ന എയർപോർട്ട് എവിടെയാ? സൗദിയിൽ പണി പൂർത്തിയായിട്ടില്ല. ഈ സൗദി എന്ന അറേബ്യ രാജ്യത്തിനകത്ത് റിയാദ് എന്ന് പറയുന്ന ദേശത്തിനകത്ത് അല്ലമീൻ എയർപോർട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പണി കഴിഞ്ഞിട്ടില്ല. ഈ എയർപോർട്ടിനകത്ത് ഇത് ഏറ്റവും വലിയ എയർപോർട്ടായിട്ട് അംഗീകരിക്കാൻ പോവുക. അവിടെ എന്ത് വേണം? അവിടെ എന്ത് വേണം? അവിടെ എന്ത് വേണം? എന്ത്? പ്ലെയിൻ വേണം, അതല്ലേ എയർപോർട്ടായിട്ട് അംഗീകരിക്കുള്ളൂ. സത്യ. പിന്നെ സാധനമുണ്ട്, നമ്മളിപ്പോൾ സംസാരിക്കുന്ന സാധനം കൂടെ അവിടെ വേണം. എന്താ സാധനം? മൈക്കോ? ചേട്ടാ അവന്മാരെ കൂടെ കുടുങ്ങിയല്ലോ ഞാൻ. പ്ലെയിൻ വേണം, മൈക്ക് വേണം, പിന്നെന്താ വേണ്ടേ? നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താ? ലഹരി. അവിടെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് എന്നൊരു ഷോപ്പ് വരാൻ പോകുന്നുണ്ട്. ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്. അത് സാധനം കിട്ടും. എന്താ? കുപ്പി. അതോടെ വരാൻ പോവുക. അത് വന്നാൽ മാത്രമേ ഈ 198 രാജ്യങ്ങൾ ഏറ്റവും വലിയ എയർപോർട്ടായിട്ട് അംഗീകരിക്കുകയുള്ളൂ. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ എയർപോർട്ടല്ല. അപ്പോൾ അത് വരാൻ പോവുക. കേട്ടോ? അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ് സംവിധാനമൊക്കെ. ഇതാണ് സംവിധാനമൊക്കെ. പറഞ്ഞു വരുമ്പോൾ നമ്മളെല്ലാം മനുഷ്യരാണ്. ഈ മനുഷ്യഗണങ്ങളെല്ലാം ഓരോ മനുഷ്യരും അവനവൻ്റെ സ്വസ്ഥതയും അവനവൻ്റെ വ്യക്തിത്വവും അവനവൻ്റെ നന്നാവലുമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നന്നാവും. അല്ലേ? വീട് നന്നാവും, ലോകം നന്നാവും. സത്യമാണത്. ഒരിക്കൽ ഓത്യാസ് മനോഹരമായ കഥ പറയുന്നുണ്ട്. എന്താ കഥ പറയുന്നത്? വീട്ടിലേക്ക് വൈകുന്നേര സമയത്ത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു ഉപ്പയാണ്. വീട്ടോട്ട് കയറി വരികയാണ് ഉപ്പ. ആ ഉപ്പ വരുമ്പോൾ ഉപ്പയുടെ കയ്യിൽ, അപ്പോൾ നമ്മൾ ഓരോ വ്യക്തിയും നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് കൊടുക്കാനുണ്ട്. ഓരോ വ്യക്തിക്കും ഓരോ സന്ദേശങ്ങൾ കൊടുക്കാനുണ്ട്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നമ്മൾ ഒരുപക്ഷെ ചില സന്ദേശങ്ങൾ നമ്മുടെയൊക്കെ സ്വന്തങ്ങളിലോ അയൽപക്കങ്ങളിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയകളിലോ എവിടെയൊക്കെ നമ്മൾ പ്രചരണം നടത്തുമ്പോൾ ഒരുപക്ഷെ മറ്റൊരുപാട് പേര് അതിൽ നിന്ന് ഒരുപക്ഷെ ഇൻസ്പിറേഷൻ ഉണ്ടാവും. ഒരുപക്ഷെ അവർക്കൊക്കെ ചില ചിന്തകളുണ്ടാവും. അവരും ഇതുപോലെ സംസാരിക്കാൻ തുടങ്ങും. അവരും ഇതുപോലെ ചില കരുതലും ഒരുപക്ഷെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ ചിന്തയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ മഹേഷ് ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ നാസർ അല്ലേ മഹേഷേ? അബ്ദുൽ ഖാദർ, അദ്ദേഹം എൻ്റെ അടുത്ത് വേദി കയറി വന്നിട്ട് പറഞ്ഞു, അതേ ഉണ്ടോ ഇവിടെ ഉണ്ടോ അബ്ദുൽ ഖാദർ പോയോ? അദ്ദേഹം സിഗരറ്റ് വലി നിർത്തി എന്ന് പറഞ്ഞു എന്നിട്ട് വേദി വന്നിട്ട്. ഞാൻ പറഞ്ഞു വേദിയിലോട്ട് വിളിച്ച് അദ്ദേഹം വരുമോ ചോദിച്ചു. ഇവിടെ ഉണ്ടോ പുള്ളി? അദ്ദേഹം പോയോ? എന്തേ? എവിടെ? ഇവിടെ ഉണ്ട്. നല്ലൊരു മനുഷ്യനാണ്, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം വേദി കയറി വന്നിട്ട് എന്നോട് അഭിമാന പുരസ്സരം പറയുകയാണ്, സാറേ ഒരുപാട് ജീവിതത്തിനകത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് ഒരു അപകടമൊക്കെ സംഭവിച്ചു. ഇപ്പം സന്തോഷമായിട്ട് കുടുംബമായിട്ട് കഴിയുന്നു. അപ്പം ആ ജീവിതത്തിനകത്ത് ഇപ്പം നിലവിൽ വാടകയ്ക്ക് അദ്ദേഹം താമസിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്ത് പോന്നിട്ടുണ്ട്. അപ്പം സിഗരറ്റ് വലി എന്നെ വല്ലാതെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഈ സംസാരം കേട്ടപ്പം ഈ ഉറൂസ് നടക്കുന്ന ഈ മഹത്തരമായ ഈ പരിശുദ്ധമായ ഈ ചർച്ചിൻ്റെ തൊട്ടടുത്ത് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഞാൻ പറയുകയാണ്, ഞാൻ ഇന്നേക്ക് അത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നിയ മനസ്സിനകത്ത്. നിങ്ങളത് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈയ്യടി കൊടുക്കണം മനുഷ്യൻ, നല്ലൊരു കൈയ്യടി. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അദ്ദേഹം എന്ന് ഉണ്ടാവണം. അദ്ദേഹം പറഞ്ഞു വേദിയിലോട്ട് എന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞു.
ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖവും അദ്ദേഹം സംസാരം കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. നിഷ്കളങ്കനായിട്ടാണ് മനുഷ്യൻ സംസാരിച്ചത് വേദിയിൽ. ഇവിടെ വന്നിട്ട് എല്ലാവരും നിസ്കാരത്തിന് പോയപ്പം ഇവിടെ ഒന്ന് സംസാരിച്ചത്. അദ്ദേഹത്തിന് പഠിച്ച റബ്ബ് എല്ലാ ദീർഘായുസ്സും അഭിയത്വം ഒക്കെ അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്ന് കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആയിട്ട് അല്ലേ, അങ്ങനെ ആയിട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു, ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പോൾ വീണ്ടും നമ്മൾ ചർച്ചയിലേക്ക് വരാം. ഇപ്പം നമ്മുടെ നാട് ഇപ്പം അനുഭവിക്കുന്ന, നമ്മൾ പറഞ്ഞു ദുരന്തം, ഒന്ന് സൈബർ അഡിഷൻ, ഡ്രഗ് അഡിഷന്മാർ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഇന്ന് ഈ കോട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തൊരു മെസ്സേജ് അയച്ചാൽ ഈ ലോകത്ത് ഏറ്റവും വീര്യം കൂടി ലഹരി വേണമെങ്കിൽ ഇവിടെ വരും, സംശയമൊന്നുമില്ല, ഇവിടെ എത്തും. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം കൊണ്ടും നമ്മൾ ഇതൊന്നും ഇങ്ങനത്തെ സംവിധാനം ഒന്നും ഇല്ലാതായിരിക്കും നമ്മൾ കരുതിയിരിക്കണേ. ഇവിടുന്ന് ഒരു മെസ്സേജ് അയച്ചാൽ ഇവിടെ ലോകത്തെ ഏറ്റവും വീര്യം കൂടി ലഹരി പദാർത്ഥം ഇവിടെ എത്തും. കാരണം എന്താ, അത്രമേൽ ഈ സാധനത്തിൻ്റെ ലഭ്യത കൂടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ അടുത്തിടയ്ക്ക് ഈ നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റിയുടെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അതിനകത്ത് ക്രൈം ബ്യൂറോയുടെ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: 2022 വർഷത്തിൽ കേരള സംസ്ഥാനം എന്ന് പറയപ്പെടുന്ന കേരവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ, ദൈവത്തിൻ്റെ നാട്ടിൽ 13,248 പെൺകുട്ടികൾ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾക്ക് അഡിക്റ്റഡാണ്. മനസ്സിലാക്കണേ, ഈ പറയുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആയ ഈ സിന്തറ്റിക് ഡ്രഗ്സിന് അഡിക്റ്റഡാണ്. അതിൻ്റെ തോതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത്. എങ്ങനെയാണ് ഈ കുട്ടികൾ ഇതിനകത്ത് അഡിക്റ്റഡായത്? നിർഭാഗ്യവശാൽ എല്ലാം ചതിയിലൂടെയാണ് അഡിക്റ്റായത്. ചതിയിലൂടെ, സൗഹൃദങ്ങളിലൂടെ, ചതിയിലൂടെ ഒക്കെ അഡിക്റ്റ്. ഈ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ടു, നമ്മുടെ 24 ചാനലിനകത്ത്, ഒരു മുഖ്യധാര ചാനലിനകത്ത് കോഴിക്കോടുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് 10-ലെത്തിയപ്പോൾ അത് ആ കുഞ്ഞ് പറഞ്ഞത്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഞാൻ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗിന് അഡിക്റ്റഡ് ആണ്. 10ാം ക്ലാസ്സിലെത്തും വൈറ്റ് മെലോഡി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓർഗനൈസേഷൻ ചെയ്തു. ഇൻസ്റ്റഗ്രാമിൽ 19 ഗ്രൂപ്പിനെ ആ കുട്ടി ക്രിയേറ്റ് ചെയ്തു. ആ 19 ഗ്രൂപ്പും ഇത് ഉപയോഗിക്കുകയും കച്ചവടം ചെയ്യുന്ന കുട്ടികളായി 10ാം ക്ലാസ്സിലെ കുട്ടികൾ മാറിയിട്ടുണ്ടെങ്കിൽ നാടെത്ര മാറിപ്പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. അപ്പോൾ അതുകൊണ്ട് ഇത് ചെറിയൊരു കാര്യമൊന്നുമല്ല. നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ മക്കൾക്ക് എല്ലാവിധ മദ്രസ പഠനങ്ങളും നല്ല വിശ്വാസം ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ശ്രേഷ്ഠമാണ്. നമ്മളവരെ നോക്കുന്നു, അവരെ പുസ്തകം നോക്കുന്നു, എല്ലാം നമ്മൾ അറിയുന്നു, അധ്യാപകരുടെ നമ്മൾ ഇൻട്രാക്ഷൻ നടത്തുന്നു, അവരെ PTA മീറ്റിംഗ് നമ്മൾ പോകുന്നു, കുട്ടിയുടെ മാർക്ക് നിലവാരങ്ങളൊക്കെ അറിയുന്നു, അവൻ്റെ വരവ് പോക്ക്, അവൻ്റെ സഞ്ചാരങ്ങൾ, അവൻ്റെ ഉറക്കം, അവൻ്റെ സംസാരം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ കളികൾ, ചിരികളെല്ലാം നമ്മൾ അറിയാം. നമുക്ക് ഉമ്മയ്ക്ക് നമുക്കൊക്കെ അറിയാം. പക്ഷേ പല സമയങ്ങളിലും കുട്ടികളുടെ ചില ചിന്തകൾക്ക് മാറ്റം വരുന്നു. അവൻ്റെ മുറിക്കകത്ത് കയറാൻ നിങ്ങൾക്ക് അവകാശമില്ലാതായി തീരുന്നു. അവന് ദേഹം പരിശോധന നിങ്ങൾക്ക് അവകാശമില്ലാതെ തീരുന്നു. അവൻ നഖമൊന്ന് വെട്ടടാന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്ന മകനായി മാറുന്നു. അവൻ്റെ മുടിയൊന്ന് വെട്ടടാന്ന് പറഞ്ഞാൽ എപ്പോൾ വെട്ടില്ല എന്നെങ്ങനെ ആയി എന്ന് ചോദിക്കുന്ന ഒരവസരം വരുന്നു. അവൻ്റെ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്തിനാ വിരിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് കയറേണ്ടത്, ഞാൻ പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാ ഉമ്മ അങ്ങോട്ട് കയറരുത് എന്ന് പറയുന്ന മകനായി മാറിയിരിക്കുന്നു. അവൻ്റെ പുസ്തകത്താളുകളൊന്ന് തുറന്നു നോക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലാതായി മാറിയിരിക്കുന്നു. ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, ഒന്ന് ചിന്തിക്കണം. എവിടേക്കോ ചില ആപത്തൊളിഞ്ഞിരിക്കുന്നു. ചിന്തിക്കണം. മക്കളെയാണ് നിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സംശയിക്കേണ്ടത് കേട്ടോ. അമ്മമാരെ, മക്കളെയാണ് നിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സംശയിക്കേണ്ടത്. മക്കളെയാണ് നിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് കേട്ടോ. മക്കളെയാണ് നിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത്. മക്കളെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അവിശ്വസിക്കേണ്ടത്, സംശയിക്കേണ്ടത്. കാരണം കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലും സംശയത്തിലും നിങ്ങൾ അവരെ കാണുകയും കേൾക്കുകയും ചെയ്യണം. മക്കൾ നമ്മൾ പറയും, എൻ്റെ മോൻ എല്ലാം എന്നോട് തുറന്നു പറയും, സാറേ ഒന്നും അവൾ മറച്ചൊക്കൂല. എൻ്റെ മോൻ എല്ലാം എന്നോട് പറയും. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വള്ളി വിടാൻ നടന്നതും പോയതും വന്നതും എല്ലാം എന്നോട് പറയുന്നത് എൻ്റെ വലിയ സമാധാനം അല്ലേ. നിങ്ങൾ അറിഞ്ഞോളി, ഒന്നും ഇങ്ങോട്ട് പറയില്ല, ഒന്നും ഇങ്ങോട്ട് പറയാൻ പോകണില്ല. പറയേണ്ടതേ മക്കൾ പറയുള്ളൂ, മറ്റതൊക്കെ അവർ ഒളിപ്പിക്കും. കാരണം ഈ ലോകത്തിലെ ഇന്നിൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയപ്പെടുന്നത് നിഷ്കളങ്കരാണ്. അവർക്കറിയാം. ഒരു മകൻ വന്നിട്ട് പറയോ, അമ്മ ഞാനൊന്ന് വെറുതെ ആൻസ് ഇങ്ങനെ വെറുതെ ഒന്ന് വെച്ച് നോക്കി, അപ്പോൾ തലയൊക്കെ ഇങ്ങനെ കറങ്ങി, ഇവിടെയൊക്കെ വേർപ്പ് വന്നു, ഓ ഇനി ഞാൻ വെക്കൂല കേട്ടോ. ഏതെങ്കിലും മോൻ വന്ന് പറയൂ അമ്മയോട്, ഏതെങ്കിലും മോൻ വന്ന് പറയൂ, ഉപ്പ ഞാനൊരു സിഗരറ്റ് ഇങ്ങനെ വലിച്ച് മൂക്ക് കൂടെ ഊതി പുകയൊക്കെ വന്ന് ഞാൻ വലിക്കൂല കേട്ടോ ഉപ്പ, പറയോ? പറയില്ല, നെവർ പറയില്ല. കാര്യം എന്താ? അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദയം നുറുങ്ങിപ്പോകുമെന്ന് അവനറിയാം, അവക്കറിയാം. അതുകൊണ്ട് പറയില്ല, അത് മറച്ചു വെക്കും. അങ്ങനെ പറയാതെ മറച്ചു വെച്ചത് കൊണ്ടാണ് ഓരോ കുഞ്ഞുങ്ങളും ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് പെട്ടുപോയിട്ടുള്ളത്. 10%-ൽ 2% കുഞ്ഞുങ്ങൾ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടത് വീടിൻ്റെ ഗാർഹിക അവസ്ഥയിൽ ഉപ്പ ഉപയോഗിക്കുന്നതും സ്വന്തങ്ങളും ബന്ധങ്ങളും അയൽവാസി ഉപയോഗിക്കുന്ന കണ്ട് റോൾ മോഡലിൽ നിന്നാണ്. ഒരടുത്തിടയ്ക്ക് ഒരു പ്രശസ്തനായ സിനിമാ നടൻ സേഫ് ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസിൻ്റെ ബ്രാൻഡ് അംബാസഡറായി.
പേര് ഞാൻ പറയില്ല. ആ ബ്രാൻഡ് അംബാസഡറിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സിനിമാ നടൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് അതിൻ്റെ പരസ്യ ട്രോൾ ഇറങ്ങിയപ്പോൾ അല്ലാതെ സിഗരറ്റ് വലിച്ചുകൊണ്ട് അഭിനയിക്കുന്നത് വലിയ വേദന തോന്നി. കാരണം അദ്ദേഹത്തിൽ ആകൃഷ്ടരായ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്, അവർക്കെല്ലാം ഇഷ്ടമാണ്. പണ്ടൊക്കെ സിഗരറ്റ് വലിക്കുന്ന നടന്മാരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സിഗരറ്റിൻ്റെ പകുതി ഇങ്ങനെ കളഞ്ഞിട്ട് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെ സിഗരറ്റ് ഇങ്ങനെ കൊത്തും വാച്ചും ജില്ലയിൽ, എന്നിട്ട് ഇങ്ങനെ വലിക്കും. അത് വലിക്കുന്ന എത്രയോ ക്യാമ്പസിലെ ചെറുപ്പക്കാർ അത് ശീലമാക്കി. ചിലരൊക്കെ ചായ കുടിക്കും, കട്ടൻ ചായ, എന്നിട്ട് ഈ കൈ സിഗരറ്റ് ഒരു സിപ്പ് ചായ കുടിച്ചിട്ട് ഇങ്ങനെ വലിക്കും. എവിടുന്നാ ഇതെല്ലാം അല്ലേ? അവർ മറ്റ് അഭ്രപാളികളിൽ നിന്ന് അവർ കണ്ട് അതിനെ അങ്ങോട്ട് സ്വീകരിച്ചു. എന്തിനും ഏതിനും റോൾ മോഡലുണ്ട്, ബ്രാൻഡ് അംബാസഡർ ഉണ്ട്. സേഫ് ക്യാമ്പസിന് ബ്രാൻഡ് അംബാസഡർ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീക്ക് ഒരു ബ്രാൻഡ് അംബാസഡർ ഉണ്ട്. ആരാ? മഞ്ജു വാര്യരാണ് അല്ലേ? ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ അതിനു വേണ്ടി ബ്രാൻഡ് അംബാസഡർ ആരാ? പത്മശ്രീ ഭരത് മോഹൻലാലാണ്. ഇന്ത്യൻ എയർഫോഴ്സിന് ബ്രാൻഡ് അംബാസഡർ ഉണ്ട്. ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ്. വയോജന ബന്ധപ്പെട്ടുകൊണ്ട് ബ്രാൻഡ് അംബാസഡർ ഉണ്ട്. ആരാണ്? രജനീകാന്ത്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ബ്രാൻഡ് അംബാസഡറും അല്ലേ, അതിനൊക്കെ റോൾ മോഡലുമുണ്ട്. അവരെല്ലാം അതിനകത്ത് ബ്രാൻഡ് അംബാസഡറാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ എന്താണ്? അവരോടെല്ലാം സ്നേഹമുള്ളത് കൊണ്ടും അവരൊക്കെ മാതൃകപരമായി പ്രവൃത്തി എടുക്കുമെന്നുള്ള ചിന്തകൾ കൊണ്ടൊക്കെ ഒരുപക്ഷെ യങ്സ്റ്റർ യുവാക്കൾ അവരെയൊക്കെ കണ്ടിഷ്ടപ്പെടുന്നുണ്ട്. ഒരിടയ്ക്ക് നമുക്കറിയാം മാൽബ്രോ സിഗരറ്റ് എന്ന് പറയുന്ന സിഗരറ്റ് അമേരിക്കയിൽ ഏറ്റവും പ്രചാരമുള്ള സിഗരറ്റാണ് മാൽബ്രോ സിഗരറ്റ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന സിഗരറ്റാണ് മാൽബ്രോ സിഗരറ്റ്. അമേരിക്കയാണ് അത് നിർമ്മിക്കുന്നത്, US. ആ സിഗരറ്റിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ? തലയിലൊരു തൊപ്പിയും എരിയുന്ന സിഗരറ്റും വെച്ച് ഒരു കുതിരപ്പുറത്ത് വരുന്ന മാൽബ്രോ മാൻ. ഈ മാൽബ്രോ മാൻ മരിച്ചുപോയി. മാൽബ്രോ മാൻ മരിക്കുമ്പോൾ ലോസ് ഏഞ്ചൽസിനകത്ത് ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ലോകത്തോട് പറഞ്ഞ എന്താ? എനിക്ക് വന്ന ദുരന്തം സമൂഹത്തിൽ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ, ലോകമേ എനിക്ക് മാപ്പ് തരിക. മാൽബ്രോ മാൻ എന്നറിയപ്പെടുന്ന മാൽബ്രോ സിഗരറ്റ് കമ്പനിയുടെ പരസ്യത്തിൽ അഭിനയിച്ച ശതകോടീശ്വരൻ ലോകത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷിക്കാൻ ആളില്ലാതെ ലോസ് ഏഞ്ചൽസിലെ ആശുപത്രിയിൽ നിന്ന് കണ്ണീരോടെ ലോകത്തോട് വിട വാങ്ങിപ്പോയി അല്ലേ? ഇതെല്ലാം ഓരോ അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവർ. അതേപോലെ ഹാൻസ് എന്ന് പറയപ്പെടുന്ന ഒരു ഉൽപ്പന്നമുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും ഹാൻസ് കൂൾ അല്ലേ? പല സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ പറയും ഹാൻസ് കൂൾ എന്നൊക്കെ. പല സ്കൂളുകളും കോളേജിൻ്റെ ഒക്കെ ബാത്റൂമിൻ്റെ സൈഡിലും പുറകിലൊക്കെ പോയി നോക്കുമ്പോൾ അവിടെ ഇഷ്ടം പോലെ ഈ കൂളിൻ്റെ ഹാൻസിൻ്റെ കവർ കിടക്കുന്ന കണ്ടാൽ നമ്മൾ ഞെട്ടിത്തരിച്ചു പോകും. ഇതൊന്നും നമ്മുടെ കടകളിൽ കാസർഗോഡിൻ്റെ കോട്ടിക്കുളത്ത് ഈ ദേശത്ത് കടകളൊന്നും കാണൂല കേട്ടോ. അതെല്ലാം വിൽക്കുന്നത് കടകളുടെ പുറകിൽ സൈഡുകളിനകത്തും ഒരുപക്ഷെ ഈ കോണിക്കൂടിൻ്റെ അടിയിലും വിറക് വരയ്ക്കടയ്ക്കും തേങ്ങാത്തോടിൻ്റെ അടിയിലൊക്കെയാണ് വെക്കുന്നത്. ആവശ്യമുള്ള സാധനം കൊണ്ടുവരും, ആവശ്യമുള്ളത് കൊടുക്കും, തിരിച്ചു വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് മകേഷ്, അപ്പോൾ ഈ ആവശ്യമുള്ള വസ്തുക്കൾ അപ്പോൾ ആവശ്യമുള്ള വസ്തുക്കൾ കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മളൊന്നും കാണുന്നില്ല. എന്നാൽ നമുക്കറിയാമോ? അറിയാം. എന്നാൽ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല. കാര്യം എന്താ? നമ്മളറിയണ ആളല്ലേ സാറേ, നമ്മളെ ടീം ഞങ്ങളുടെ ഇവിടെ വരുന്നത് കാണണം. നമ്മൾ പറഞ്ഞു ഇനി വെറുപ്പുണ്ടാകണ്ടല്ലോ. എവിടെ നിന്നാണ് നമ്മുടെ ഈ പുതാരി ഈ കാസർഗോഡ് എന്ന് പറയുന്ന ദേശത്തിനകത്ത് അങ്ങനെ തന്നെ പറയാം, ഈ ഏരിയ ഞാൻ പറയുന്നില്ല, കാസർഗോഡ് ദേശത്തിനകത്ത് ഏതെങ്കിലും സ്കൂളിനകത്ത് ഈ സാധനം കിട്ടുന്നുണ്ടെങ്കിൽ, കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഈ കുട്ടികൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? അമേരിക്കയിൽ നിന്നാണോ, അല്ലെങ്കിൽ കൊറിയയിൽ നിന്നാണോ, അല്ലെങ്കിൽ കാനഡയിൽ നിന്നാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്നാണോ കൊണ്ടുവരുന്നത്? അല്ല. ആ ദേശത്തിനകത്ത്, നമ്മുടെ ദേശത്ത് നമ്മളറിയപ്പെടുന്ന ആളുകൾ കടകളിൽ നിന്ന് വിൽക്കുന്ന സാധനമാണ് ഒരു കൗമാരക്കാരൻ വാങ്ങി പോക്കറ്റിനകത്ത് വെച്ച് അവൻ്റെ കൂട്ടുകാരും അവൻ്റെ സർക്കിൾപ്പെട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയില്ലേ? അറിയും. നമ്മളെന്താ ചെയ്തിട്ടുള്ളത്? ചിലപ്പോൾ നമ്മൾ ഫോണൊക്കെ ചെയ്ത് പോലീസിനെ അറിയിക്കും അല്ലേ? ഈ ആൻസും കൂള് ഈ സാധനം ഈ പാൻപരാഗൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കരുത് കേട്ടോ. എൻ്റെ അപേക്ഷയാണ്, അറിയിക്കരുത്. ലൈവ് പോകുന്നുണ്ടെന്നാലും ഞാൻ പറയാം, അറിയിക്കരുത്. ചെയ്യേണ്ട എന്താ? നിങ്ങൾ ഇടപെടണം എന്നാണ് ഞാൻ പറയുന്നത്. അത് പോലീസിന് ആ ജോലി കൊടുക്കണ്ട. പോലീസ് ഭംഗിയായിട്ട് ചെയ്യില്ലെന്നല്ല പറഞ്ഞത്. പോലീസ് വരും, ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് പറയും, ഇവിടുത്തെ കാഞ്ഞങ്ങാട് SISE ഇവിടെ ഓടി വരും. എവിടെയാണെന്ന് നിങ്ങൾ ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ടാവും. വന്നിട്ട് കടയ്ക്കകത്ത് സാധനം എടുക്കും. കുറച്ച് ദേഷ്യവും ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് അദ്ദേഹം. എങ്കിലും അല്ലാത്ത അദ്ദേഹത്തെ കുറച്ച് ദേഷ്യമൊക്കെ വരും. അങ്ങോട്ട് കയറണം നിന്നോടല്ല പറഞ്ഞിട്ടുള്ളത്, ഇതാണ് വിൽക്കുന്നത് നീ ചെറുപ്പക്കാർക്ക് പിള്ളേർക്ക്, നീ ഏതൊക്കെ ബോധമൊന്നുമില്ലടാ, കയറണം അങ്ങോട്ടൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലിട്ട് കയറ്റും. അപ്പോൾ നമ്മളെല്ലാവരും ഇത് കാണും, നമ്മളൊക്കെ ഇങ്ങ് നോക്കി നിൽക്കും. അപ്പോൾ ഈ വ്യക്തിക്ക് എന്താ തൊലിക്കെട്ടി ഇങ്ങോട്ട് കൂടും, തല തെങ്ങ താത്തി നോക്കും, ആരൊക്കെ എന്നെ കാണുന്നതെന്ന്. എല്ലാവരും കണ്ട്, എൻ്റെ ടീമുകളൊക്കെ കണ്ട് സ്റ്റേഷനിൽ പോകുന്നു. ഒരു 41 CRPCയുടെ നോട്ടീസ് ഉണ്ട്.
അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ചു, അഡ്രസ്സ് പൂരിപ്പിച്ചു. ഒരു ഐഡൻറ്റി കാർഡ് തരാൻ പറഞ്ഞു. ആ വിറ്റ ആൾ ഒരു ഐഡൻറ്റി കാർഡിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അപ്പുറത്തും ഇപ്പുറത്തും എടുത്ത് കൈ കൊടുത്തു. ഒരു ഒപ്പിട്ട് അടിയിൽ അപ്പുറത്തും ഇപ്പുറത്തും കഴിഞ്ഞു. പോട്ടെ സാറേ, ആ വയ്ക്കോ, എത്രാം തീയതി വരാം? കോടതി വിളിക്കുന്ന സമയത്തും ഹാജരായിക്കൊള്ളാമെന്ന വ്യവസ്ഥയിൽ ടിയാൻ പോയി. അങ്ങനെ സമൻസ് വരും, വിളിക്കും. ഇത്രാം തീയതി നിങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇന്ന സ്കൂളിൻ്റെ പരിസരത്ത് വെച്ചിട്ട് ഇങ്ങനെ ആൻസ് വിറ്റ് കോഡ് പകരം ജഡ്ജ് ആക്ട് പറയാൻ കേസ് എടുത്തിട്ട് ഫൈൻ അടയ്ക്കാൻ വേണ്ടി വരാൻ പറയും. അങ്ങനെ ചെല്ലും. ചെറിയൊരു സംഖ്യ 500 രൂപ സംഖ്യ ഫൈൻ അടച്ച് പോയി, കഴിഞ്ഞു. എങ്ങോട്ടാണ് പോകുന്നത്? വീണ്ടും പൂർവാധികം ശക്തിയായിട്ട് ഈ സാധനം വിൽക്കാനായി മഹാനുഭാവൻ പോകുന്നത്. അതാണ് ചരിത്രം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ആൻസ്, കൂള്, പാൻബ്രാഗൊക്കെ വിൽക്കുന്ന ആളുകളെ പോലീസിനെ അറിയിക്കരുതെന്നാണ് പറഞ്ഞത്. ഈ പറയുന്ന കഞ്ചാവ്, സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ആയ പെത്തഡിൻ, ഹെറോയിൻ, ഈ പറയുന്ന MDMA ഒക്കെ വിൽക്കുന്നവരെ അറിയിക്കാതിരിക്കരുത്. അറിയിക്കണം, പോലീസ് അറിയിക്കണം, എക്സൈസിനെ അറിയിക്കണം. ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ. ഇത് സ്റ്റേഷനിൽ പോയിട്ട് ഈ CRPC നോട്ടീസ് എഴുതിയിട്ട് അവിടെ ഒപ്പിട്ടിട്ട് തിരിച്ചു പോകുന്ന കഴിഞ്ഞാൽ മനുഷ്യൻ വീണ്ടും വിൽക്കാതിരിക്കുമോ? വിറ്റ ചരിത്രമുള്ളൂ. 168 പേരുടെ വീടുകൾ ഞാൻ ഈ മകേഷും പോയിട്ടുണ്ട്. എപ്പോഴാണ് പോയത്? വൈകുന്നേരം സമയത്ത്. ഈ അടുത്തേക്ക് ഒരു അമ്മ കൊണ്ടുവന്ന ഹാൻഡ്സ് ഉണ്ട് കയ്യിൽ, പൊട്ടിക്കരഞ്ഞുകൊണ്ട്. സാറേ നിങ്ങൾ ക്ലാസ് ഒക്കെ എടുക്കണമല്ലേ, ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങളെ ഫേസ്ബുക്കിലൊക്കെ. എൻ്റെ കുട്ടി ഇങ്ങനെയാണ് സാറേ, ഒരുപാട് വട്ടം പറഞ്ഞ് തലകണൻ്റെ അടിയിൽ നിന്ന് കിട്ടി, ഓരോ ഓട്ടോസിൻ്റെ അടിയിൽ നിന്ന് കിട്ടി, പഠിക്കണ പുസ്തകത്തിട്ട് മിഞ്ഞാന്ന് ഓരോ പാൻറ്റിനകത്ത് നിന്ന് കിട്ടി, എൻ്റെ കുട്ടീൻ്റെ ഈ കുട്ടി മാത്രമല്ലേ എന്ന് പറഞ്ഞു. അപ്പം മോനോട് എവിടുന്നാ പറഞ്ഞു? മോന് വണ്ടിയിലുണ്ട് സാറേ. സാറ് ചോദിക്കും, പാവം എൻ്റെ കുട്ടിയായിരുന്നു. അടുത്തത് ചോദിച്ചു, എവിടുന്നാന്ന് ചോദിച്ചു. എൻ്റെ പോലീസ് സ്റ്റേഷൻ മിറ്റിലായിരുന്നു, ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞു. കാറ് കയറ്റി കൊണ്ടുപോയി, കാറിൽ ഇരിക്കാൻ പറഞ്ഞു. മനുഷ്യൻ ഫോൺ ചെയ്തു, മനുഷ്യൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. ഞാൻ ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലേക്ക് ചോദിച്ചു, ഈ സാധനം നിങ്ങൾ കൊടുത്താന്ന് പറഞ്ഞിട്ട് ഈ സാധനം കാണിച്ചു കൊടുത്തു. ഈ പാക്കറ്റ് ഹൃദയം പൊട്ടിയൊരു ഉമ്മ ഇരിക്കുന്നുണ്ട് വണ്ടിക്കകത്ത്. ഒരു മകൻ്റെ പാൻറ്റലൊക്കെ എടുത്തപ്പോൾ പോക്കറ്റിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ സാധനമാ. മറുപടി എന്തെങ്കിലും അവർക്ക് കൊടുക്കാനുണ്ട്, ഓരങ്ങോട്ട് വിളിക്കട്ടെ ചോദിച്ചു. ഭാര്യയും ഉമ്മ ഇങ്ങനെ നോക്കി. ഈ മകൻ്റെ 38 വയസ്സുള്ള മകൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയൊക്കെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവരുന്നത് 5 റുപ്യക്ക് ഹോൾസെയിലേറ്റർ വാങ്ങിയിട്ട് 65 റുപ്യക്ക് വിൽക്കണ ഇതിൻ്റെ ലാഭവിഹിതമാണ് ഈ വീട്ടിനകത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ മകൻ കൊണ്ടു തരുന്നത്. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെ പോയിട്ട് കണ്ട ഒരു വീട്ടിൻ്റെ മുറ്റത്ത് പോയിട്ട് ഒരു ഇസ്ലാം മത വിശ്വാസത്തിൽ ജനിച്ച നിങ്ങൾക്ക്, ദീനി സ്വഭാവത്തിൽ വിശ്വസിച്ച നിങ്ങൾക്ക് ഒരു വീട്ടിനകത്ത് വൈകുന്നേര സമയത്ത് പോയിട്ട് ആ മുറ്റത്ത് നിന്നുകൊണ്ട് ആ ഉമ്മയോടും സഹോദരിയോടും സംസാരിക്കാൻ പറ്റുമോ ഒരാൾക്കെങ്കിലും? ആയിരക്കണക്കിന് പേർക്ക് ഈ ലഹരി പാക്ക് എടുത്തു കൊടുക്കുന്ന മനുഷ്യന്റെ ഈ പ്രയോഗത്തെ ഒരു വ്യക്തിയായ നിങ്ങൾക്ക് എന്നേക്കുമായി നിർത്തലാക്കാൻ പറ്റും? ഒരു സംശയം നിർത്തലാക്കാൻ പറ്റും. അനുഭവമാണ്. 168 പേരുടെ ഇത്തരത്തിലുള്ള വിൽപ്പനയെ ഞാനും മകേഷ് ഇടപെട്ട് നിർത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ വലിയ സമയം വളരെ കുറഞ്ഞതിന് അടുത്തൊരു വലിയ പരിപാടി നടക്കാനുണ്ട്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്കൊക്കെ ജീവിതത്തിൽ നല്ല സ്നേഹവും സന്ദേശമൊക്കെ ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏറി വരുന്ന ഈ വലിയൊരു ദുരന്തം നേരിടുന്ന ഈ ലോകത്തിനകത്ത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ചിന്തകളും നല്ല നല്ല പ്രവൃത്തിയൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും 5 മിനിറ്റ് കൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഞാനിവിടെ വന്നപ്പോൾ വലിയ സന്തോഷത്തിലാണ് ദേശത്ത് നിങ്ങളുടെ ഇടയിൽ വന്നത്. ഇവിടുത്തെ ചരിത്രം അറിഞ്ഞു, ഇവിടുത്തെ ആളുകളെ അറിഞ്ഞു. വലിയ സന്തോഷം. എന്നും ഈ ദേശത്തിനെയൊക്കെ ഞങ്ങൾ കോട്ടിക്കുളത്ത് ഓർത്തിരിക്കുമെന്ന് കാര്യം സൂചിപ്പിക്കുകയാണ്. അതേപോലെ ഫിലിപ്പമ്പാടിൻ്റെ മകേഷ് ചിത്രത്തിൻ്റെയും ഈ യാത്രയിൽ നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. പ്രത്യേകിച്ച് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന കുട്ടികളുടെ മാനസിക, വൈകാരിക, ശാരീരിക മുറിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ പോലീസുകാരനാണ്. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന ദുരന്തം എന്ന് പറയപ്പെടുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ ചെറുതായി കാണുന്ന പല ലഹരി പദാർത്ഥങ്ങളും നമ്മുടെയൊക്കെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ഇന്ന് വേദനിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയപ്പെടുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഈ ആൻസ് എന്ന് പറയപ്പെടുന്ന സാധനമാണ്. ഞാൻ പറഞ്ഞു, ആൻസ് എന്ന് പറയപ്പെടുന്ന ഒരു ചെറിയ പാക്കറ്റിനകത്ത് അപ്പുറത്തും ഇപ്പുറത്തും ക്യാൻസറിൻ്റെ ചിത്രത്തിൻ്റെ ഇത് കൊടുത്തുകൊണ്ട് 9 ഗ്രാം തൂക്കത്തിൽ നിർമ്മാണ ചെലവ് 1 രൂപയിൽ താഴെ, ഹോൾസെയിലായിട്ട് 5 രൂപ, കൊടുക്കുന്നത് 60-70 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ 10 കുട്ടികളിൽ 2 കുട്ടികൾ സാധനം വാങ്ങി ഉപയോഗിക്കുന്നു എന്നുള്ള വലിയ ദുരന്തം നമ്മളൊന്നും മറന്നു പോകരുത്. ഒരുപക്ഷെ സിഗരറ്റ് പോലെ, മദ്യം പോലെ ഇത് കാണാൻ പറ്റില്ല. ഇതൊക്കെ രഹസ്യമായി ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആരെല്ലാം ഉപയോഗിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലത്തിൽ നമ്മൾ ജീവിക്കണേ. ക്യാമ്പസുകളിലും ഹൈസ്കൂളിലൊക്കെ പോകുമ്പം മൂത്രപ്പുരയുടെ പിന്നാമ്പറശത്തും അവിടെയൊക്കെ കിടക്കുന്നതിൻ്റെ കവറുകൾ കാണുമ്പോൾ ഭയാനകമായിട്ട് നമുക്കതിന് ഓർമ്മ വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇതിനെക്കുറിച്ച് ചുരുങ്ങിയൊരു വാക്കുകൊണ്ട് പറഞ്ഞു നിർത്താം. ഞാനൊരു മാങ്ങ, ഒരു ചെറിയ മാങ്ങ ഇവിടുന്ന് ഇങ്ങനെ ഇടിച്ച് പൊട്ടിച്ച് നല്ല ഉപ്പിലിങ്ങനെ ഞെക്കി വായ്ക്കകത്ത് വെച്ച് ചവച്ച് കഴിക്കുമ്പോൾ
ഒരുപക്ഷെ നല്ല പൊളി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വായിലൊക്കെ ചിലപ്പോൾ ഒരു ഉമ്മിനീര് വരും, സ്വാഭാവികമാണ്. ഒരുപക്ഷെ അത് സമൃദ്ധമായിട്ട് ഉമ്മിനീര് ഗന്ധികൾ വായിക്കാത്തുള്ളത് കൊണ്ടും രുചികുമളകൾ വായിക്കാത്തുള്ളത് കൊണ്ടുമാണ് നമുക്കിങ്ങനെ ഉമ്മിനീര് വരുന്നത്. സമൃദ്ധമായിട്ട് ഉമ്മിനീര് ഗ്രന്ഥികളുള്ളത് കൊണ്ട്. സമൃദ്ധമായിട്ട് രുചികുമളുള്ളത് വായുടെ 3 ഇഞ്ച് നീളത്തിലാണ്. ഈ 3 ഇഞ്ച് നീളത്തിലാണ് ഈ പറയുന്ന കൂൾ ആൻസ് പോലെ സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ട് ചുരുട്ടി ചുണ്ടിനിടയിൽ വെച്ചിട്ട് അമർത്തി വെക്കുന്നത്. ഒരു മനുഷ്യ ശരീരത്തിനകത്ത് സമൃദ്ധമായിട്ട് രുചികുമളകളും ഉമ്മിനീര് ഗന്ധികളുമുള്ള സ്ഥലത്ത് ഈ വെക്കുന്ന ഹാൻസ് എന്ന് പറയപ്പെടുന്ന രാസപദാർത്ഥം, അതിലടങ്ങിയിരിക്കുന്ന പൊളിപ്പർപ്പിലും പാരാനെട്രോൾ പോലുള്ള ഗ്ലാസ് 7.5 മൈക്രോ പൊടിച്ച് ചേർക്കുന്ന ഗ്ലാസ് പൗഡറുകൾ ഈ മൃദുലമായ കോശഭാഗത്തെ കുത്തി മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ അത് ശരവേഗത്തിൽ തലച്ചോറിലെത്തും. അങ്ങനെ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിങ്ങിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ സബ് മ്യൂക്കസ് ഓറൽ പൈറോസിസ് സിൻഡ്രം എന്ന് പറയപ്പെടുന്ന രോഗം, അതായത് മൃദുലമായ എലാസ്റ്റിക സ്വഭാവമുള്ള ഈ പേശികൾ ഗാഢ സ്വഭാവത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇതര സമീപത്തുള്ള കോശങ്ങൾ അതിനെ പുനർജീവിപ്പിക്കാൻ ശ്രമം നടത്തുമ്പോൾ അവിടെ മുറിവായി, അവിടെ സ്രവമായി, രക്തവും പഴുപ്പും ഒഴുകി വ്രണമായി ഓട്ടയായി വമിക്കപ്പെടുന്ന അസുഖത്തിൻ്റെ പേരാണ് സബ് മ്യൂക്കസ് ഓറൽ പൈറോസിസ് സിൻഡ്രം. ഈ പറയുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന ജില്ലയിൽ 2111 വ്യക്തികൾ ഈ പറയുന്ന സബ് മ്യൂക്കസ് ഓറൽ പൈറോസിസ് സിൻഡ്രത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണ്. RCCയിൽ അവരുടെ പേരും നാമകരണമെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ സപ്പോർട്ടീവ് മെറ്റീരിയലായ കോശങ്ങൾ, പല്ലിനടിയിലെ കോശങ്ങൾ താഴേക്ക് ഇരുന്ന് വെളുത്ത പ്രതലമായി പൂപ്പൽ വരുന്ന അസുഖമാണ്. പല്ല് തേക്കുമ്പോൾ ബ്രഷൊക്കെ ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. ഗോപാലൻ പല്ല് തേച്ചപ്പോൾ ബ്രഷ് പുറത്തേക്ക് വന്നു. വൈത്തിരി ശ്രദ്ധിച്ചു. ഗോപാലൻ ഗാനമേളെ പാട്ട് പാടുന്ന ബ്രഷ് വലിച്ചെടുത്തിട്ട് കവിളിങ്ങനെ വെച്ച് അമർത്തി പോട്ട വന്നു. അങ്ങനെ RCCയിൽ കൊണ്ടുപോയി അവിടുന്ന് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് സബ് മ്യൂക്കസ് ഓറൽ പൈറോസിസ് സിൻഡ്രം എന്ന് തിരിച്ചറിഞ്ഞു. പബ്ലിക് റിലേഷൻ വകുപ്പിൻ്റെ നാഷണൽ ഡയഗ്നോസിസിൻ്റെ സൈറ്റിനകത്ത് ആ ചിത്രമുണ്ട്, വീഡിയോ പറയുന്നുണ്ട്. ഞാൻ ആൻസ് വെച്ചതുകൊണ്ടാണ് എൻ്റെ 2 പാർശ്വങ്ങൾ ഇങ്ങനെ ആയത്, ആർക്കും ഈ ദുരന്തം വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോപാലൻ കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങളൊരു ഹൈസ്കൂളിൽ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞ 2017. അവിടെ വെച്ചിട്ട് വൈകുന്നേര സമയത്ത് വീട്ടിൽ വന്നപ്പോൾ ഒരു 14 വയസ്സുകാരെ പെൺകുട്ടി ഒരു കത്തെഴുതി. പ്രിയപ്പെട്ട ഇക്ക, എൻ്റെ പേര് അൻഷിത, നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10C ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ സമയം രാത്രി 12:20. എൻ്റെ കലാലയത്തിൽ വന്നിട്ട് ഫിലിപ്പേട്ടനും മകേഷേട്ടനും വന്ന് ക്ലാസ് എടുത്തിട്ട് പോയപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ കടയിൽ വിൽക്കുന്നത് മുഴുവനും ആൻസ് അല്ല, ക്യാൻസർ പൊതികളാണെന്ന് മനസ്സിലായി. എൻ്റെ ഈ കത്ത് വായിച്ചു തീരുമ്പോൾ, എപ്പോഴാണോ കത്ത് വായിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ കടയിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്യാൻസർ പൊതികൾ മുഴുവൻ എടുത്ത് ഉപേക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്നേഹപൂർവ്വം അൻഷിത സി, മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ, നിലമ്പൂർ എഴുതി ഒപ്പിട്ടിട്ടു. കത്ത് മടക്കി ഒട്ടിച്ച ശേഷം വീണ്ടും അവൾക്ക് ചില ചിന്തകൾ വന്നു. വീണ്ടും കത്തെടുത്തിട്ട് അവൾ 2 വരി കൂടി എഴുതി വെച്ചു. പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ? ഭാവിയിൽ അവരെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഉപ്പ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ? അങ്ങനെ കത്ത് മടക്കി അവിടെ വെച്ചു. ഉറങ്ങിയിട്ടില്ല പൊന്നുമോൾ. രാവിലെ സ്കൂളിൽ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഉമ്മ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു പോയി. കാര്യം വലിയ മൈൻഡ് ക്രിയേറ്റ് ചെയ്തവളാണ് അവൾ. അങ്ങനെ സ്കൂളിൻ്റെ അടുത്ത് പോയിട്ട് അവൾ നിന്നോട്ട് പറഞ്ഞു ദാന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. വായിക്കാൻ പറഞ്ഞു. പോയി ക്ലാസ്സിൽ പോയി തിരിച്ചു വന്നപ്പോൾ വൈകുന്നേര സമയത്ത് കട അടഞ്ഞ് കിടക്കുന്നു. പിറ്റേ ദിവസം സ്കൂളിൽ വീണ്ടും സ്കൂളിലേക്ക് പോകുമ്പോൾ വീണ്ടും കട അടഞ്ഞ് കിടക്കുന്നു. 3 ദിവസം കട അടഞ്ഞു. 4ാമത്തെ ദിവസം ഞാനും മകേഷും ഞങ്ങളെല്ലാം കൂടെ ഈ പറയുന്ന സ്കൂളിലേക്ക് ഞങ്ങൾ ടീച്ചറെ വിളിച്ചു. ഞങ്ങളെല്ലാം അവിടെ ചെന്നപ്പോൾ പ്രധാന അധ്യാപകരുണ്ട്, പ്രിൻസിപ്പളുണ്ട്, HM ഉണ്ട്, ടീച്ചർമാരുണ്ട്, എല്ലാവരും നിരന്നിരിക്കുകയാണ്. അവിടെ ഈ മനുഷ്യൻ തലയും താത്തി ഇങ്ങനെ ഇരിക്കുകയാണ് താഴോട്ട് നോക്കിയിട്ട്. അങ്ങനെ ടീച്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ വെച്ചിട്ട് ഈ കത്ത് അവിടെ വെച്ചിട്ട് പരസ്യമായി വായിച്ചപ്പം ഈ പറയുന്ന വ്യക്തി പറയുകയാണ് 19 വർഷം റിയാദിൻ്റെ മണ്ണിൽ ജോലി ചെയ്ത് അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ടാക്കി. സാറേ, എനിക്ക് 10-12 പേര് താമസിക്കുന്ന കോട്ടേഴ്സ് ഉണ്ട്, ഒരു പലചരക്കടയുണ്ട്, ഒരു സ്മോൾ ഇൻഡസ്ട്രി ഉണ്ട്, അവിടെ പ്ലൈവുഡ് സ്ഥാപനമുണ്ട്. അവിടെ ഈ പറയുന്ന സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഭായിമാർ സാറേ ഇന്ത്യക്കാരൊക്കെയാണ്, ഓരോ അവിടുന്ന് പലചരക്ക് സാധനം വാങ്ങൂല. ഓർക്ക് കൊടുത്തപ്പോൾ കുട്ടികൾ അറിയാതെ വാങ്ങിയിട്ടുണ്ടാവും സാർ. അല്ല, ഞാൻ കൊടുത്തതല്ല, ഇനി ഒരിക്കലും ഞാൻ കൊടുക്കൂല. ഇന്നെ 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് എന്നെ പിടിച്ചിട്ടുണ്ട് സാറേ. 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് വ്യക്തിയെ ഈ പറയുന്ന ആൻസ് വിട്ടിട്ട് പിടിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് വ്യക്തിക്ക് മാനസാന്തരപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, വ്യക്തിക്ക് വന്നിട്ടില്ല. നോക്ക്, അവിടെയാണ് 14 വയസ്സായ പെൺകുട്ടി തൻ്റെ കത്തെഴുതിയിരിക്കുന്നത്. എന്താ? പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ? ഭാവിയിൽ അവർ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു ഉപ്പ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അന്ന് ചിന്തിക്കുമ്പോൾ സങ്കടം വരുമോ ഇല്ലയോ? ഇതാണ് ഈ കച്ചവടക്കാരിലുണ്ടാക്കിയ ദുരന്തം. അങ്ങനെ അൻഷിത എന്ന് പറയുന്ന ഒരു 14 വയസ്സുകാരി പെൺകുട്ടി ഒരു പേനയും പേപ്പറും എടുത്ത് ഉറങ്ങാതെ അവൾ എഴുതിയ വാക്കുകളുടെ ആ മൂർച്ചേറിയ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയാന്തരങ്ങളിൽ പതിച്ചു.
5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് ഈ പറയുന്ന ആൻസ് വിറ്റ് സ്കൂൾ പരിസരത്തിന് കോട്ട് പാക്ട് പറഞ്ഞ ജേജാറ്റ് കേസെടുത്തിട്ടും നിർത്താൻ പറ്റാത്ത ഒരു വ്യക്തിയെ ഒരു പേനയും പേപ്പറും എടുത്ത് അവൾ എഴുതിയ വാക്കുകൾക്ക് മുമ്പിൽ, ആ പദസമ്പത്തിന് മുമ്പിൽ ആ മനുഷ്യനെ മാനസാന്തരപ്പെടുത്തി. എത്ര മഹത്തരമാണ്! അങ്ങനെ എത്രയോ അനിശ്ചിതമാർക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കളും അമ്മമാരുണ്ട് ഇവിടെ. എത്രയോ അനിശ്ചിതമാർക്ക് ജന്മം കൊടുത്തവരെ ശുശ്രൂഷിക്കുന്ന ഇവിടെ അവരുടെ ഉപ്പമാരുണ്ട് ഇവിടെ. അങ്ങനെ ആവട്ടെ, ലഹരിക്കെതിരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും സംസാരങ്ങൾ കൊണ്ടും സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന നല്ല ചിന്താധാരാ ശക്തിയുള്ള കരുത്തരായ മക്കളെ വളർത്തിയെടുക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി മുൻപോട്ട് നയിക്കപ്പെടാനെല്ലാം അവരെ നയിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ തീഷ്ണതയും അവരുടെ എല്ലാം വ്യക്തിപരമായ നന്മയെല്ലാം ഉണ്ടാവട്ടെ എന്ന് കൂടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകം മുഴുവൻ നന്നാക്കാൻ നമുക്ക് ശ്രമം നടത്തിയാൽ നടക്കൂല. അതുകൊണ്ട് നമ്മൾ നന്നായാൽ മാത്രം മതി, ലോകം തന്നെ നന്നായിക്കോളും. ഒരിക്കൽ ഒത്യാസ് എന്ന് പറയുന്ന മനോഹരമായ ഗ്രീക്ക് തത്വജ്ഞൻ്റെ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരിക്കൽ വൈകുന്നേര സമയത്ത് വീട്ടിൽ കയറി വരുന്ന ഉപ്പ ഒരു വലിയ വേൾഡ് മാപ്പ് കൊണ്ടുവന്നു തൻ്റെ മകന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്ക് പഠിക്കാനായി. അങ്ങനെ ബാപ്പ ഈ സാധനം അവിടെ വീട്ടിൽ കൊണ്ടുവച്ച് കുളിക്കാനായി അകത്തേക്ക് കയറി. കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ 2 മക്കളിൽ ഇളയ മകൻ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ, വികൃതിയായ കുഞ്ഞ് ഈ വേൾഡ് മാപ്പ് എടുത്തിട്ട് തലങ്ങും പലകും ഇങ്ങനെ വലിച്ചു കീറി. ഇങ്ങനെ അതെല്ലാം കീറിയിട്ട് അവൻ നിലത്തിട്ടിരിക്കുക. കുളി കഴിഞ്ഞ് വന്ന് ബാപ്പ തലയും തുറത്തി വന്നപ്പോൾ മുറിക്കകത്ത് വേൾഡ് മാപ്പ് ഇങ്ങനെ ചിന്നി ചെതറി കിടക്കുന്നുണ്ട്. ധാരാളം അതൊക്കെ ഇങ്ങനെ കീറിയിട്ടേ ചോദിച്ചപ്പോൾ ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പറഞ്ഞു, ഞാനാണ് ബാപ്പ പറഞ്ഞു. കുരുത്തം കട്ടവനെന്ന് പറഞ്ഞ് ബാപ്പ അടിക്കാൻ പുറകെ ഓടി, വീടിന് പുറത്തോട്ട് ഇറങ്ങി. ബാപ്പ കുറേ ഓടി നോക്കി, അവനെ കിട്ടിയില്ല. അങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മര്യാദയ്ക്ക് വന്നിട്ട് അത് റെഡിയാക്കി വെച്ചാൽ ഇന്ന് കിടത്തി ഉറക്കൂല, ഇതിനെ പച്ചവെള്ളം തുല്ലാറ്. അങ്ങനെ ബാപ്പ തലയും തോർത്തി നേരെ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. ഉമ്മ പറഞ്ഞു, പാവല്ല നമ്മളെ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നീയാണ് ഭക്ഷണമാക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബാപ്പ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മിണ്ടണ്ടാവും കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ച് 5 മിനിറ്റ് കൊണ്ട് എഴുന്നേറ്റ് ബാപ്പ മുറിക്കകത്ത് നോക്കുമ്പോൾ ഈ കീറിയ വേൾഡ് മാപ്പെല്ലാം മനോഹരമായിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ബാപ്പ ചോദിച്ചു, എടാ 1ാം ക്ലാസ്സിൽ പഠിക്കണം നിന്നെ എങ്ങനെ ഭൂമിശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല. പിന്നെ എങ്ങനെയാണ് ബാപ്പാൻ്റെ കുട്ടിയെ റെഡിയാക്കിയാണ്? ഞാൻ ആ കീറിയ വേൾഡ് മാപ്പിൻ്റെ പിന്നിൽ ഒരു സിനിമാ നടൻ്റെ ചിത്രമാണ് ബാപ്പ കണ്ടത്. കീറിയ വേൾഡ് മാപ്പിൻ്റെ പിന്നിൽ ഒരു സിനിമാ നടൻ്റെ ചിത്രമാണ് കുട്ടി കണ്ടത്. കുട്ടിക്കറിയാം ആ വ്യക്തിയുടെ തല എവിടെ നിൽക്കണം, കണ്ണെവിടെ നിൽക്കണം, മൂക്ക് എവിടെ നിൽക്കണം, ചുണ്ട് എവിടെ നിൽക്കണം, കാൽപാദം എവിടെ നിൽക്കണം എന്ന് കുട്ടിക്കറിയാം. കുട്ടി ഓരോ ഭാഗവും ഇങ്ങനെ നോക്കി 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 അതിനടുക്കി പെറുക്കി വെച്ചപ്പം ഒരു ഭാഗത്തൊരു വ്യക്തി ഇങ്ങോട്ട് നന്നായപ്പോൾ മറുഭാഗത്തൊരു ലോകം മുഴുവൻ നന്നായി. ഒരു വ്യക്തി നന്നായാൽ ഈ ലോകം മുഴുവൻ നന്നാകും. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി ഞാനായിരിക്കട്ടെ, നിങ്ങളായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിക്കുളത്തെ ഈ മഹാദേശത്തോട് ഞങ്ങൾ വിടവാങ്ങുകയാണ്. മറ്റൊരിക്കൽ വീണ്ടും ഒരു സന്ദേശമായി കടന്നു വരും. ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യടികളെ പോലെ തന്നെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് ഫോളോ അപ്പ് ചെയ്യുക. ഫിലിപ്പ് പമ്പാട് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജ്. രണ്ടും ഞങ്ങൾക്ക് സാമ്പത്തിക ലാഭമില്ല. എല്ലാ വീഡിയോകളും ഞങ്ങൾ ഇങ്ങനെ എടുക്കുന്ന, ഒരു വീഡിയോയിൽ ഇങ്ങനെ എടുക്കാറില്ല. യൂട്യൂബ് ചാനൽ ഞങ്ങൾക്കില്ല. നിങ്ങളുടെ സ്നേഹ വായ്പകൾ അതിനകത്ത് അതിൽ കമൻ്റായിട്ട് എഴുതുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഇനി ഇവിടെ മനോഹരം ഒരുപാട് പരിപാടി നടക്കാനുള്ളതുള്ള ബോധ്യത്തോടു കൂടി തന്നെ ഞങ്ങൾ യാത്രയാവുകയാണ്. നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും എന്നും ഉണ്ടാവണേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. താങ്ക് യു.